പാർട്ട് കാണും. അത് ഷുവറായിട്ട് ഉണ്ട് എന്ന് പറഞ്ഞൊരു തിയറി പാർട്ടും കാണും, അതുപോലെ പ്രോബ്ലവും കാണും. ഇപ്പോൾ സെക്കൻഡ് മോഡ്യൂളിൻ്റെ കേസിൻ്റെ അകത്താണെങ്കിൽ എന്താണ്, ക്യാം ആണ് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളതും കോറിയോളിസ് കമ്പോണന്റ് ഓഫ് അക്സലറേഷൻ ആണ് തിയറി പാർട്ടിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ളത്. ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയാൻ നേരത്ത് അതിൻ്റെ അകത്ത് എന്തോന്നാണ്, വെലോസിറ്റി ഓഫ് എ ജോയിന്റ്, അതായത് ഒരു പോയിന്റിലെ വെലോസിറ്റിയും ഒമേഗ എന്ന് പറയുന്നത് ലിങ്കിൽ കാണപ്പെടുന്നതാണ്. ഒരു പോയിന്റിൽ കാണപ്പെടുന്നത് വെലോസിറ്റിയും ഒരു ലിങ്കിൽ കാണപ്പെടുന്നത് ഒമേഗയും, ആ ഒരു രീതിയിൽ വിചാരിക്കുക. അത് ഞാൻ കണക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. എനിവേ ഫസ്റ്റ് മോഡ്യൂളിലെ പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്കൊരു മെക്കാനിസം തന്നിരിക്കും, അതിൻ്റെ അകത്ത് വെലോസിറ്റി ആൻഡ് ഒമേഗ കണ്ടുപിടിക്കുന്നതാണ് ചോദ്യം. ഫസ്റ്റ് മോഡ്യൂളിലെ പ്രോബ്ലം എന്താണ്, വെലോസിറ്റി അല്ലെങ്കിൽ ഒമേഗ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ അതാണ് അതിൻ്റെ പ്രോബ്ലം. ഇനി തിയറിക്കകത്തെ കൊമ്പൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു 3 ചോദ്യമാണ്, ഒരു 3 essay ക്വസ്റ്റ്യൻ പോലത്തെ ഒരു ചോദ്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഇൻവെർഷൻസ് ഓഫ് 4 ബാർ മെക്കാനിസം, ഇൻവെർഷൻസ് ഓഫ് സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം, ഇൻവെർഷൻസ് ഓഫ് ഡബിൾ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം. അങ്ങനെ ഈ ഒരു 3 essay ക്വസ്റ്റ്യൻ ഉണ്ട്, 10 മാർക്കിന് ചോദിക്കാം. ഒന്നെങ്കിൽ ചിലപ്പം ഈ പ്രോബ്ലം ചോദിച്ചേക്കാം, അല്ലെങ്കിൽ ഈ ഇൻവെർഷൻസിന്റെ ഇത് തന്നെ ഈ 3 ചോദ്യത്തിൽ ഏതെങ്കിലും ഒരു ചോദ്യം 10 മാർക്കിന് ചോദിച്ചേക്കാം. പിന്നെ ചിലപ്പോൾ ഇത് രണ്ടും ചോദിച്ചേക്കാം. ഇപ്പോൾ പാർട്ട് ബിയിൽ തന്നെ ഓർ എ ഉണ്ട് ഓർ ബി ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് ഓർ ബി ആയിട്ട് ചിലപ്പോൾ ഇത് ചോദിക്കാം, ഓർ എ ആയിട്ട് ചിലപ്പോൾ മറ്റേത് ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ക്വസ്റ്റ്യൻ കൺവീനിയന്റ് ആയിട്ടിരിക്കുന്നത്, ചിലപ്പം നമ്മൾ പഠിക്കുന്നതിന്റെ ചിലപ്പോൾ എക്സ്ട്രീം ലെവലൊക്കെ ആയിരിക്കാം ചിലപ്പോൾ പ്രോബ്ലമിൽ നിന്ന് ചോദിക്കുന്നത്, പഠിക്കുന്നതിന്റെ ചിലപ്പം എക്സ്ട്രീം ലെവലൊക്കെ ചിലപ്പോൾ ചില സമയത്ത് ചോദിച്ചേക്കാം. അപ്പോൾ അത് ചിലപ്പോൾ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ആ സമയത്ത് ഈ 3 essay ക്വസ്റ്റ്യൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു essay ക്വസ്റ്റ്യൻ നമ്മൾ 3 essay ക്വസ്റ്റ്യൻ പഠിച്ചു വെക്കുകയാണെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും ചോദിക്കുന്നത്, ഡയറക്റ്റ് കയറ്റി കൊടുക്കാവുന്നതേ ഉള്ളൂ. ഡയറക്റ്റ് കയറ്റി കൊടുക്കാവുന്നില്ല, അത് നമ്മൾ അറ്റൻഡ് ചെയ്യാവുന്നേ ഉള്ളൂ. എന്നൊക്കെയാണോ പറയുന്നത്? അതായത് ഞാൻ ആ 3 ക്വസ്റ്റ്യൻ പറയാം. മോഡ്യൂൾ 2-നകത്ത് ഞാൻ പറഞ്ഞല്ലോ എന്താണ്, കോറിയോളിസ് കമ്പോണന്റ് ഓഫ് അക്സലറേഷനും ക്യാമും. മോഡ്യൂൾ 1-ൻ്റെ അകത്ത് ഇൻവെർഷൻസ് ഓഫ് സ്ലൈഡർ ക്രാങ്ക്, ഇൻവെർഷൻസ് ഓഫ് 4 ബാർ മെക്കാനിസം, പിന്നെ ഇൻവെർഷൻസ് ഓഫ് ഡബിൾ സ്ലൈഡർ ക്രാങ്ക്. അങ്ങനെ ഒരു 3 ക്വസ്റ്റ്യൻ ഉണ്ട്, 3 essay ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഈ 3 essay ക്വസ്റ്റ്യൻസിന് ഓരോന്നും ചിലപ്പോൾ 10 മാർക്കിനൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ഇതൊരു സെറ്റ് ഓഫ് സംഭവങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ മിക്കപ്പോഴും നമുക്ക് ഇത് ഒരു തവണയെ ചോദിച്ചിട്ടുള്ളൂ. സ്ലൈഡർ ക്രാങ്ക് ഇത് ചോദിച്ചിട്ടേ ഇല്ല. ഇത് കഴിഞ്ഞ പരീക്ഷയും കൂടെ ചേർത്ത് മൊത്തം 3 തവണ ചോദിച്ചു. ഓക്കെ, അതാണ് 4 ബാറിൻ്റെ ഇത്. അപ്പോൾ ഈ ഒരു ഇത് നിങ്ങൾ മസ്റ്റ് ടോപ്പ് പ്രിയോറിറ്റി കൊടുത്ത് നിങ്ങൾ ഇത് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ടും നിങ്ങൾക്ക് മോഡ്യൂൾ 1 അറ്റൻഡ് ചെയ്യാൻ പറ്റിയ കാര്യം. സപ്പോസ് ഇപ്പോൾ ഇൻവെർഷൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്, അല്ലെങ്കിൽ ആ പ്രോബ്ലം. ശരി, പ്രോബ്ലം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ മോമിൽ മൊത്തം നമുക്ക് പഠിക്കാനുള്ളത് ഒന്നെങ്കിൽ സ്ലൈഡർ ക്രാങ്ക്, അതായത് ഫസ്റ്റ് മോഡ്യൂള് 4th മോഡ്യൂള് ഒക്കെ എടുക്കുവാണെങ്കിൽ സ്ലൈഡർ ക്രാങ്ക് അല്ലെങ്കിൽ 4 ബാർ, ഈ 2 സംഭവമാണ് നമ്മൾ പഠിക്കുന്നത്. 4 ബാർ മെക്കാനിസം അല്ലെങ്കിൽ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം. ഓക്കെ, അപ്പോൾ അതിനകത്ത് സ്ലൈഡർ ക്രാങ്ക് എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ഇരിക്കുന്നു വെച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഇതാണ് സ്ലൈഡർ ക്രാങ്ക്. അല്ലെങ്കിൽ സ്ലൈഡർ ക്രാങ്ക് എന്ന് വിചാരിക്കാൻ നേരത്ത് നിങ്ങൾ ഇതിനൊരു ട്രയാങ്കിൾ എന്ന് പറഞ്ഞ് വിചാരിച്ചു കൊടുക്കുക. ഓക്കെ, ട്രയാങ്കിൾ പോലെ 3 സൈഡ് കാണും. പിന്നെ 4 ബാർ എന്ന് പറയുമ്പോൾ അറിയാലോ 4 ബാർ, അതിനൊരു സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കിൾ എന്ന് പറഞ്ഞ് വിചാരിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ 4 ബാർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അല്ലെങ്കിൽ ഇതിനിങ്ങനെയാണ് വെച്ചിരിക്കും. ഓക്കെ, ABCD എന്ന് പറഞ്ഞ് വരും, ഇത് OAB എന്ന് പറഞ്ഞ് വരും. അപ്പോൾ ഇതാണ് ഒരു 4 ബാർ മെക്കാനിസം, ഇതാണ് ഒരു സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം. ഫസ്റ്റ് മോഡ്യൂളിലും പിന്നെ അതുപോലെ തന്നെ 4th മോഡ്യൂളിലും നമ്മൾ ഈ 2 സാധനം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് മോഡ്യൂളിൽ നമുക്ക് എന്നാ ചെയ്യാൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കും, വെലോസിറ്റി. അതുപോലെ തന്നെ ഒമേഗ കണ്ടുപിടിക്കാനും ചോദിക്കും. ഈ വെലോസിറ്റി എന്ന് പറയുന്ന സാധനം ഒരു ജോയിന്റിലായിട്ട് കാണപ്പെടുന്നതാണ്, അല്ലെങ്കിൽ ഒരു പോയിന്റിലായിട്ട്, ജോയിന്റ് അല്ലെങ്കിൽ ഒരു പോയിന്റിലായിട്ട് കാണപ്പെടുന്നതാണ്. ജോയിന്റ് അല്ലെങ്കിൽ പോയിന്റ്, ജോയിന്റ് എന്ന് ഇങ്ങനെ പറയാൻ പാടില്ല, അത് കണക്ട് ചെയ്യാൻ പറയാം അത് എങ്ങനെയാണ്. കാരണം അങ്ങനെ ഓർത്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഒരു ഐഡിയ കിട്ടും, അതുകൊണ്ടാണ് പറഞ്ഞത്. ജോയിന്റ് അല്ലെങ്കിൽ പോയിന്റ് എന്ന് പറഞ്ഞ് വിചാരിക്കുക. ഏത് വെലോസിറ്റി, ഒമേഗ എന്ന് പറയുന്ന സംഭവം ഒരു ലിങ്കിൽ കാണപ്പെടുന്നതാണ്, ഒരു ലിങ്കിൽ. ഓക്കെ, വെലോസിറ്റി എവിടെ കാണപ്പെടും, ജോയിന്റ് അല്ലെങ്കിൽ പോയിന്റ്. ഒമേഗ എന്ന് പറയുന്നത് ലിങ്കിലാണ് കാണപ്പെടുന്നത്. ഓക്കെ,
ഇനിയിപ്പം ഇത് ലിങ്ക് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ലിങ്ക് ഇതൊരു ലിങ്കാണ്, ഇതൊരു ലിങ്കാണ്, ഇത് ഇനിയൊരു ലിങ്കാണ്, ഇത് ഇനിയൊരു ലിങ്ക്, ഇത് ഇനിയൊരു ലിങ്ക്. അപ്പോൾ മൊത്തം 4 ലിങ്ക് ഉണ്ട്. ഓക്കെ. ഇനിയിപ്പം സപ്പോസ് ഇവിടെ ഞാൻ വേറെ ഒന്നും വരയ്ക്കുകയാണ്. ഇത് മൊത്തം എത്ര ലിങ്കാ? ഇതൊരു ലിങ്ക്, ഇതൊരു ലിങ്ക്, ഇതൊരു ലിങ്ക്, ഇതൊരു ലിങ്ക്, ഇതൊരു ലിങ്ക്, മൊത്തം 5 ലിങ്ക്. മനസ്സിലായോ? ഇതിനകത്ത് ജോയിന്റ് എത്ര ജോയിന്റ് ഉണ്ട്? 1, 2 എണ്ണം കൂടിച്ചേരുന്നതാണ് ഒരു ജോയിന്റ്, 2 എണ്ണം കൂടിച്ചേരുന്നതാണ് ഒരു ജോയിന്റ്. അപ്പോൾ ഇത് ചേരുന്നത് ഇത് 1, ഇതും കൂടെ ചേർന്നത് ഇത് 2, ഇതും കൂടെ 3, 4, 5 അങ്ങനെ പറഞ്ഞു വരും. ഇനിയിപ്പോൾ സപ്പോസ് ഇതാണെങ്കിലോ, ഇപ്പം ഇങ്ങനെ ഒരെണ്ണം ഞാൻ വരച്ചു, ഇങ്ങനെ ഒരെണ്ണം വരച്ചു. അപ്പോൾ ഇതിനകത്ത് എത്ര ലിങ്ക് ഉണ്ട്? ഇതൊരു ലിങ്ക്, ഇതൊരു ലിങ്ക്, ഇതൊരു ലിങ്ക്, ഇതൊരു ലിങ്ക് അല്ലേ? ഇതിനകത്ത് എത്ര ജോയിന്റ് ഉണ്ട്? ഇതും കൂടെ ചേരുന്ന ഇത് ഒരു ജോയിന്റ്, ഇതും കൂടെ ചേരുന്നത് 2, ഇതും കൂടെ ചേരുന്നത് 3, ഇതും കൂടെ ചേരുന്നത് 4. ശരിയല്ലേ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇനിയിപ്പോൾ ഇതാണെങ്കിലോ, ഇതിനകത്ത് എത്ര ലിങ്ക് ഉണ്ട്? 1, 2, 3, 4, 5. 5 ലിങ്ക് അല്ലേ? എത്ര ജോയിന്റ് ഉണ്ട്? ഇതും കൂടെ 2 എണ്ണം കൂടി ചേരുന്നതാണ് ഒരു ജോയിന്റ്. അപ്പോൾ ഇതും കൂടെ കൂടി ചേരുന്നത് 1, ഇതും കൂടെ 2, 3, 4, 5, 6. അപ്പോൾ എത്ര ജോയിന്റ് ആണ്? 6. എത്ര ലിങ്ക് ആണ്? 5. ഓക്കെ. ആ ഒരു കാര്യം. ഇതിപ്പോൾ ഞാൻ വേറൊരു ഇത് പറയുന്നതിനൊപ്പം തന്നെ വേറെ ഒരു സൈഡ് ടോപ്പിക്കും കൂടെ നൈസായിട്ട് പറഞ്ഞേക്കാം. ഇതിപ്പം ജോയിന്റും ലിങ്കും എടുക്കാൻ മനസ്സിലായല്ലോ. ഇനി ഹയ്യർ പെയർ എന്ന് പറഞ്ഞൊരു സാധനം കൂടെ ഉണ്ട്. ഹയ്യർ പെയർ എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇങ്ങനെ ഒരു മെക്കാനിസം ആണ്. അപ്പം ഇത് ഒരു സർക്കിളും വേറെ ഒരു സർക്കിളും കൂടെ കൂട്ടിമുട്ടുന്ന സ്ഥലം. ഇപ്പം 2 ലിങ്കും കൂടെ കൂട്ടിമുട്ടുന്നതിനെ നമ്മൾ ജോയിന്റ് എന്ന് പറയും. 2 സർക്കിളും കൂടെ കൂട്ടിമുട്ടുന്ന ആ ഒരു ഇതിനെ വന്നിട്ട് നമ്മൾ പറയുന്നത് ഹയ്യർ പെയർ എന്നാണ് പറയുന്നത്. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് H. ഇപ്പോൾ ഇവിടെ ഹയ്യർ പെയർ എന്ന് പറഞ്ഞാൽ 1 അങ്ങനെ എടുക്കും. ഓക്കെ, ശരി. ഇപ്പം ഞാനിത് പറയുന്നതിന് കൂട്ടത്തിൽ വേറൊരു ടോപ്പിക്കാണ് പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പാർട്ട് ബിയിലെ പ്രോബ്ലമാറ്റിക് ഒക്കെയാണ് ഇപ്പോൾ ഇങ്ങനെ എടുക്കുന്നത്. ഇതിന് ശേഷം എല്ലാം കഴിഞ്ഞിട്ട് പാർട്ട്, അതായത് ഓരോ മോഡ്യൂളിനെ തിയറി ഏതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് ഇന്നതൊക്കെ ചോദിക്കാം, ഇന്നതൊക്കെ ചോദിച്ചാൽ ഇന്നതൊക്കെ ആണ് കൊടുക്കേണ്ടതെന്നുള്ള രീതിയിൽ ഒരു എക്സ്പ്ലനേഷനും കൂടെ മോഡ്യൂൾ വൈസും കൂടെ കാണും. ഇതിപ്പോൾ പ്രോബ്ലമാറ്റിക്കിൻ്റെ പറയുക. ശരി, ഇപ്പോൾ അത് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഷോർട്ടായിട്ട് DOF എന്ന് പറയും. അതായത് അത് ഒരു ലിങ്കിൻ്റെ ഒരു മെക്കാനിസം വന്നിട്ട് അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കും. അപ്പം ഇതിനെ കുഡ്സ്ബാക്ക് ക്രിട്ടേറിയ എന്ന് പറഞ്ഞാൽ ഉള്ളത്. കുഡ്സ്ബാക്ക് ക്രിട്ടേറിയ. പുള്ളിയുടെ ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ ഡിഗ്രീസ് ഓഫ് DOF is equal to 3 into n minus 1 minus 2j minus h. അതിൻ്റെ അകത്ത് n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ലിങ്ക്, ഓക്കെ. j എന്ന് പറയുന്നത് നമ്പർ ഓഫ് ജോയിന്റ്, ഓക്കെ. h എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഹയ്യർ പെയർ, ഓക്കെ. n എന്ന് പറയുന്ന നമ്പർ ഓഫ് ലിങ്ക്, j എന്ന് പറയുന്ന നമ്പർ ഓഫ് ജോയിന്റ്, h എന്ന് പറയുന്ന നമ്പർ ഓഫ് ഹയ്യർ പെയർ. അപ്പോൾ ഇതാണ് ആ ഇക്വേഷൻ. 3 into n minus 1 minus 2j minus h എന്ന് പറയുന്നതാണ് ഇക്വേഷൻ, ഓക്കെ. അപ്പം നമുക്കിപ്പം ഒരു ലിങ്ക് അവർ തന്നു. അതായത് ഇപ്പം ഇതാണെങ്കിൽ ഇതിൻ്റെ അകത്തെ അതായത് ഇങ്ങനെ ഒരു സംഭവം തന്നിരിക്കുക. ഒരു തവണ സിലബസിലാന്ന് തോന്നുന്നു ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും എന്തോന്നാണ് ഇതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാണ്? ഇതിൻ്റെ അകത്തെ നമ്പർ ഓഫ് ലിങ്ക് എത്രയാണിത്? n എന്ന് പറയുന്നത് 1, ജോയിന്റ് എന്ന് പറയുന്നത് ഉണ്ടോ? ഇല്ല. j എന്ന് പറയുന്നത് 0, പിന്നെ h എന്ന് പറയുന്നതും 0. അപ്പം 3 into n minus 1 എന്ന് പറയുമ്പോൾ 1 minus 1 n minus 1 minus 2 into 0 minus 0 എന്ന് പറഞ്ഞ് വരും. അപ്പോൾ ഇത് എത്രയും പോകും? 1 minus 1 എന്ന് പറയുമ്പോൾ 0, 3 into 0 0. അപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇതിൻ്റെ അകത്ത് എത്രയാണ്? 0 ആണ്. ഇനിയിപ്പോൾ സപ്പോസ് ഇങ്ങനെയാണെങ്കിലോ, ഇങ്ങനെ ഒരു മെക്കാനിസം തന്നിരിക്കും. അപ്പം ഇതിൻ്റെ നമ്പർ ഓഫ് ലിങ്ക് എത്രയാണ്? 1, 2. ജോയിന്റ് എത്രയാണ്? 2 എണ്ണം കൂടി ചേർന്നാണ് ഒരു ജോയിന്റ്. അപ്പം j എന്ന് പറയുന്നത് എത്ര? 1. h ഉണ്ടോ? 0. അപ്പം 3 into n minus 1 എന്ന് പറയുന്നത് 2 minus 1 minus 2 into j 1 minus 0 എന്ന് പറഞ്ഞു വരും. ഇത് പോയി. അപ്പം 2 minus 1 എന്ന് പറയുന്നത് 1. അപ്പോൾ 3 into 1 3 minus 2 എന്ന് പറഞ്ഞു വരും. 3 minus 2 1. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 1 എന്ന് പറയുന്നത്. പിന്നെ 3 എണ്ണമുള്ള ഇതാണെങ്കിൽ ഇങ്ങനെയാണെങ്കിലോ, ഇതിൻ്റെ അകത്ത് എത്ര എണ്ണം ഉണ്ട്? ലിങ്ക്, നമ്പർ ഓഫ് ലിങ്ക് എന്ന് പറഞ്ഞാൽ 1, 2, 3. ജോയിന്റ് 1, 2, 3. പിന്നെ ഹയർ പെയർ 0. അപ്പോൾ ഇതെങ്ങനെ എഴുതാം? 3 into n minus 1 minus 2j minus h. അപ്പം ഇതിൻ്റെ 3 into n minus 1 3 minus 1
മൈനസ് 2 ഇൻറ്റു 3 മൈനസ് 0. ഓക്കെ, ഈ 0 അങ്ങ് പോയി. 3 ഇൻറ്റു 3 3 ഇൻറ്റു 2 6 മൈനസ് 3 ഇൻറ്റു 2 6 ഈക്വൽ ടു അല്ല മൈനസ് 0 അത് പോയി. അപ്പോൾ ഇത് 0 ആയി പോകും. ഇനിയിപ്പോൾ നമുക്ക് 4 ബാർ മെക്കാനിസവും സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസമാണ് നമുക്ക് മോമ് ഫുള്ളായിട്ട് പഠിക്കാനുള്ളത്. സ്ലൈഡർ ക്രാങ്ക് എന്ന് പറഞ്ഞ ഒരു ട്രയാങ്കിൾ ഷേപ്പ്, 4 ബാർ എന്ന് പറഞ്ഞ ഒരു സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കിൾ ഷേപ്പ്. ഓക്കെ, ഇനിയിപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു ലിങ്ക്, ഇത് ഫിക്സഡ് ലിങ്കാണ്, ഇത് 2, ഇത് 3, ഇത് 4, അങ്ങനെ മൊത്തം 4 ലിങ്ക് ഉണ്ട്. ഇതിൻ്റെ അകത്ത് എത്ര ലിങ്ക് ഉണ്ട്? ഇതൊരു ലിങ്ക്, OA ഇതൊരു ലിങ്ക്, ഇതൊരു ലിങ്ക്, പിന്നെ ഇവിടെയും ഇതിനൊരു ലിങ്ക് ആയിട്ട് എടുക്കണം. ഇവിടെ ഒരു ലിങ്ക് ഉണ്ടെന്ന് പറഞ്ഞ് വിചാരിക്കണം. സ്ലൈഡർ ക്രാങ്കിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ട് അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കണമെങ്കിൽ ഈ ചെറിയൊരു പെട്ടി വരയ്ക്കുന്നതിൻ്റെ ഇതിനെ നിങ്ങൾ ഒരു സൈഡായിട്ട് ഇങ്ങനെ വിചാരിച്ചത്, ഇതിൻ്റെ ഒരു സൈഡായിട്ട് ഇങ്ങനെ വിചാരിച്ചു. എന്നിട്ട് ഇതിനെ നിങ്ങൾ എന്തോന്നായിട്ട് എടുക്കുക? 4 ആയിട്ട് എടുക്കുക. ഓക്കെ, ആക്ച്വലി ഇതൊരു ലിങ്ക്, ഇതൊരു ലിങ്ക്, ഇതൊരു ലിങ്ക്, പിന്നെ ഇവിടെ ഒരു ലിങ്ക് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. ശരി, ഇനി ഇപ്പോൾ 4 ബാർ എന്ന് പറയുമ്പോൾ നോക്കുമ്പോൾ തന്നെ 1 2 3 4 നമുക്ക് എടുക്കാൻ പറ്റും. സ്ലൈഡർ ക്രാങ്ക് ആണെങ്കിൽ 1 2 3 എന്ന് പറഞ്ഞ് ബാക്കി സ്ഥലങ്ങളെല്ലാം എടുക്കുക. ഈ പിസ്റ്റൺ വരുന്ന സ്ഥലമാണ് എന്തോന്ന്, അതിനകത്ത് ഈ ഒരു സംഭവത്തിന് നിങ്ങൾ 4 ആയിട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ ഒരു ലിങ്ക് ഉണ്ടെന്നാണ് സ്ലൈഡർ ക്രാങ്കിൻ്റെ ഒരു ട്രൂത്ത്. അപ്പം അത് ആ ഒരു രീതിയിൽ തന്നെ ആ കോൺസെപ്റ്റ് എടുക്കുക. ശരി, ഇപ്പം ഒരു സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം ആണെങ്കിൽ ഈ വശത്തിലെ ഇതാണ് എന്തോന്ന്, ക്രാങ്ക്, ഇത് കണക്റ്റിംഗ് റോഡ്, ഇത് പിസ്റ്റൺ. ഓക്കെ, എൻ്റെ ഈ കയ്യിനെ ഞാൻ ക്രാങ്ക് ആയിട്ട് എടുക്കുക. അപ്പം ഇതിവിടെ ഞാൻ എൻ്റെ ഒരു സൈഡ് ഫിക്സഡ് ആണ്. എന്നിട്ട് ഇതിങ്ങനെ കറക്കാൻ നേരത്തെ എന്തോന്ന് പറ്റും, ഇത് ഇങ്ങനെ പോയി ഇങ്ങനെ വന്നു, ഇങ്ങനെ പോയി ഇങ്ങനെ വന്നു, ഇങ്ങനെ പോയി ഇങ്ങനെ വന്നു. അപ്പോൾ ഇതിനെപ്പോഴും ഈ മോഷൻ തന്നെ ആയിരിക്കും. ഈ കണക്റ്റിംഗ് റോഡാണ് ഇതിനെ ഇങ്ങനെ കറക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണ് സംഭവം, നിങ്ങൾക്കറിയാം. ശരി, അപ്പം ഇതാണ് ക്രാങ്ക്, ഇതാണ് കണക്റ്റിംഗ് റോഡ്, ഇതാണ് പിസ്റ്റൺ. ഇത് ഒരു ലിങ്ക്. അപ്പോൾ ഈ ലിങ്കിലാണ് എന്താണുള്ളത്, ഒമേഗ ഉള്ളത്. അതുപോലെ ഓരോ ലിങ്കിലായിരിക്കും ഒമേഗ കാണുന്നത്, ഓരോ പോയിന്റ് അല്ലെങ്കിൽ ജോയിന്റിലായിരിക്കും വെലോസിറ്റി കാണുന്നത്. ശരി, ഇനിയിപ്പം ഒരു ലിങ്കിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആ ലിങ്കിലെ വെലോസിറ്റി വരിക. ഒരു ലിങ്കിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആ ലിങ്കിലെ വെലോസിറ്റി വരിക. അതായത് ഇപ്പം OA എന്ന് പറഞ്ഞ ലിങ്ക്, അപ്പോൾ അതിനകത്ത് നമ്മൾ OA എന്ന് പറഞ്ഞ ലിങ്കിൽ നമ്മൾ എയിൽ വെച്ച് നമ്മൾ പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണെങ്കിൽ അത് എങ്ങോട്ട് പോയും, 90 ഡിഗ്രി എടുത്ത് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ കറക്റ്റ് അത് ഇങ്ങനെ മണ്ടയ്ക്കോട്ടോ പോകാം, താഴോട്ടോ പോകാം. ഓക്കെ, മണ്ടയ്ക്കോട്ടോ പോകാം, താഴോട്ടോ പോകാം. എന്തോന്ന് അതിൻ്റെ വെലോസിറ്റി. സപ്പോസ് ഇതിപ്പോൾ ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇത് താഴോട്ട് വരും. സപ്പോസ് ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇത് മണ്ടയ്ക്ക് എന്ന് പറഞ്ഞ ഡയറക്ഷൻ വരും. ഓക്കെ, ഇതിപ്പം കൗണ്ടർ ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇത് മണ്ടയ്ക്കോട്ട് ഇങ്ങനെ നമ്മൾ ഇട്ടിട്ട് ഇതാണ് ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞ് കാണിക്കും. ഇതിൻ്റെ സപ്പോസ് ഇതിപ്പം ക്ലോക്ക് വൈസ് ആയിരുന്നെങ്കിൽ നമ്മൾ എന്തോന്ന് ഇതിനെ താഴോട്ട് ഇങ്ങനെ വരച്ചിട്ട് ഇതെന്ന് പറഞ്ഞാൽ കാണിക്കുന്നത് ഇത് 90 ഡിഗ്രി. അതുപോലെ മണ്ടയ്ക്കത്തേതും 90 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പം അതാണ് ഇതിലൊരു ഐഡിയക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ശരി, ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഫസ്റ്റ് മോഡ്യൂളിൽ നമുക്ക് സ്ലൈഡർ ക്രാങ്കും തരാം, 4 ബാർ മെക്കാനിസവും തരാം. ഇത് രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം തന്നിട്ട് നമ്മളോട് പറയും നിങ്ങളതിൻ്റെ വെലോസിറ്റി ഇതിൻ്റെ ബിയുടെ വെലോസിറ്റി എടുക്കുക, എയുടെ വെലോസിറ്റി എടുക്കുക, അങ്ങനെ പറയും. ഒമേഗ എന്ന് പറയുമ്പോൾ എയുടെ ഒമേഗ എന്ന് പറയത്തില്ല, ഒന്നെങ്കിൽ ബിയുടെ ഒമേഗ എന്ന് പറയും, അല്ലെങ്കിൽ OAയുടെ ഒമേഗ എന്ന് പറയും. അതാണ് ഞാൻ പറഞ്ഞത്. ഒമേഗ എന്ന് പറഞ്ഞ ഒരു ലിങ്കാണ്, ബി എന്ന് പറയുന്നത് ഒരു ജോയിന്റ് അല്ലെങ്കിൽ ഒരു പോയിന്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വെലോസിറ്റി ആൻഡ് ഒമേഗ കണ്ടുപിടിക്കാനാണ് രണ്ട് സ്ഥലത്തും ചോദിക്കുന്നത്. ഓക്കെ, വെലോസിറ്റി ആൻഡ് ഒമേഗ, ഇവിടെ അത് തന്നെ വെലോസിറ്റി ആൻഡ് ഒമേഗ. ഇനി അപ്പം അത് മാത്രം പഠിച്ചാൽ പോരെ എന്ന് വിചാരിക്കും. അപ്പം അതിന് ഫസ്റ്റ് മോഡ്യൂളിനകത്ത് 2 ഡീവിയേഷൻ ഉണ്ട്. ഒന്ന് ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾ ഇത് കണ്ടുപിടിക്കാന്ന് പറയും. ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് വെലോസിറ്റി അല്ലെങ്കിൽ ഒമേഗ കണ്ടുപിടിക്കാൻ പറയും. അതുപോലെ തന്നെ ഇൻസ്റ്റന്റേനിയസ് സെന്റർ മെത്തേഡ് ഉപയോഗിച്ച് സെന്റർ അല്ലെങ്കിൽ IC നമ്മൾ IC മെത്തേഡ് ഉപയോഗിച്ചും ഇതിനെ ഡിനോട്ട് ചെയ്യാൻ പറയും. ഓക്കെ, അപ്പം നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് സ്ലൈഡർ ക്രാങ്കും ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് 4 ബാറും വരയ്ക്കാൻ പഠിക്കണം. അതുപോലെ തന്നെ ഇൻസ്റ്റന്റേനിയസ് മെത്തേഡ് ഉപയോഗിച്ച് സ്ലൈഡർ ക്രാങ്കും ഇൻസ്റ്റന്റേനിയസ് മെത്തേഡ് ഉപയോഗിച്ച് 4 ബാറിലെ വെലോസിറ്റിയും ഒമേഗയും ഇത് വരയ്ക്കാൻ പഠിക്കണം. അങ്ങനെ ഈ 4 ചോദ്യം മാത്രം പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ഫസ്റ്റ് മോഡ്യൂൾ അറ്റൻഡ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് മോഡ്യൂൾ 1 എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് മോഡ്യൂൾ 1ൻ്റെ ഫസ്റ്റ് ഇത് നോക്കാം. അതായത് ഗ്രാഫിക്കൽ മെത്തേഡ് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് 4 ബാർ മെക്കാനിസം. ഓക്കെ, 4 ബാർ മെക്കാനിസം. ഇനിയിപ്പം ഗ്രാഫിക്കൽ മെത്തേഡ് സ്ലൈഡർ ക്രാങ്ക് ഉണ്ട്, അതിനുശേഷം ഇൻസ്റ്റന്റേനിയസ് സെന്റർ 4 ബാർ, ഇൻസ്റ്റന്റേനിയസ് സെന്റർ സ്ലൈഡർ ക്രാങ്ക്. അങ്ങനെ 4 ചോദ്യം പഠിച്ചു കഴിഞ്ഞാൽ മോഡ്യൂൾ 1 തീർന്നു.
ശരി, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചോദ്യത്തിലാണെങ്കിൽ അവരെന്തോന്ന് പറയുന്നത് വെച്ചാൽ അവരൊരു ഇത് തരും. ഒന്നെങ്കിൽ അവർ ഇങ്ങനെ ഡയമെൻഷനായിട്ട് പറയും, എ ഡി ഇങ്ങനെയാണ്, എ ബി ഇങ്ങനെയാണ്, എ സി ഇത്രയാണ് എന്ന് പറഞ്ഞ് തന്നിട്ട് അതിൻ്റെ ബി എ ഡി എന്ന് പറഞ്ഞതിൻ്റെ ആംഗിൾ ഇത്രയാണ് എന്ന് പറഞ്ഞ് തന്നിട്ട് നിങ്ങളത് പിന്നെ അതിൻ്റെ അകത്ത് ഇന്ന പോയിന്റിൻ്റെ ഇന്ന വെലോസിറ്റി കണ്ടുപിടിക്കുക, ഇന്ന ഒമേഗ കണ്ടുപിടിക്കുക, അങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. ഒന്നെങ്കിൽ അങ്ങനെ ചോദിക്കും, ചിലപ്പോൾ ഫിഗർ തന്ന് ചോദിക്കും. 4 ബാർ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ കൺസിഡർ ചെയ്യുക. അപ്പോൾ എന്നിട്ട് അവരിങ്ങനെ പറയും, അതിൻ്റെ അകത്ത് എ ബി എന്ന് പറയുന്നത് 30 mm ആണ്, ബി സി എന്ന് പറയുന്നത് 50 mm ആണ്, സി ഡി എന്ന് പറയുന്നത് 40 mm ആണ്, എ ഡി എന്ന് പറയുന്നത് 60 mm ആണ്. എന്നിട്ട് ബ്രാക്കറ്റിൻ്റെ അകത്ത് ഫിക്സഡ് എന്ന് പറഞ്ഞ് തന്നിരിക്കും. അപ്പം മനസ്സിലാക്കിക്കോണം ഇങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന്. അതിനുശേഷം ആംഗിൾ ബി എ ഡി എന്ന് പറയുന്നത് എത്രയാണ്, 60 ഡിഗ്രിയാണെന്ന് തന്നിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ 4 ബാർ ഇങ്ങനെ വരച്ചോണം. അപ്പോൾ ഇങ്ങനെ തന്നതിന് ശേഷം അവർ നമ്മളോട് ചോദിക്കും സിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കുക. വെലോസിറ്റി ഓഫ് ഫൈൻഡ് ദ, അതായത് ഒരു കാര്യം കൂടെ പറയാം, വി എന്ന് പറഞ്ഞാൽ ലീനിയർ വെലോസിറ്റി ആണ്, ലീനിയർ വെലോസിറ്റി. ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റി. ഓക്കെ, ആംഗുലാർ വെലോസിറ്റി. പിന്നെ ബി എന്ന് പറയുന്ന സാധനം ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു ജോയിന്റിലായിട്ടായിരിക്കും പറയുന്നത് അല്ലെങ്കിൽ വരുന്നത്. അതുപോലെ ഒമേഗ എന്ന് പറയുന്ന സാധനം ഒരു ലിങ്കിലാണ് വരുന്നത്. ഓക്കെ, പുരിഞ്ചതാ ഇങ്ങനെ വരും. ബി എന്ന് പറഞ്ഞാൽ ലീനിയർ വെലോസിറ്റി, ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലർ വെലോസിറ്റി. ബി എന്ന് പറയുന്ന സാധനം പോയിന്റ് അല്ലെങ്കിൽ ജോയിന്റിലായിട്ടായിരിക്കും പറയുന്നത് അല്ലെങ്കിൽ വരുന്നത്. ഒമേഗ എന്ന് പറയുന്ന ആംഗുലർ വെലോസിറ്റി അതൊരു ലിങ്കിലായിട്ടായിരിക്കും വരുന്നത്. ശരി, ഇനിയിപ്പോൾ ഇവർ ഇതിനകത്ത് ഇപ്പം ചോദിക്കുക ഫൈൻഡ് ദ ലീനിയർ വെലോസിറ്റി ഓഫ് സി, ഓഫ് പോയിന്റ് സി എന്ന് പറഞ്ഞ് ചോദിക്കാം. ലീനിയർ വെലോസിറ്റി ഓഫ് പോയിന്റ് സി എന്ന് പറഞ്ഞ് ചോദിക്കാം ചോദ്യം. എന്നിട്ട് ഫൈൻഡ് ദ ആംഗുലാർ വെലോസിറ്റി ഓഫ് ലിങ്ക് സി ഡി, ആംഗുലാർ വെലോസിറ്റി ഓഫ് ലിങ്ക് സി ഡി എന്ന് പറഞ്ഞ് ചോദിക്കാം. മനസ്സിലായോ? ബി സി ചോദിക്കാം, എന്നിട്ട് ഒമേഗ സി ഡി ചോദിക്കാം. അതുപോലെ തന്നെ നമുക്ക് ബി ചോദിക്കാം, ഒമേഗ ബി സിയും ചോദിക്കാം. അങ്ങനെയാണ് ചോദ്യം വരുന്നത്. ശരി, കാര്യം പറയാം. അപ്പം ഇങ്ങനെ നമുക്കൊരു സംഭവം തന്നു, ഇതിങ്ങനെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുക, ഗ്രാഫിക്കൽ മെത്തേഡാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തോന്ന് ചെയ്യണം, ആദ്യം നമ്മൾ എന്നാ ചെയ്യണം എന്ന് വെച്ചാൽ ഫസ്റ്റ് കോൺഫിഗറേഷൻ ഡയഗ്രാം എന്ന് പറഞ്ഞ് എഴുതണം. കോൺഫിഗറേഷൻ ഡയഗ്രാം. ഇത് ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ മെത്തേഡ് ആണെങ്കിലും ഗ്രാഫിക്കൽ മെത്തേഡ് ആണെങ്കിലും ഒരു പരിധി വരെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തോന്നാണ്, സെയിം ആണ്. കോൺഫിഗറേഷൻ ഡയഗ്രാം സ്കെയിൽ എന്ന് പറയുമ്പോൾ 1 സെൻറ്റിമീറ്റർ ഇസ് ഈക്വൽ ടു എത്ര എടുക്കും, 10 mm ആയിട്ട് എടുക്കാം. അപ്പോൾ 1 സെൻറ്റിമീറ്റർ ഇസ് ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ തന്നെ. ഇതിപ്പോൾ mm ആയതുകൊണ്ട് നമ്മൾ mm എന്ന് പറഞ്ഞ് എടുത്തു. അപ്പോൾ ആക്ച്വലി നമ്മൾ ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് വേണം വരയ്ക്കാൻ. ഓക്കെ, 30 / 10 എന്ന് പറയുമ്പോൾ 3 സെൻറ്റിമീറ്റർ. മനസ്സിലായല്ലോ? അപ്പം ആദ്യം ഇങ്ങനെ എടുത്തു, ഹോറിസോണ്ടലി എ ഡി എടുത്തു, ഒരു 6 സെൻറ്റിമീറ്റർ എടുത്ത് വരയ്ക്കുക. 6 സെൻറ്റിമീറ്റർ എടുത്ത് വരച്ചു. ഓക്കെ, എന്നിട്ട് എ മാർക്ക് ചെയ്തു, ഡി മാർക്ക് ചെയ്തു, എന്നിട്ട് ഫിക്സഡ് ആണെന്ന് കാണിക്കാൻ ഇങ്ങനെ ഇത് കൊടുത്തു. ഓക്കെ, ഇനിയിപ്പോൾ എന്തോന്നാണ്, ഇനിയിപ്പോൾ 60 ഡിഗ്രിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ബി എ ഡി 60 എന്ന് പറയാനടുത്ത് ഇതിങ്ങനെ വെച്ചു, 60 ഡിഗ്രി എടുത്ത് ഇത് വെച്ചു. ഇനി എന്നാ 30 mm. അപ്പം ഇവിടെ 30 mm. ഇപ്പോൾ ഇവിടെ വരയ്ക്കുമ്പോൾ 30 / സ്കെയിലിലെ ഇത്, അപ്പം 3 സെൻറ്റിമീറ്റർ. അപ്പം ഓക്കെ, 3 സെൻറ്റിമീറ്റർ. ഇതൊന്നും എന്തോന്ന്, ബി എത്ര mm, 30 mm. അതും എഴുതുക. കോൺഫിഗറേഷൻ ഡയഗ്രാമിൽ എല്ലാം എഴുതി വെക്കുന്നത് നല്ലത്. ഇത് 60 mm, ഇത് എത്രയാണ്, 60 ഡിഗ്രി. ഓക്കെ, ഇനിയിപ്പോൾ എന്നതാ, നമുക്ക് ബി സിയും വരയ്ക്കണം, സി ഡിയും വരയ്ക്കണം. അപ്പം മറ്റേ രീതിയിൽ വരയ്ക്കുക. ഏതാ, ഇതിപ്പോൾ 4 സെൻറ്റിമീറ്റർ, 40 mm. 40 mm എന്ന് പറയുമ്പോൾ / സ്കെയിൽ, അപ്പം 4 സെൻറ്റിമീറ്റർ എടുത്തു. ഇവിടെ നിന്നൊരു ആർക്ക് ഇങ്ങനെ കൊടുത്തു. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് 5 സെൻറ്റിമീറ്റർ, അത് 50 mm. അപ്പം / സ്കെയിലിൽ അത് 10 ചെയ്തു. അപ്പോഴത്തേക്ക് എത്ര വന്നു, 5 സെൻറ്റിമീറ്റർ വന്നു. അപ്പം ഈ പോയിന്റാണ് എന്തോന്ന്, സി. ഓക്കെ, അപ്പം ഇതാണ് ഇതിൻ്റെ കോൺഫിഗറേഷൻ ഡയഗ്രാം. ബാക്കി സംഭവങ്ങൾ അടയാളപ്പെടുത്താനുള്ളതും കൂടെ അടയാളപ്പെടുത്തിയേക്കുക. ഓക്കെ.
കോൺഫിഗറേഷൻ ഡയഗ്രാം വരച്ചു. ഇനി ഒരു കാര്യം കൂടെ പറയാം, ജസ്റ്റ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ക്വസ്റ്റ്യനിൽ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിലുള്ള ഒരു, മിക്കപ്പോഴും ഈ സൈഡിലായിരിക്കും തരുന്നത്, എങ്ങനെയാണെങ്കിലും ഒരു എന്തോന്ന് തരും, ഒരു RPM തരും. ഇത് ഇത്ര RPMത്തിലാണ് കറങ്ങുന്നത്, ഇതിൻ്റെ ഡയറക്ഷനാന്ന് പറഞ്ഞിട്ട് ഒരു RPM തരും. ഇതിപ്പോൾ ഞാൻ ക്ലോക്ക് വൈസ് എടുത്തു. RPM എത്രയാ? N= ഞാനിവിടെ ഒരു 150 RPM എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ. മിക്ക കേസിലും നമുക്കിത് തരും, ഏതെങ്കിലും ഒരു ലിങ്കിലായിട്ട് ഒരു RPM ഉണ്ട് എന്ന് പറഞ്ഞ് തരും. N=150 RPM എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കാം. ക്ലോക്ക് വൈസ് ആണോ എന്നുള്ളതും കൂടെ അവർ മെൻഷൻ ചെയ്തിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ക്ലോക്ക് വൈസ് ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തോന്ന് ചെയ്യുക, നമുക്ക് ഇവിടുത്തെ RPM അറിയാം. അപ്പം അത് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കൊടുക്കുക. ക്ലോക്ക് വൈസ് ആണ്, ഇവിടെ ഒരു RPM ഉണ്ട്, N= എത്രയാണ്? 150 RPM. എല്ലാം നമുക്ക് ഈ കോൺഫിഗറേഷൻ ഡയഗ്രാം വേണം. ഇത് ആക്ച്വലി നമ്മൾ ചുമ്മാ ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇത് നമ്മൾ ആൻസറിലെടുത്ത് വരയ്ക്കുമ്പോൾ എല്ലാ സംഭവങ്ങളും ഉൾപ്പെടുത്തി വേണം വരയ്ക്കാനായിട്ട്. ഓക്കെ. അപ്പം ആദ്യം നമ്മൾ തുടങ്ങേണ്ടത്, നമുക്ക് മിക്കപ്പോഴും എല്ലാം തന്നിരിക്കും, എല്ലാ സൈഡും തന്നിരിക്കും, ഒരു ആംഗിൾ തന്നിരിക്കും, ഇങ്ങനെയുള്ള തരും, നമുക്ക് ഇത്ര വരയ്ക്കാൻ പറ്റും. എന്നിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ ഈ ഒരു RPM കൂടെ തന്നിരിക്കും. RPM തരും, അല്ലെങ്കിൽ ഡയറക്റ്റ് ഒമേഗ തന്നെ തരും. ഇപ്പം N തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒമേഗ കണ്ടുപിടിച്ചൂടെ? അപ്പം N നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? N=150 RPM എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഓക്കെ. ഇനിയിപ്പോൾ നമുക്ക് ഒമേഗ കണ്ടുപിടിച്ചൂടെ? ഒമേഗ എന്ന് പറയുന്നത് 2πN/60. അപ്പം 2π×150/60 എത്ര വരും? 2π×150/60 ചെയ്യുമ്പോൾ നമുക്ക് 15.707 എന്ന് പറഞ്ഞ് വരും. 15.707 റേഡിയൻ/സെക്കൻഡ്. എന്ന് പറഞ്ഞ് നമുക്ക് ഒമേഗ കിട്ടി. ഓക്കെ. ഈ ഒമേഗ എന്ന് പറയുന്നത് ഏതാണ്? ഈ ലിങ്കാണ്. ഈ ലിങ്കിന്റെ പേരെന്താണ്? AB. അപ്പോൾ ഒമേഗ AB ആണ് എന്തോന്ന് കിട്ടിയിരിക്കുന്നത്? 15.707. അതായത് നമുക്ക് ക്വസ്റ്റ്യൻ വെച്ചിട്ട്, നമുക്ക് ക്വസ്റ്റ്യനിൽ അവർ തന്നിരിക്കുന്ന വെച്ചിട്ട് നമുക്ക് ഒരു സൈഡിലെ ഒമേഗ നമുക്ക് ഓൾറെഡി ഗിവൺ ആണ്, ഏതാണ്ട് ഗിവൺ ആണ്. അപ്പോൾ ഇത് ഇട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് കിട്ടും നമുക്ക്. അപ്പം ഇത് നമുക്ക് കിട്ടി. ഇല്ലെങ്കിൽ ഒരു സൈഡിലെ നമുക്ക് അറിയാം. ഇനി ഇത് വെച്ചിട്ട് വേണം നമ്മളിങ്ങനെ ഒരു റൗണ്ട് അടിച്ച് വരാനായിട്ട്. ഓക്കെ. അപ്പം ഓക്കെ. ഇനിയിപ്പോൾ ഒമേഗ AB അറിയാം. ഇനി ബിയിലെ വെലോസിറ്റി എന്ന് പറയുന്നത്, ബിയിലെ വെലോസിറ്റി എങ്ങനെ എടുക്കും? ബിയിലെ വെലോസിറ്റി എന്ന് പറയുന്നത് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ, ഒരു ലിങ്കിന് പെർപെൻഡിക്കുലർ ആയിരിക്കും വെലോസിറ്റി എന്ന് പറയുന്ന സാധനം. അപ്പം ഞാൻ ഒമേഗ ബിന്ന് എടുക്കാൻ നേരത്തെ ഇതെങ്ങനെ വരും? ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇതാണ് 90 ഡിഗ്രി. അപ്പോൾ ഇത് എത്രയാണെന്ന് അറിയത്തില്ല. നമ്മളപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു മാർക്കിംഗ് കൊടുത്തു. ഡയറക്ഷൻ ക്ലോക്ക് വൈസ് അല്ലേ, അതുകൊണ്ട് താഴോട്ട്. ഇതെന്തോന്നാണ്? BA. ഇതെങ്ങനെ എഴുതിയാന്നറിയാമോ? വെലോസിറ്റി ഓഫ് ബി എന്നല്ലേ വരച്ചത്, വിത്ത് റെസ്പെക്ട് ടു A. അതായത് നമ്മൾ AB എന്ന് പറഞ്ഞ ഒരു സാധനത്തിൻ്റെ വെലോസിറ്റി വരച്ചത്. അപ്പോൾ എവിടെ നിന്നാണോ വരയ്ക്കുന്നത് അത് ആദ്യം എഴുതും, അതിനപ്പുറത്ത് ഇരിക്കുന്നത് രണ്ടാമത് എഴുതുമെന്ന് വിചാരിക്കുക. ഓക്കെ. അപ്പോൾ AB എന്ന് പറഞ്ഞ ലിങ്ക് അത് ഞാൻ B എന്നാണ് വരച്ചത്. അപ്പം ബി വിത്ത് റെസ്പെക്ട് ടു A ഇപ്പുറം ഉണ്ട്, അങ്ങനെ എഴുതി. ഓക്കെ. ഇപ്പോൾ സപ്പോസ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് വരയ്ക്കുവാണെങ്കിലോ, BCയുടെ സംഭവം ഞാൻ ഇവിടെ നിന്ന് വരയ്ക്കുക. അപ്പോൾ എങ്ങനെ വരും? BCയുടെ സംഭവം ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കാൻ നേരത്ത് വെലോസിറ്റി ഓഫ് C വിത്ത് റെസ്പെക്ട് ടു B എന്ന് പറഞ്ഞു വരും, BCB എന്ന് പറഞ്ഞു വരും. ഇപ്പം CDയുടെ ഞാൻ ഇവിടെ വെച്ച് വരയ്ക്കുക. അപ്പം എങ്ങനെ വരും? BCD എന്ന് പറഞ്ഞു വരും. ഇത് BCB എന്ന് പറഞ്ഞു വരും. ഇത് BBA എന്ന് പറഞ്ഞു വരും. ശരി. അപ്പം ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത്, ഓരോ ലിങ്കിൻ്റെയും പെർപെൻഡിക്കുലറായിട്ട് വെച്ച് നമ്മൾ 90 ഡിഗ്രി വെച്ച് വെക്കുക. ഇതിന് 90 ഡിഗ്രി ഇത്. ഓക്കെ. അപ്പം ഞാൻ ചെറിയ ഒരു ഇവിടെ നമ്മൾ കൊടുത്ത പോലെ ഇങ്ങനെ കൊടുക്കുക. ഇത് എത്രയാ വാല്യൂ എന്നുള്ളത് അറിയത്തില്ല നമുക്കിപ്പം. ഒമേഗ AB മാത്രമേ അറിയത്തുള്ളൂ. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ റൗണ്ട് അടിച്ച് വരണം.
ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ഇങ്ങനെയല്ലേ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അതുകൊണ്ട് ഈ ലിങ്കിന് ഇവിടുന്ന് ഇങ്ങനെ മണ്ടക്കോട്ട് വരച്ചു ഞാൻ. ഓക്കെ, ഇത് ബി പറയൂ എങ്ങനെ വരും? സി ബി. മനസ്സിലായോ? നമ്മൾ സി എന്നാണ് ഇത് വരയ്ക്കുന്നത്. ഏത് ലിങ്കാണ്? ഈ ലിങ്കിന്റെ വെലോസിറ്റിയാണ് വരയ്ക്കുന്നത്. ഒരു ലിങ്കിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ആ ലിങ്കിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഒരു ലിങ്കിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ആ ലിങ്കിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ബി സി എന്ന് പറഞ്ഞ ലിങ്കിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഒന്നെങ്കിൽ മണ്ടക്കോട്ട് 90 ഡിഗ്രി അല്ലെങ്കിൽ താഴോട്ട് 90 ഡിഗ്രി. അപ്പോൾ മണ്ടക്കോട്ട് എടുക്കാൻ കാരണം ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അത് വലിയ ഇതുള്ള കാര്യമൊന്നുമല്ല, ചുമ്മാ മണ്ടക്കോട്ട് എടുക്കുക. അപ്പോൾ മണ്ടക്കോട്ട് എടുത്താലും താഴോട്ട് എടുത്താലും ഒരു കുഴപ്പമില്ല, എങ്ങനെ വേണോ എടുക്കാം. അത് നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങോട്ട് എടുത്താലും മണ്ടക്കോട്ട് എടുത്താലും നിങ്ങൾ പെർപെൻഡിക്കുലർ 90 ഡിഗ്രി എടുത്ത് വരച്ചാൽ മാത്രം മതി, അല്ലാതെ വേറെ സീന് വരത്തില്ല. സീന് വരത്തില്ല എന്ന് വെച്ചാൽ ഈ ഒരു കോൺസെപ്റ്റിൽ തന്നെ വരച്ച് പോവുക. ഓക്കെ, ക്ലോക്ക് വൈസ് ഇട്ട് വരയ്ക്കുക, ക്ലോക്ക് വൈസ് ഇട്ട് വരയ്ക്കുക. അപ്പോൾ ഇവിടുന്ന് ഈ ലിങ്കിൻ്റെ ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ മണ്ടക്കോട്ട് പോകും. ഇനിയിപ്പോൾ ഈ ലിങ്കിൻ്റെ ക്ലോക്ക് വൈസ് ആണെങ്കിലോ ഇങ്ങോട്ട് വരും അല്ലേ. അപ്പം ഇതിൻ്റെ നമ്മൾ 90 ഡിഗ്രി എടുക്കുക. ഇതിൻ്റെ 90 ഡിഗ്രി എടുത്തു, ഇതിനെ 90 ഡിഗ്രി എടുത്തു. എങ്ങനെ വരും? ഇങ്ങോട്ട് പോവോ ഇങ്ങോട്ട് പോകുമോ? ക്ലോക്ക് വൈസ് അല്ലേ, അപ്പം ഇങ്ങോട്ടല്ലേ, ഇങ്ങോട്ട് വരച്ചു 90 ഡിഗ്രി. ഇതാണ് എന്തോന്ന് വി. ഇത് ഏതിൻ്റെയാണ്? സി ഡിയുടെ ലിങ്കാണ്. അപ്പം എവിടെ നിന്നാണ് നമ്മൾ വരയ്ക്കുന്നത്? ഡി എന്നാണോ വരച്ചത്, സി എന്നാണോ വരച്ചത്? സി എന്നാണ് വരച്ചത്. അപ്പം സി ആദ്യം എഴുതുക. പിന്നെ മിച്ചം ആര് കിടപ്പുണ്ട്? ഡി കിടപ്പുണ്ട്, അതിനെ രണ്ടാമത് എഴുതുക. ഓക്കെ, ഇത് നമ്മൾ ബി സിയുടെ വരച്ചപ്പോൾ നമ്മൾ സി എന്ന് വരച്ചു, അതുകൊണ്ട് ബി സി എടുത്ത് ആദ്യം എഴുതി. ബി മിച്ചം കടന്നു, ബി കയറ്റി എഴുതി. ഇപ്പോൾ എ ബിയുടെ എടുത്തപ്പോഴോ ബി വെച്ചാണ് വരച്ചത്, അതുകൊണ്ട് ബി ആദ്യം എഴുതി. എ ബിക്കകത്ത് ബി പോയി കഴിഞ്ഞാൽ മിച്ചമുള്ളത് എ, അപ്പോൾ എനെ രണ്ടാമത് എഴുതി. അങ്ങനെ എടുക്കുക. ക്ലോക്ക് വൈസ് ആയതുകൊണ്ടാണ് ഇത് താഴോട്ട് എടുത്തത്. ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ഇത് ഇങ്ങോട്ട് വന്നു. അതുപോലെ തന്നെ ഈ ലിങ്കിൽ നിന്ന് ക്ലോക്ക് വൈസ് നോക്കുമ്പോൾ ഇത് മണ്ടയ്ക്കോട്ട് ഇങ്ങനെ പോകുന്ന പോലെ, അപ്പോൾ മണ്ടയ്ക്കോട്ട്. ഇവിടെ നിന്ന് ക്ലോക്ക് വൈസ് എടുക്കാൻ നേരത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട്. അപ്പോൾ അങ്ങനെയാണ് ഇത് നമ്മൾ വരയ്ക്കുന്നത്. ഈ വരയ്ക്കുന്നതിന് മെഷർമെന്റ് ഇല്ല, പക്ഷെ കറക്റ്റായിട്ട് പെർഫെക്റ്റ് 90 ഡിഗ്രി ആയിരിക്കണം. പെർഫെക്റ്റ് 90 ഡിഗ്രി ആയിരിക്കണം. ഓക്കെ, വിയുടെ ഇക്വേഷൻ അറിയാമോ? വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ ആണ്. വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ. ഒമേഗ ഈസ് ഈക്വൽ ടു 2πn/60. വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ. അപ്പം ഒന്നുകൂടെ പറയാം. ഇപ്പം നമുക്ക് ഒമേഗ, നമുക്ക് ക്വസ്റ്റ്യനിൽ RPM ഉണ്ട്, അത് വെച്ച് നമ്മൾ ഒമേഗ കണ്ടുപിടിച്ചു. ഒമേഗ എന്ന് പറഞ്ഞ് ഈ സൈഡ് എന്ന് പറഞ്ഞ് AB, അതുകൊണ്ട് ഒമേഗ AB നമ്മൾ കണ്ടുപിടിച്ചു. ഇനിയിപ്പം ഈ ഒമേഗ വെച്ചിട്ട് നമ്മൾ വെലോസിറ്റി കണ്ടുപിടിക്കുക. എങ്ങനെയാണ്? വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ. ഇതിനകത്ത് ഒമേഗ നമുക്കറിയാം. ആർ എന്ന് പറയുന്നത് ഇതാണ്. ആർ എന്ന് പറയുന്നത് എത്രയാണ്? 30 mm. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്ന VBA. അപ്പോൾ എഴുതുക. എന്തോന്ന് എഴുതണം? VBA ഇസ് ഈക്വൽ ടു എത്ര വരും? VBA എന്ന് പറയുന്നത് ആർ എന്ന് പറയുന്നത് ഇതാണ് അല്ല ഇത്. അതിനെ BA എന്ന് പറഞ്ഞെടുത്തു. ഇൻറ്റു ഒമേഗ എന്തോന്ന്? ഒമേഗ BA അല്ലെങ്കിൽ ഒമേഗ AB. ഇത് രണ്ടും ഓക്കെയാണ്. AB എന്ന് പറഞ്ഞ ഇവിടെ എടുക്കാം. അപ്പോൾ BA എന്ന് പറയുന്ന സാധനം എന്തോന്നാണ്? 30 mm എടുക്കല്. കാരണം വെലോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ/സെക്കൻഡാണ്. അപ്പോൾ നമ്മൾ അവസാനം പിന്നെ mm/s എന്ന് എഴുതുന്ന അവസ്ഥയായിരിക്കും. അതുകൊണ്ട് 30 എന്നുള്ളതിനെ മീറ്ററിലേക്ക് ആക്കുക. അപ്പോൾ MM-നെ നമ്മൾ മീറ്ററിലേക്ക് ആക്കണമെങ്കിൽ ഡിവൈഡഡ് ബൈ 1000 ചെയ്യണം. ഓക്കെ, അപ്പം 1, 2, 3. അപ്പം 0.03 ഇൻറ്റു ഒമേഗ AB എത്രയാണ്? 15.707. അപ്പോൾ എത്ര വരും? 0.03 ഇൻറ്റു 15.707. 0.03 ഇൻറ്റു 15.707 ചെയ്യുമ്പോൾ 0.471 മീറ്റർ/സെക്കൻഡ് എന്ന് പറഞ്ഞ് വരും. എന്തോന്ന്? VBA 0.471 മീറ്റർ/സെക്കൻഡ് എന്ന് പറഞ്ഞ് കിട്ടി.
ഇതിനകത്ത് എത്ര ലിങ്ക് ഉണ്ട്? 1 2 3 4 4 ലിങ്ക് ഉണ്ട്. ഈ 4 ലിങ്കിൻ്റെ അകത്ത് ഈ ലിങ്കിനെ നമ്മൾ കൂട്ടത്തില്ല. കാരണം എന്താണ്? ഇത് ഫിക്സഡ് ആണ്. ഫിക്സഡിനെ നമ്മൾ കൂട്ടത്തേ ഇല്ല. ഓക്കെ, മിച്ചമുള്ള ലിങ്ക് ഏതൊക്കെയാണ്? ഈ ലിങ്ക് ഉണ്ട്, ഈ ലിങ്ക് ഉണ്ട്, ഈ ലിങ്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ 3 ലിങ്ക് ഉണ്ട്. 3 ലിങ്ക് എന്ന് പറയുമ്പോൾ 3 ഒമേഗ വരും. ഒമേഗ എ ബി, ഒമേഗ ബി സി, ഒമേഗ സി ഡി. ശരിയല്ലേ? അപ്പം അതുപോലെ തന്നെ ഓരോ പോയിന്റിലും ഓരോ വെലോസിറ്റിയുടെ ഇത് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഇതിവിടെ ഈ 2 ജോയിന്റിലായിട്ട് ഒരു വെലോസിറ്റി വരുന്നുണ്ട്, ബി എ എന്ന് പറയുന്നത്. ഈ ലിങ്കിന്റെ വെലോസിറ്റി ഇവിടെ വരുന്നുണ്ട്, ബി സി ബി. ഈ ലിങ്കിന്റെ വെലോസിറ്റി ഇവിടെ വരുന്നുണ്ട്, ബി സി ഡി. ശരിയല്ലേ? ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ 2 അൺനോൺ വെലോസിറ്റി ആണ് ഉള്ളത്. ഇത് നമ്മൾ കണ്ടുപിടിക്കണം. ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന RPM വെച്ചിട്ട് നമ്മൾ ഒരു സൈഡിലെ ഒമേഗ എ ബി നമ്മൾ കണ്ടുപിടിച്ചു. ഒമേഗ എ ബി കണ്ടുപിടിച്ചിട്ട് ഒമേഗ എ ബി ഇക്വേഷനിൽ ഇട്ട് കൊടുത്തപ്പം ബി സിക്കൽ ആർ ഒമേഗ എന്ന് പറഞ്ഞ ഇക്വേഷൻ ഇട്ട് കൊടുത്തപ്പം ഈ ബി എ നമുക്ക് എത്രയാന്ന് പറഞ്ഞ് കിട്ടി. ബി എ ഈക്വൽ ടു ആർ. ആർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ തന്നെ എടുത്തു, 30 mm, അതായത് അതിന് മീറ്ററിലായിട്ട് എടുത്തു. അപ്പം എ ബി ഇൻറ്റു ഒമേഗ എ ബി എന്ന് പറഞ്ഞ് വന്നു. ഒമേഗ എ ബി നമുക്ക് അപ്പോഴേ നമുക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ ഇൻറ്റു ഗുണിച്ചപ്പോഴത്തേക്കും ബി എന്ന് പറയുന്നത് കിട്ടി. 0.47 ആണെന്ന് പറഞ്ഞ് മനസ്സിലായി. ഇനിയിപ്പോൾ വെലോസിറ്റി വെക്ടർ വരയ്ക്കണം. വെലോസിറ്റി വെക്ടർ വരയ്ക്കാൻ വേണ്ടി നമ്മൾ സ്കെയിൽ ചെയ്യണം. സ്കെയിൽ എത്രയാണ്? 1 സെൻറ്റിമീറ്ററിന് എത്രയായിട്ട് എടുക്കാം? ഇവിടെ 0.471 ഡിവൈഡഡ് ബൈ 0.1. കാരണം നമ്മൾ ഈ എടുക്കുന്ന വാല്യൂവിനെ സ്കെയിലുമായിട്ട് ഡിവൈഡ് ചെയ്ത് വേണം എടുക്കാനായിട്ട്. എന്നിട്ട് അവസാനം നമ്മൾ കിട്ടുന്ന വാല്യൂസിനെ നമ്മൾ എന്തോന്നായിട്ട് എടുക്കണം? തിരിച്ച് റീകൺവേർട്ട് ചെയ്ത് എടുക്കണം. അപ്പം 4.71 എടുത്താണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. 0.1 ആണ് ഞാൻ സ്കെയിൽ ചെയ്യുന്നത്. 0.1 എത്രയാണ്? മീറ്റർ പെർ സെക്കൻഡ്. 0.1 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ് ഞാൻ സ്കെയിൽ ചെയ്തു. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് എ ബി സി ഡി ആണുള്ളത്. എ ബി എന്ന് പറയുന്ന ഒരു ലിങ്ക്, ബി സി ലിങ്ക്, സി ഡി എന്ന് പറയുന്ന ലിങ്ക്, എ ഡി എന്ന് പറയുന്ന ലിങ്ക്. അതിൻ്റെ അകത്ത് ഫിക്സഡ് ആയിട്ടുള്ളതിനെ നമ്മളൊരു ഡോട്ട് ഇട്ട് അതിനെ ഒറ്റയടിക്ക് എഴുതണം. സ്മോൾ ലെറ്റർ ആയിരിക്കും നമ്മൾ കൊടുത്ത് എഴുതേണ്ടത്. ഓക്കെ, ഞാൻ ഇവിടെ പച്ച യൂസ് ചെയ്യുവാണ്. ജസ്റ്റ് ഒരു പോയിന്റ് എടുത്തു. വെലോസിറ്റി വെക്ടറാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. ഒരു പോയിന്റ് എടുത്തു. എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ എ, ഡി. എന്തുകൊണ്ടാണ്? എയും ഡിയും അല്ലേ ഫിക്സഡ്, അതുകൊണ്ട് എ, ഡി എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തു. ഓക്കെ, ഇനിയിപ്പം നമ്മൾ ഈ ഒരു സംഭവം ഏതാ? റോളർ സ്കെയിൽ എടുത്തിട്ട് ബീൻ്റെ ഇത് കൊണ്ടുവന്ന് കറക്റ്റ് പൊസിഷൻ പിടിച്ചിട്ട് ഇത് സത്യം പറഞ്ഞാൽ ഒരു പേജിൽ തന്നെ ആയിരിക്കണം. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നപ്പോഴത്തേക്ക് 2 പേജായിരിക്കും. ഇനി കുറച്ചുകൂടി നീളമുള്ളൊക്കെ ആയിരിക്കും. എന്നിട്ട് നമ്മളിതിനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഓക്കെ, ഇതിങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. നമുക്ക് അറിയാവുന്ന ഏതാണ്? ഇതാണ് അറിയാവുന്നത്. ഇത് 2 അറിയത്തില്ല. ഇതിൻ്റെ അകത്ത് മൊത്തം 3 ലിങ്കേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. എ ഡി ഫിക്സഡ് ആണ്, അതുകൊണ്ടാണ് ഇപ്പറേ നമ്മളൊന്നും കയറ്റി വരയ്ക്കാതിരുന്നത്. ഓക്കെ, അപ്പം ഈ 3 നമ്മൾ കൺസിഡർ ചെയ്തതിൻ്റെ അകത്ത് 3 വെലോസിറ്റിയും വന്നു. അപ്പോൾ 3 വെലോസിറ്റി നമ്മളിപ്പോൾ വരയ്ക്കണം. അതാണ് വെലോസിറ്റി വെക്ടറാണ് നമ്മളിപ്പോൾ വരയ്ക്കുന്നത്. അപ്പം ഈ വെലോസിറ്റി മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. അതെങ്ങനെ അറിയാം? നമ്മൾ ഈ ഒമേഗ വെച്ച് കണ്ടുപിടിച്ചു. അപ്പം ഈ ഒരു വെലോസിറ്റി മാത്രം അറിയാം. അപ്പോൾ അതിന് നമ്മൾ സ്കെയിൽ ചെയ്ത് വരയ്ക്കാൻ പോവാം. അപ്പോൾ 0.471 ഡിവൈഡഡ് ബൈ 0.1 ചെയ്യുമ്പോൾ 4.71 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പം ഇവിടെ നിന്ന് ഞാൻ 4.71 എടുത്ത് എന്തോന്ന് മണ്ടക്കോട്ടാണോ താഴോട്ടാണോ വരയ്ക്കേണ്ടത്? താഴോട്ട്. അപ്പോഴേ ഞാൻ പറഞ്ഞപ്പം ഇത് ക്ലോക്ക് വൈസ് നോക്കി തന്നെ നിങ്ങൾ വരയ്ക്കണം. ഓക്കെ, എന്നാലേ ഇത് നിങ്ങൾക്ക് താഴോട്ട് വരയ്ക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ക്ലോക്ക് വൈസ് ആയിട്ട് താഴോട്ടല്ലേ ഡൗൺ ആരോ ഇല്ലേ? ഇപ്പോൾ താഴോട്ട് വരയ്ക്കുക. എന്നിട്ട് 4.71 എടുക്കുക. എടുത്തു. ഇതാണ് പോയിന്റ്. നമ്മളിപ്പോൾ വരച്ച എന്തോന്നാണ്? ബി എ. ഇതിൻ്റെ അകത്ത് ബി ഉണ്ടോ എ ഉണ്ടോ നോക്കണം. എ ഉണ്ട്. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് എന്തോന്ന് വരച്ചു. എന്നിട്ട് ഈ കിട്ടിയതാണ് എന്തോന്ന്? ബി. ഈ കിട്ടിയതാണ് എന്തോന്ന്? ബി. ഇനി അതുപോലെ തന്നെ
അതുപോലെ തന്നെ വി സി ബി അടുത്തത് എടുക്കുക. വി സി ബി, വി സി ബിയുടെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. ഓക്കെ, അതിൻ്റെ അകത്ത് സി ബി, സിയും ഉണ്ട് ബിയും ഉണ്ട്. നമുക്ക് ഇതിനകത്ത് സി ഉണ്ടോ? ഇതിനകത്ത് ബി ഉണ്ടോ? ഇല്ല. സി ഉണ്ടോ? ബി ഉണ്ടോ? ബി ഉണ്ട്. അപ്പം ഇവിടെ നിന്നാണ് വരയ്ക്കേണ്ടത്. ലൈൻ ഓഫ് ആക്ഷൻ കൊടുക്കും. ഓക്കെ, മണ്ടക്കോട്ടാണ്. ഇപ്പം ഇതിൻ്റെ അകത്ത് എവിടെയോ എന്തോന്നുണ്ട്? സി ഉണ്ട്. സി ഇവിടെയും ഇല്ല, ഇവിടെയും ഇല്ല. അപ്പം ഇതിൻ്റെ അകത്ത് എവിടെയോ സി ഉണ്ട്. ഇനിയിപ്പോൾ അടുത്തൊന്നാണ് മിച്ചമുള്ള ലാസ്റ്റുള്ള ഇത്. അപ്പം ഇതിനെ ഞാനിങ്ങോട്ട് അപ്പം ഇതൊന്നാണ് സി ഡി. സി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് സി ഉണ്ടോ? ഡി ഉണ്ടോ? ഇല്ല. സി ഉണ്ടോ? ഡി ഉണ്ടോ? ഡി ഉണ്ട്. ഇതിനകത്ത് ലൈൻ ഓഫ് ആക്ഷൻ ഈ കൊടുക്കുന്ന ഈ പോയിന്റ് ആണ് എന്തോന്ന്? ഈ രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് എന്തോന്ന്? ഈ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് സി. ഓക്കെ, അപ്പം വെലോസിറ്റി വെക്റ്റർ നമുക്ക് കിട്ടി. അപ്പോൾ ഇത് കൂട്ടി വരയ്ക്കുക, ഇതും കൂട്ടി വരയ്ക്കുക. ഓക്കെ, ഇനി വേറൊരു കാര്യം പറയാം. ഇതിപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് കുറച്ച് ലെങ്ത് ആയിട്ടും പോകും, കുറച്ച് ഇതായിട്ടും ഇരിക്കും. പക്ഷേ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫുള്ള് നോക്കി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, മനസ്സിലാവും. അതിന് സെക്കൻഡ് കണക്കും മുതൽ ആ ടെക്നിക്കൊക്കെ കത്തും. ഓക്കെ, ഇപ്പം ഞാനിതിനെ എന്തോന്നായിട്ട് എടുത്തു? ഇതെന്തോന്നായിരുന്നു? നമ്മൾ ആദ്യം അളന്നല്ലേ വരച്ചത്? വി ബി എ. ഓക്കെ, ബി എ. അപ്പം എ ടു ബി. ഓക്കെ, ഇപ്പം വി ബി എന്ന് പറഞ്ഞ് എഴുതുവാണെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ എ ടു ബി ആയിരിക്കും. വി എ ബി എന്ന് പറഞ്ഞ് എഴുതുവാണെങ്കിൽ കാണാമോ? വി എ ബി എന്ന് പറഞ്ഞ് എഴുതുവാണെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ വി ടു എ ആയിരിക്കും. ഇപ്പം ഞാനിവിടെ വി ബി എ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ എ ടു ബി, അപ്പോൾ താഴോട്ട്. ഇനി അടുത്തതിന് ഞാൻ എന്തോന്നു? ബി സി ബി എന്നല്ലേ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ വി സി ബി, അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ ബി ടു സി. ഓക്കെ, ഇനി അടുത്തത് ബി സി ഡി, അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ ഡി ടു സി, അപ്പോൾ ഇങ്ങോട്ട്. ഓക്കെ, ഇനിയിപ്പം ഇത് നമുക്കറിയാം എത്രയാണ്? 0.471 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി ഇത് നമ്മൾ അളക്കണം, സ്കെയിലും കൊണ്ട് അളക്കണം. സ്കെയിലും കൊണ്ട് അളക്കാൻ നേരത്തെ എനിക്ക് 2.3 ആണ് വരുന്നത്. അപ്പം 2.3 എന്ന് പറയുന്നത് സെന്റിമീറ്റർ ആണ്. തിരിച്ച് നമ്മൾ എന്തോന്നാക്കണം? സ്കെയിലുമായിട്ട് ഗുണിക്കണ്ടേ? ഇൻറ്റു 0.1 ചെയ്യുക. അപ്പം എത്ര കിട്ടും? 0.23 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇതാണ് അതിൻ്റെ വാല്യൂ. ഇത് ചെയ്യാൻ നിങ്ങൾ മറന്നേക്കരുത്. ഈ ഒരു സംഭവം ചെയ്യാൻ മറന്നേക്കരുത്. സ്കെയിലുമായിട്ട് തിരിച്ച് ഗുണിക്കണം, നമ്മൾ 5th മോഡലിൽ ചെയ്ത പോലെ തന്നെ. ഇനിയിപ്പം ഇതെത്രയാണ് എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ 3.5 സെന്റിമീറ്റർ ആണ് കിട്ടിയത്. അപ്പം ഞാൻ അതിനെ എന്തോന്നെടുത്തു? ഇസിക്കൽ ടു 3.5 സെന്റിമീറ്റർ ആണ് ഇൻറ്റു 0.1 ചെയ്തു. അപ്പോൾ എനിക്ക് 0.35 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ എനിക്ക് എന്തൊക്കെ കിട്ടി? വി സി ഡിയും കിട്ടി, വി സി ബിയും കിട്ടി. ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ ഒമേഗ കണ്ടുപിടിക്കാം. നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്തുവാണ്? വി ഇസിക്കൽ ടു ആർ ഒമേഗ. ശരി, അവരെന്താണ് ചോദിച്ചിരിക്കുന്നത്? സി ഡിയുടെ. അപ്പോൾ സി ഡി എന്ന് ഇവിടെ ഇട്ട് കൊടുക്കുക, റേഡിയസ് സി ഡി എന്ന് ഇട്ട് കൊടുക്കുക, വിയും സി ഡി എന്ന് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഒമേഗ എന്ന് പറയുന്നത് സി ഡി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം സി ഡി എന്ന് പറയുന്നതിൻ്റെ മെഷർമെൻറ്റ് നമുക്കറിയാം 40 mm. അപ്പം അതിനെ നമ്മൾ ഏതാക്കുമ്പം മീറ്റർ ആക്കുമ്പോഴത്തേക്കും 0.04 ഇൻറ്റു ഒമേഗ സി ഡി എന്ന് വരും. ഇനി വി സി ഡി എത്രയാണെന്ന് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. എത്രയാ? 0.35. ഇനിയിപ്പോൾ ഈ 0.04 ഇപ്പറ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒമേഗ സി ഡി ഇസ് ഈക്വൽ ടു 0.35 ഡിവൈഡഡ് ബൈ 0.04 എത്ര വരും? 0.35 ഡിവൈഡഡ് ബൈ 0.04 8.75 റേഡിയൻ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ് കിട്ടും. എന്തോന്ന്? ഒമേഗ സി ഡി. ഓക്കെ,
ഇനി സപ്പോസ് ചോദ്യത്തിൽ നമുക്കിപ്പോൾ ബി സിയുടെ ഒമേഗ ചോദിച്ചിട്ടുണ്ടെങ്കിലോ, സപ്പോസ് ഇപ്പൊ ബി സിയുടെ ഒമേഗ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെ എഴുതണം? ബി ബി സി ഇസ് ഈക്വൽ ടു ആർ ബി സി ഇസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു ഒമേഗ ബി സി. ശരി. അപ്പൊ അതിൻ്റെ ആർ ബി സി അറിയാം എത്രയാണ്? ഈ റേഡിയസ് ബി സി 50 mm. 50 mm നമ്മൾ എന്തായിട്ട് എടുക്കും? 0.05 ആയിട്ട് എടുക്കും. ഒമേഗ ബി സി നമുക്ക് അറിയത്തില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഒമേഗ ബി സി ആയിട്ട് എടുത്തു. ബി ബി സി എത്രയാണ്? ബി ബി സി എന്ന് പറയുമ്പോൾ ബി സി ബി 0.23 മീറ്റർ പെർ സെക്കൻഡ്. 0.23. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഒമേഗ ബി സി കിട്ടത്തില്ലേ? അത്രേ ഉള്ളൂ സംഭവം. അത്രേ ഉള്ളൂ ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് 4 ബാർ മെക്കാനിസം. ഇനിയിപ്പം സെക്കൻഡ് ഇത്, അതായത് ഗ്രാഫിക്കൽ മെത്തേഡ്, സ്ലൈഡർ ക്രാങ്ക് ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് വെലോസിറ്റിയും ഒമേഗയും കണ്ടുപിടിക്കുന്നത്. ഓക്കെ. അപ്പം ഇതിപ്പം ഇതാണ് ഒരു സ്ലൈഡർ ക്രാങ്ക്. അപ്പം ഇതെന്ന് പറയുന്നത് എന്താണ്? ക്രാങ്ക്, ഇത് കണക്റ്റിംഗ് റോഡ്, ഇത് പിസ്റ്റൺ. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് ഇതിപ്പോൾ ഞാൻ റഫായിട്ടൊന്ന് പറയാം. അപ്പം ഇവിടെ ആയിരിക്കും മിക്ക കേസിലും നമുക്ക് ഇത്ര RPM എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. ഒരു 200 RPM എന്ന് പറഞ്ഞ് ഞാൻ എടുക്കുക. മിക്ക കേസിൽ ഇവിടെ ഇങ്ങനെ തരും, ക്ലോക്ക് വൈസ് ആണെന്ന് പറഞ്ഞിട്ട് എല്ലാം തരും. ഇത്ര RPM-ത്തിലാണ് ക്രാങ്ക് കറങ്ങുന്നത്, കണക്റ്റിംഗ് റോഡിങ്ങിലുണ്ട്. അപ്പം ഇന്നതിൻ്റെ ഇതെടുക്കുക, ഇന്ന വെലോസിറ്റി കണ്ടുപിടിക്കുക, ഇന്ന ഒമേഗ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ട് പറയും. ഓക്കെ, ശരി. ഇതിപ്പം എത്ര ലിങ്ക് ഉണ്ട് ഇതിൻ്റെ അകത്ത്? ഫിക്സഡ് ആയിട്ടുള്ള O എന്ന് പറഞ്ഞൊരു ലിങ്ക് ഉണ്ട്, OA എന്ന് പറയുന്നൊരു ലിങ്ക് ഉണ്ട്, AB എന്ന് പറയുന്നൊരു ലിങ്ക് ഉണ്ട്, പിന്നെ ഇവിടെ OB എന്ന് പറയുന്നൊരു ലിങ്കും ഉണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞായിരുന്നല്ലോ, അതായത് ഞാനിവിടെ പറഞ്ഞായിരുന്നല്ലോ, ഇവിടെ 4 ബാർ ഉള്ളതുപോലെ തന്നെ ഇവിടെ 1, 2, 3 അതുപോലെ തന്നെ ഇവിടെ ഇതിനെയും നമ്മളൊരു ലിങ്കായിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇവിടെ അപ്പോൾ അത്രയും ലിങ്ക് ഉണ്ട്. പക്ഷെ അതിൻ്റെ അകത്ത് ഒന്ന് ഇതൊരു ലിങ്ക്, ഓക്കെ, ഇതൊരു ലിങ്ക്, പിന്നെ ഇതൊരു ലിങ്ക്, ഇതൊരു ലിങ്ക്, അങ്ങനെ എടുക്കുക. പിന്നെ ഇതിൻ്റെ അകത്ത് ഈ ലിങ്കിനെ കൺസിഡർ ചെയ്യത്തില്ല. കാരണം എന്താണ്? അത് ഫിക്സഡ് ആണ്. അപ്പം 3 ലിങ്ക് ഉണ്ട്. 3 ലിങ്ക് ഉണ്ടെന്ന് പറയുമ്പോൾ 3 ഒമേഗ ഉണ്ട്. എന്തൊക്കെയാണ്? ഒമേഗ OA ഉണ്ട് അല്ലേ? ഒമേഗ OA ഉണ്ട്, പിന്നെ ഒമേഗ AB ഉണ്ട്, പിന്നെ ഒമേഗ OB ഉണ്ട്. ഇനിയിപ്പോൾ 3 ഒമേഗ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ 3 അതിന് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള വെലോസിറ്റിയും കാണത്തില്ലേ? അപ്പോൾ വെലോസിറ്റി എഴുതുവാണെങ്കിൽ OAന്ന് വരുന്നത് പെർപെൻഡിക്കുലർ ആയിട്ട്, OA എന്ന് പറഞ്ഞ ലിങ്കിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കുമല്ലോ ആ ലിങ്കിന്റെ വെലോസിറ്റി ആയിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങോട്ടോ ആയിരിക്കാം. ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ഇത് പുറത്തേക്ക് വരും. ഓക്കെ, ഇത് പുറത്തേക്ക് വരും. അതിന് എന്തോന്നാണ് പേര് കൊടുക്കുന്നത്? ഇവിടെ നിന്ന് ഇപ്പം സപ്പോസ് പുറത്തേക്ക് വരുവാണെങ്കിൽ ഇതിനെ BAE എന്നല്ലേ? AE എന്ന് വന്നു വിത്ത് റെസ്പെക്ട് ടു O, അപ്പോൾ AO എന്ന് പറഞ്ഞ് എഴുതും. അതുപോലെ തന്നെ ABക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് കൊടുക്കുവാണെങ്കിൽ ഇവിടെ വരും. ഇതിനെന്തോന്ന് കൊടുക്കും? ക്ലോക്ക് വൈസ് അല്ലേ? അപ്പം മണ്ടയ്ക്ക് തൊട്ട്. അപ്പോൾ എത്ര വരും? VA എന്നല്ലേ? അപ്പോൾ A, മിച്ചമുള്ളത് B. ഓക്കെ, VAB എന്ന് പറഞ്ഞ് വരും. ഇനിയിപ്പം 1 ലിങ്ക് കഴിഞ്ഞു, 2 ലിങ്ക് കഴിഞ്ഞു, ഇത് ഫിക്സഡ്, അതുകൊണ്ട് ഇത് നോക്കണ്ട. അപ്പോൾ ഇപ്പുറത്ത് തന്നെ ഈ ഒരു ലിങ്കില്ലേ? അപ്പോൾ ഇതിന് ഒരു വെലോസിറ്റി ഉണ്ട്. ഇത് എങ്ങനെ വരുമെന്ന് വെച്ചാൽ ഇതിന് തന്നെ ഇതിൻ്റെ പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പം ഇതല്ലേ? അപ്പം ഈ ഡയറക്ഷനിൽ തന്നെ എന്തുണ്ട്? ഒരു വെലോസിറ്റി ഉണ്ട്. ഓക്കെ, ഈ ഡയറക്ഷനിൽ തന്നെ ഒരു വെലോസിറ്റി ഉണ്ട്. ഇങ്ങോട്ടല്ല, അങ്ങോട്ട് തന്നെ, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടായിട്ട് തന്നെ വരും വെലോസിറ്റി. ഓക്കെ, അതിന് എന്തോന്ന് പേര് കൊടുക്കുവാണെങ്കിൽ വെലോസിറ്റി ഓഫ് B വിത്ത് റെസ്പെക്ട് ടു O എന്ന് പറഞ്ഞ് കൊടുക്കാം. അങ്ങനെയാണ് വരുന്നത്. ശരി. ഇനിയിപ്പം സ്ലൈഡർ ക്രാങ്കിന്റെ സംഭവം ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ നമുക്ക് ചോദ്യം എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ, ചോദ്യം ഇതേപോലെ ഒരു സ്ലൈഡർ ക്രാങ്ക് തന്നിരിക്കും. ഇതേപോലെ ഒരു സ്ലൈഡർ ക്രാങ്ക് തരിക, എന്നിട്ട് പറയാം പിസ്റ്റൺ ഇങ്ങനെ തരിക, എന്നിട്ട് ക്രാങ്ക് ഒരു 200 RPM ക്ലോക്ക് വൈസ് കറങ്ങുകയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് O ആണെങ്കിൽ ഇത് O ആണ്, പിന്നെ ഇത് A, ഇത് B. ഓക്കെ, ഇനിയിപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു 40 mm, അല്ലെ ഇതെന്ന് പറയുന്നത് എന്തോന്നോ ഒരു 50 mm. മിക്കപ്പോഴും ഇത് തരത്തില്ല. ഓക്കെ, പക്ഷേ വേറൊരു കാര്യം കൂടെ പറയണം. ഈ കേസിൽ, സ്ലൈഡർ ക്രാങ്കിന്റെ കേസിൽ ഈ ക്വസ്റ്റ്യന്റെ ഭാഷ എങ്ങനെയാന്ന് വെച്ചാൽ ഇന്നർ ഡെഡ് സെന്ററിൽ നിന്ന് ഇത്ര ഡിഗ്രി എന്ന് പറയും. ഇപ്പൊ ഇതൊരു ക്രാങ്ക് ആണെങ്കിൽ ഞാൻ പറയാവേ, അതായത് ഇതിപ്പോ ഒരു സ്ലൈഡർ ക്രാങ്ക് അല്ലേ? ഇതിപ്പോ ഒരു സ്ലൈഡർ ക്രാങ്ക്. അപ്പൊ ഇതൊരു ക്രാങ്ക് അല്ലേ? ഇത് റൊട്ടേറ്റ് ചെയ്യുന്നല്ലേ പറഞ്ഞത്? ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണല്ലോ ഈ സാധനം ഇങ്ങനെ നീങ്ങുന്നത്. ഞാൻ അപ്പോഴേ പറഞ്ഞായിരുന്നല്ലോ, റബ്ബർ ഇങ്ങനെ വെച്ചിട്ട് ഇത് കണക്റ്റിംഗ് റോഡ് ഇതിങ്ങനെ ഇരിക്കും. എന്നിട്ട് ഞാൻ ഈ സാധനത്തിന് ഇങ്ങനെ ഇത് ചെയ്യുന്നതോറും ഇതിങ്ങനെ നീങ്ങുമെന്നല്ലേ ഞാൻ പറഞ്ഞത്.
ഓക്കെ. അപ്പോൾ ഈ ക്രാങ്ക് എന്ന് പറയുന്ന സാധനം ഇവിടെ റൊട്ടേറ്റ് ചെയ്യുമല്ലേ, ഇവിടെ റൊട്ടേറ്റ് ചെയ്യില്ല. അപ്പോൾ ഇതിപ്പോൾ റൊട്ടേറ്റിംഗ് ആണ്, ഈ ഒരു സാധനമാണ് ക്രാങ്ക്, ഇതിപ്പോൾ റൊട്ടേറ്റിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇന്നർ ഡെഡ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഇന്നർ ഡെഡ് സെൻറ്റർ. ഇതിൻ്റെ ഔട്ടർ ഡെഡ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഔട്ടർ ഡെഡ് സെൻറ്റർ. ഓക്കെ. അപ്പം ഇന്നർ ഡെഡ് സെൻറ്ററിൽ നിന്ന് ഉണ്ടാക്കുന്ന ആംഗിൾ 45 ഡിഗ്രി എന്നായിരിക്കും പറയുന്നത്. അപ്പം ഈ ആംഗിളാണ് 45 ഡിഗ്രി. ഓക്കെ. സപ്പോസ് ഇതിപ്പം ഇങ്ങനെയാണെങ്കിലോ, ഇങ്ങനെയായിരുന്നെങ്കിൽ ഇന്നർ ഡെഡ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഏതാണ്, ഔട്ടർ ഡെഡ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഏതാണ്, ഇതാണ് ഇന്നർ ഡെഡ് സെൻറ്റർ, അകത്തേക്ക് നോക്കിയിരിക്കുന്നത്. ഇത് ഔട്ടർ ഡെഡ് സെൻറ്റർ. ഓക്കെ. ഈ കേസിലാണെങ്കിൽ അകത്തേക്ക് നോക്കുക, അങ്ങനെ വേണം എടുക്കാനായിട്ട്. കാരണം അതങ്ങനെ ചോദ്യത്തിൽ അങ്ങനെ പറയത്തുള്ളൂ. അപ്പോൾ ആംഗിൾ ഏതാണെന്ന് പറഞ്ഞ് കൺഫ്യൂഷൻ എടുക്കില്ല. ഇന്നർ ഡെഡ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ അകത്തുനിന്ന് എടുക്കുന്ന പോലെ ആയിരിക്കും. ശരി. അപ്പോൾ ഇത് പറഞ്ഞിരിക്കും ഇന്നർ ഡെഡ് സെൻറ്ററിൽ നിന്ന് ഒരു 60 ഡിഗ്രിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് 40 mm, 40 mm എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് എത്രയാണെന്ന് പറഞ്ഞ് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് വരയ്ക്കേണ്ടത്? ആദ്യം ഏതാണെങ്കിലും ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ ആണെങ്കിലും ഗ്രാഫിക്കൽ മെത്തേഡാണ് എന്താണെങ്കിലും നമ്മൾ ആദ്യം റഫ് സ്കെച്ചായിട്ട് നമ്മൾ പറഞ്ഞാൽ ചുമ്മാ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് വരച്ചു വെച്ചിരിക്കും. കോൺഫിഗറേഷൻ ഡയഗ്രാം എന്ന് പറഞ്ഞ് എഴുതുക. സ്കെയിൽ എടുക്കുക. സ്കെയിൽ എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ എത്രയായിട്ട് എടുക്കാം? 10 mm. അതായത് 1 സെൻറ്റിമീറ്റർ സ്കെയിൽ 1 സെൻറ്റിമീറ്റർ എന്ന് തന്നെ. ഇപ്പോൾ MM തന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ 10 mm എന്ന് പറഞ്ഞതിനെ എടുത്തു. അപ്പോൾ ഈ വാല്യൂവിനെ ഞാൻ എടുത്ത് 10 ഈ സ്കെയിൽ എടുത്ത വാല്യൂ ആയിട്ട് ഡിവൈഡ് ചെയ്ത് വേണം ഓരോന്നും വരയ്ക്കാനായിട്ട്. അതാണ് അതിൻ്റെ രീതി. അപ്പോൾ 50 / 10 എന്ന് പറയുമ്പോൾ 5 സെൻറ്റിമീറ്റർ അങ്ങനെ പറഞ്ഞ് വരും. ശരി. എനിവേ നമ്മളൊരു ഹോറിസോണ്ടൽ ലൈൻ വെറുതെ ഒരു ചെറിയ ലൈൻ ഓഫ് ആക്ഷൻ പോലെ ഇങ്ങനെ വരച്ചിടുന്നു. ഓക്കെ. എന്നിട്ട് ഏതെങ്കിലും ഒരു പോയിന്റ്, ഈ പോയിന്റ് ഇവിടെ നിന്ന് എടുത്തു, ഈ പോയിന്റ് എടുത്തു, ഇതിന് ഞാൻ O എന്ന് പറഞ്ഞ് പേര് കൊടുത്തു. എന്നിട്ട് Oയിൽ നിന്ന് ഞാൻ എത്ര ഡിഗ്രി? 60 ഡിഗ്രി. 60 ഡിഗ്രിയല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. 60 ഡിഗ്രിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 60 ഡിഗ്രി എടുത്തു. 60 ഡിഗ്രി എടുത്ത് വെച്ചു. ഇനിയിപ്പോൾ 60 ഡിഗ്രി. ഇനിയിപ്പോൾ അടുത്തത് 40 mm. 40 / 10 4 സെൻറ്റിമീറ്റർ എടുത്ത് വരയ്ക്കണം. എടുത്ത് വരച്ചു. ഓക്കെ. 4 സെൻറ്റിമീറ്റർ എടുത്ത് വരച്ചു. ഇനിയിപ്പം അടുത്ത എന്തോന്നാണ്? ഇത് 50 mm എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 50 mm എന്ന് പറയുമ്പോൾ 50 mm / സ്കെയിൽ എത്രയാണോ അത്രയും. അപ്പോഴത്തേക്ക് അത് ചെയ്യാൻ നേരത്ത് 5 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. അപ്പം 5 സെൻറ്റിമീറ്ററിനെ കോമ്പസിലെടുത്തു, ഇവിടെ കൊണ്ടുവന്ന് വെച്ചു, ഇത് വരച്ചു. ഈ കിട്ടുന്നതാണ് എന്ത്? ഒരു മിനിറ്റ്. ഇത് O, ഇത് A, പിന്നെ ഈ കിട്ടിയ പോയിന്റാണ് ഇത് P. ഓക്കെ. ഇത് O. ഇതിൻ്റെ ഇന്നർ ഡെഡ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാന്ന് പറഞ്ഞിരുന്നു? 60 ഡിഗ്രിയാന്ന് പറഞ്ഞിരുന്നു. ഇവിടെ ഒരെണ്ണം തന്നിട്ടുണ്ട്. എത്രയാണ്? N = 200 RPM. ക്ലോക്ക് വൈസ് ആണെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഓക്കെ. ക്ലോക്ക് വൈസ് ആണെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നില്ലെങ്കിൽ നമ്മൾ അസ്യൂംഡ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞ് എഴുതിക്കോണം. ഓക്കെ. ശരി. ഇത് A എടുത്തു, ഇത് B എടുത്തു. Aൻ്റെ ദൂരം എത്രയാണ്? ഇത് നമ്മൾ 40 mm എഴുതി വയ്ക്കുക. അതുപോലെ ഇത് എത്ര mm ആണ്? ഇത് 50 mm എഴുതി വയ്ക്കുക. ഇനിയിപ്പോൾ അടുത്തത് ഇതൊരു സ്ലൈഡർ ക്രാങ്ക് അല്ലേ, അപ്പം ഇവിടെ ഒരു പിസ്റ്റൺ വരയ്ക്കണം. കറക്റ്റായിട്ട് ഇങ്ങനെ ഒരു ബോക്സ് പോലെ തന്നെ വരയ്ക്കുക. ഓക്കെ. ഇങ്ങനെ വരച്ചു. എന്നിട്ട് ഫിക്സഡ് എന്നുള്ള സംഭവം കാണിച്ചു. ഓക്കെ. ഇത് താഴെ O ആയിട്ട് വരും. ഇതും ഇതുപോലെ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ ഫിക്സഡ് എന്നുള്ള രീതിയിൽ കാണിക്കുക. ഇതിൻ്റെ ഇത് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ബാക്കി ഇത്രയും വെച്ച് നമുക്ക് ഇത്രയും വരയ്ക്കാൻ പറ്റും. ഓക്കെ. അങ്ങനെ കോൺഫിഗറേഷൻ ഡയഗ്രാം നമ്മൾ വരച്ച് കഴിഞ്ഞു. ഇത് വല്ലാത്ത സ്ലൈഡർ ക്രാങ്ക് ആയിപ്പോയി അല്ലേ? ശരി. ഇനിയിപ്പം എന്താണ്? നമുക്കിപ്പം ഇതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ നമുക്ക് AB എന്ന് പറഞ്ഞത് ചോദിക്കത്തില്ല. നിങ്ങൾ കണക്റ്റിംഗ് റോഡിൻ്റെ ഒമേഗ കണ്ടുപിടിക്കുക, ആംഗുലർ വെലോസിറ്റി കണ്ടുപിടിക്കുന്ന പറഞ്ഞ് ചോദിക്കും. എന്തുകൊണ്ടാണ്? ഫൈൻഡ് ആംഗുലാർ വെലോസിറ്റി. അങ്ങനെ പറഞ്ഞാൽ എന്തോന്നാണ്? ഒമേഗ വെലോസിറ്റി ഓഫ് കണക്റ്റിംഗ് റോഡ് എന്നുള്ള രീതിയിൽ ചോദിക്കും. കണക്റ്റിംഗ് റോഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കണം. ഇത് സ്ലൈഡർ ആണെങ്കിൽ സ്ലൈഡറുമായിട്ട് ഇരിക്കുന്നതാണ് കണക്റ്റിംഗ് റോഡ്. അതിൻ്റെ ഇപ്പുറം റൊട്ടേഷൻ അടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് എന്തോന്ന്? ക്രാങ്ക്. അത് ഞാൻ ആദ്യമേ പറഞ്ഞു. പിന്നെ ലീനിയർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? B വെലോസിറ്റിയാണ്. ആംഗുലർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ലിങ്കിൻ്റെ ആയിരിക്കും. അതാണ് കണക്റ്റിംഗ് റോഡ് എന്ന് പറഞ്ഞാൽ AB എന്ന് പറഞ്ഞാൽ
ലിങ്കിൻ്റെയാണ് ഒമേഗ ചോദിച്ചിരിക്കുന്നത്. ഒമേഗ എ ബി ആണ് ചോദിച്ചിരിക്കുന്നത്, അത് മനസ്സിലാക്കുക. ഇപ്പം ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് പിസ്റ്റൺ എന്ന് പറഞ്ഞ് ചോദിക്കുവാണെങ്കിൽ ഇതിനകത്ത് പിസ്റ്റൺ ഏതാണ്? വെലോസിറ്റി ഓഫ് പിസ്റ്റൺ എന്ന് പറഞ്ഞ് ചോദിക്കുവാണെങ്കിൽ പിസ്റ്റൺ ഏതാണ്? പിസ്റ്റൺ എന്ന് പറയുന്നത് ഇതാണ്. ഇത് കണക്റ്റിംഗ് റോഡ്, ഇത് ക്രാങ്ക്, ഇത് പിസ്റ്റൺ. പിസ്റ്റണിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ബീന്റെ വെലോസിറ്റി ആണ് അവർ ചോദിച്ചിരിക്കുന്നത്, ബീന്റെ വെലോസിറ്റി. ഓക്കെ, അപ്പം വി ബി ആണ് ചോദിച്ചിരിക്കുന്നത്, വി ബി ആണ് ചോദ്യം. അതുപോലെ ആദ്യത്തെ ചോദ്യം ആംഗുലർ വെലോസിറ്റി ഓഫ് കണക്റ്റിംഗ് റോഡ്. ആംഗുലർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒമേഗ, കണക്റ്റിംഗ് റോഡ് എന്ന് പറഞ്ഞാൽ എ ബി, ഒമേഗ എ ബി ആണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ വേണം മനസ്സിലാക്കാനായിട്ട്. സിമ്പിളാണ്, 2-3 കണക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് തന്നെ കത്തിക്കോളും. സ്ലൈഡർ ക്രാങ്ക് എന്ന് പറഞ്ഞാൽ ഇത് ക്രാങ്ക്, റൊട്ടേഷൻ അടിക്കുന്ന സംഭവം ക്രാങ്ക്. അത് മുട്ടിയിരിക്കുന്നത് പിസ്റ്റണുമായിട്ട് മുട്ടിയിരിക്കുന്നതാണ് കണക്റ്റിംഗ് റോഡ്, കണക്ട് ചെയ്യുന്ന റോഡ്. പിന്നെ ഇത് വന്നിട്ട് എന്തോന്ന്, ഇതാണ് പിസ്റ്റൺ, ഇതാണ് ഇങ്ങനെ പോകുന്ന സാധനം. ശരി, അപ്പം ഇത് ഇനിയിപ്പോൾ നമുക്ക് എന്താണ്, നമുക്കിവിടെ RPM തന്നിട്ടുണ്ട്, ക്ലോക്ക് വൈസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒമേഗ ഒ എ കണ്ടുപിടിക്കത്തില്ലേ? നമ്മൾ മറ്റേതിൽ ചെയ്ത പോലെ ഒമേഗ ഒ എ കണ്ടുപിടിക്കാൻ പറ്റും. കണ്ടുപിടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ലിങ്കിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്തോന്ന് പോകുന്നത്, വെലോസിറ്റി പോകുന്നത്. അപ്പോൾ ഇത് താഴെ വെച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല, കാരണം ഇത് ഫിക്സഡ് ആണ്. അപ്പോൾ മണ്ടയ്ക്ക് വെച്ച് നമ്മൾ പെർപെൻഡിക്കുലർ എടുക്കുക. ഡയറക്ഷൻ നോക്കുമ്പോൾ ക്ലോക്ക് വൈസ്, അപ്പോൾ ഇങ്ങോട്ട് എടുക്കുക. അതുപോലെ തന്നെ എ ബിയുടെ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ബി വെച്ച് എ വെച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും മണ്ടയ്ക്കോട്ട് പോകും, ക്ലോക്ക് വൈസ് അല്ലേ. അങ്ങനെ ബീൻ്റെ വന്നിട്ട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ, ബീൻ്റെ വന്നിട്ട് ഇതിന് തന്നെ പാരലായിരിക്കും, ഈ ഒരു സംഭവത്തിന് തന്നെ പാരലായിരിക്കും. അപ്പോൾ ഈ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കുക. ശരി, അതെല്ലാം നമുക്ക് ചെയ്യാം. അപ്പം ആദ്യം എന്തോന്നാണ്, ആദ്യം ഇവിടെ n ഉണ്ട്. അപ്പം ഒമേഗ = 2πn/60, 2 × π × n എന്ന് പറയുന്നത് 200/60 ചെയ്യുമ്പോൾ എത്ര വരും? 2 × π × 200/60 ചെയ്യുമ്പം 20.94 എന്ന് പറഞ്ഞ് വരും, radian/second. ഓക്കെ, ഇപ്പം നമുക്ക് എന്താണ് കിട്ടിയത്? ഒമേഗ ഒ എ കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പം വെലോസിറ്റി നമുക്ക് എല്ലാത്തിൻ്റെയും ലിങ്കിൻ്റെയും നമുക്ക് ആയിട്ട് പെർപെൻഡിക്കുലർ ഗേറ്റ് വരച്ചേക്കത്തില്ലേ? ഇതിപ്പോൾ ഞാൻ ഇവിടെ വെച്ച് വരയ്ക്കും. ഒ എ എന്ന് പറഞ്ഞ ലിങ്കിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇവിടെ ഒരു ഡയറക്ഷൻ കൊടുക്കും. ഇനിയിപ്പം അടുത്തത് ഇവിടെ നിന്ന് നമ്മൾ കൊടുക്കാൻ നേരത്ത് ഇതിങ്ങനെ എടുത്തില്ലേ? അപ്പം ഇതിൻ്റെ നമുക്ക് എങ്ങോട്ടാന്നുള്ള ഡയറക്ഷൻ സപ്പോസ് അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് ലൈൻ ഓഫ് ആക്ഷൻ മാത്രം കൊടുത്തു വെക്കുക. എങ്ങോട്ടോ ഒരു ആരോ ഉണ്ടെന്ന് പറഞ്ഞാൽ ലൈൻ ഓഫ് ആക്ഷൻ കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പേരെന്താണ്? VAO. ഒ എ എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ എ എന്ന് വരച്ചതുകൊണ്ട് എ ആദ്യം എഴുതി, മിച്ചമുള്ള O പിന്നെ എഴുതി. അതുപോലെ ഇത് AB എന്ന് പറഞ്ഞ ലിങ്കിൻ്റെ V വെലോസിറ്റി. അപ്പോൾ എന്തോന്ന് എഴുതും? A എന്നാണ്. അപ്പോൾ A, ബാലൻസ് മിച്ചമുള്ളത് B. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ ഈ ലിങ്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ OB എന്ന് പറഞ്ഞ ഇവിടെ ഒരു ലിങ്ക് ഉണ്ട്. അപ്പോൾ ഈ ലിങ്കിൻ്റെ ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ആണ്. ഓക്കെ, ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് ഉള്ളത്. അപ്പോൾ അതിനെങ്ങനെ എഴുതാം? VO. ഓക്കെ, അങ്ങനെ നമ്മൾ എഴുതി. ഇനിയിപ്പം നമുക്ക് നമ്മൾ VAO കണ്ടുപിടിച്ചോ. നമുക്കിപ്പോൾ ഒമേഗ ഒ എ ഉണ്ട്, അത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. അതായത് ഒമേഗ ഒ എ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചു. ഇനിയിപ്പം ഒമേഗ ഒ എയുടെ വെലോസിറ്റി അത് വെച്ച് ലിങ്കുള്ള വെലോസിറ്റി. അപ്പോൾ VAO എന്ന് പറയുന്നത്, V എന്ന് പറയുന്നത് R ഒമേഗ അല്ലേ. അപ്പോൾ VAO എന്ന് പറയുന്നത് RAO ഒമേഗ AO ഇൻറ്റു ഒമേഗ AO. അതിനകത്ത് RAO എന്ന് പറയുന്നത് എന്താണ്? ഇത് എത്രയാണ്? 40 mm. അപ്പോൾ മീറ്ററിലേക്ക് ആക്കുമ്പോൾ 0.04 ഇൻറ്റു ഒമേഗ OA എത്രയാണ്? കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 20.94. അപ്പോൾ ഇത് ചെയ്യാൻ നേരത്ത് VAO കിട്ടത്തില്ലേ? 0.04 ഇൻറ്റു
20.94 ചെയ്യാൻ നേരത്ത് 0.8376 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ് കിട്ടും. 2 ഡിജിറ്റ് എടുത്താൽ മതി. 0.84 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ് എടുത്താലും മതി. 0.84 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ് എടുത്താലും മതി. അങ്ങനെ VAO കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് കിട്ടാത്ത എന്തൊക്കെയാണ്? 2 അൺനോൺ ഇല്ലേ? VAB ഉണ്ട്, VBOയും ഉണ്ട്. നമ്മൾ കഴിഞ്ഞ കേസിൽ ചെയ്ത പോലെ എന്തൊന്ന് ചെയ്യുക? ഇനിയിപ്പോൾ നമ്മൾ വെക്റ്റർ ഡയഗ്രാം വരയ്ക്കുക. അതായത് അറിയാവുന്ന ഒരു വാല്യൂവിനെ എടുത്ത് വെച്ച് വരച്ചിട്ട് മറ്റേത് 2 റോൾ ചെയ്ത് വരച്ച് കഴിയുമ്പോഴത്തേക്കും അതുകൂടെ കിട്ടും. ശരി, വെക്റ്റർ ഡയഗ്രാം ഇനിയിപ്പോൾ വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് വെക്റ്റർ ഡയഗ്രാമിന് എഴുതി. ഇപ്പം ക്വസ്റ്റ്യൻ്റെ അകത്ത് നമുക്ക് RP തന്നിരിക്കുമല്ലോ, അത് വെച്ച് നമുക്ക് ഇതിൻ്റെ ഒമേഗ കണ്ടുപിടിക്കാം. ഒമേഗ OA എന്ന് പറഞ്ഞ ആ ലിങ്കിലെ ഒമേഗ കണ്ടുപിടിക്കാം. ആ ലിങ്കിൽ ഒമേഗ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ V = R ഒമേഗ വെച്ചിട്ട് ഇതിൻ്റെ ലെങ്ത് അറിയാം, ഒമേഗയും നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് അത് വെച്ചിട്ട് നമുക്ക് Vയും കൂടെ കണ്ടുപിടിക്കാം. ഇത്രയും കണ്ടുപിടിച്ച് വെക്കുക. അതിനുശേഷം നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡ്, അതിന് വേണ്ടിയിട്ട് വെക്റ്റർ ഡയഗ്രാം വരയ്ക്കുക. വെക്റ്റർ ഡയഗ്രാം വെലോസിറ്റി വെക്റ്റർ ഡയഗ്രാമാണ് വരയ്ക്കുന്നത്. ഓക്കെ, അത് സ്കെയിൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് എത്രയാണ്? ഇത് 0.84 മീറ്റർ പെർ സെക്കൻഡ്. അപ്പം ഞാനിതിനെ ഒരു 0.84 ആണ് എനിക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ 0.84 ഡിവൈഡഡ് ബൈ 0.1 ചെയ്ത് കഴിഞ്ഞാൽ 8.4 സെൻറ്റിമീറ്റർ ആയിപ്പോൾ. അപ്പോൾ ഞാൻ 0.2 ചെയ്ത് നോക്കുക. അപ്പോൾ 4.2 ആണ് വരുന്നത്. ശരി, 4.2 ആണെങ്കിൽ കുഴപ്പമില്ല, 4.2 ചെയ്യാം. അപ്പോഴത്തേക്കും ഞാൻ എന്തോന്ന് 1 സെൻറ്റിമീറ്റർ = 0.2 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ് എടുത്തു. സ്കെയില് 0.2 ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓരോ വാല്യൂസിനെയും ഞാൻ ഇങ്ങോട്ട് എടുക്കാൻ നേരത്ത് ഇതുമായിട്ട് ഡിവൈഡ് ചെയ്ത് വേണം എടുക്കാൻ. ശരി, ഇപ്പം ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ വെക്റ്റർ ഡയഗ്രാം എഴുതി വെക്റ്റർ ഡയഗ്രാം വരയ്ക്കാൻ പോവാം. ഫിക്സഡ് ആയിട്ടുള്ളതിനെ നമ്മൾ എന്തോന്ന് ചെയ്യണം? ഒരു ഡോട്ടായിട്ട് എടുക്കണം. Oയും ആണ് ഫിക്സഡ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? Oയിനെ വന്നിട്ട് ഒരു ഡോട്ട് ഇട്ടു. ഇവിടെ ഒരു ഡോട്ട് ഇട്ടു. ഞാനതിനെ O എന്ന് പറഞ്ഞ് വിളിച്ചു. കാരണം എന്താണ്? ഫിക്സഡിനാണ് നമ്മൾ ആദ്യം ഡിനോട്ട് ചെയ്തത്. അപ്പോൾ O. ഇനിയിപ്പോൾ എന്തോന്നാണ് ആദ്യം നമ്മൾ വരയ്ക്കേണ്ടത്? ഇത് ഈ VAO. AOയിലെ നമുക്ക് അറിയാവുന്ന 0.84. അപ്പം 0.84 ഡിവൈഡഡ് ബൈ സ്കെയിൽ ചെയ്തു 0.2 ചെയ്തു. അപ്പോൾ 4.2. അപ്പോൾ 4.2 ആണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ എങ്ങോട്ട് വരയ്ക്കണം? VAO എന്ന് പറയുന്നത് ഇതാണ്. കറക്റ്റായിട്ട് വെക്കുക. പാരലൽ കറക്റ്റായിട്ട് കിട്ടണം. എന്നിട്ട് അങ്ങനെ താഴെ വന്നിട്ട് എങ്ങോട്ട്? ലെഫ്റ്റിലേക്കാണോ റൈറ്റിലേക്കാണോ? റൈറ്റിലേക്ക് എത്രയാണ്? 4.2. റൈറ്റിലേക്ക് 4.2 സെൻറ്റിമീറ്റർ എടുത്ത് വരയ്ക്കുന്നു. സെൻറ്റിമീറ്റർ എടുത്ത് വരച്ചു. ഓക്കെ, ഇതാണ് എന്തോന്നാ OA അല്ലേ വരയ്ക്കുന്നത്. അപ്പോൾ ഇതാണ് A, സ്മോൾ A. ഇനിയിപ്പോൾ അടുത്ത് എന്നതാണ് വരയ്ക്കാനുള്ളത്? VAB ഉണ്ട്, VBOയും ഉണ്ട്. ശരി, ഇതിൻ്റെ അകത്ത് A ഉണ്ടോ? ഇതിൻ്റെ അകത്ത് B ഉണ്ടോ? ഇല്ല. ഇതിൻ്റെ അകത്ത് A ഉണ്ടോ? ഉണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് വരച്ചാൽ മതി. ഇതിനെ. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ലൈൻ ഓഫ് ആക്ഷൻ തന്നെ കൊടുക്കുക. നിങ്ങൾക്ക് ഡയറക്ഷൻ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ലൈൻ ഓഫ് ആക്ഷൻ തന്നെ കൊടുത്തിട്ടിരിക്കുക. അപ്പം ഇത് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ കൊടുത്തു. ഇതിൻ്റെ അകത്ത് എവിടെയോ ആണ് എന്തോന്നുള്ളത്? VAB ഉള്ളത്. ശരി, ഇനി അടുത്ത് എന്തോന്ന്? VBO എന്ന് പറഞ്ഞാൽ അത് ഇതിന് തന്നെ പാരലായിരിക്കും. ഇതിന് തന്നെ അത് പാരലായിരിക്കും. അപ്പോൾ ഇതിന് ഇങ്ങനെ എടുക്കുക. ഓക്കെ, എന്നിട്ട് ഇപ്പോൾ ഏതാ നമ്മൾ വരയ്ക്കുന്നത്? VBO. ഇതിനകത്ത് B ഉണ്ടോ? ഇതിൻ്റെ അകത്ത് O ഉണ്ടോ? ഇല്ല. ഇതിൻ്റെ അകത്ത് B ഉണ്ടോ? ഇതിൻ്റെ അകത്ത് O ഉണ്ട്. അപ്പോൾ ഇതിനെ കൊണ്ട് നോക്കുക. എന്നിട്ട് ഇതിനിങ്ങനെ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഈ കിട്ടുന്നതാണ് എന്തോന്ന്? B. അപ്പം ബാക്കി നമ്മൾ കൂട്ടി വരയ്ക്കുക. അപ്പോൾ ബാക്കിയെല്ലാം കിട്ടിയില്ലേ? ഇങ്ങനെയാണ് സ്ലൈഡർ ക്രാങ്കിൻ്റെ ഇത് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ഓക്കെ, ഇനിയിപ്പം നമുക്ക് പേര് കൊടുക്കാം. ഇത് നമ്മൾ അളന്നല്ലേ വരച്ചത്? ഈ ഒരു സംഭവം അളന്നാണ് വരച്ചത്. അതെന്തോന്നായിരുന്നു? VAO എന്ന് പറഞ്ഞാണ് നമ്മൾ എടുത്തത് അല്ലേ? VAO എന്ന് പറഞ്ഞാണ് എടുത്തത്. എത്രയാണ് നമ്മൾ എടുത്തത്? 0.84 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇത്. ഇതെന്തോന്നാണ്? VBO. VAO എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ ആയ O to A. അപ്പോൾ ഇങ്ങോട്ട്. ഓക്കെ, ഇനി ഇതെന്തോന്നാണ്? VBO. അപ്പോൾ O to B ആണ് ഡയറക്ഷൻ. VBO എന്ന് പറയുമ്പോൾ എത്രയാണ്? അളക്കുക. എനിക്ക് കിട്ടിയിരിക്കുന്നത് 5.85 ആണ് കിട്ടിയിരിക്കുന്നത്. അല്ല, 5.8 ആണ് കിട്ടിയിരിക്കുന്നത്.
അപ്പോൾ 5.8 എന്ന് പറയുന്നത് സെൻറ്റിമീറ്റർ ആണ്. ഇൻറ്റു നമ്മൾ എന്തോന്ന് ചെയ്യണം, സ്കെയിൽ ചെയ്യണം, 0.2 ചെയ്യണം. അപ്പം എന്തോന്ന് ചെയ്തു, 5.8 ഇൻറ്റു 0.2 ചെയ്യാൻ നേരത്ത് 1.16 അതാണ് മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ VBO കിട്ടി. ഇനിയിപ്പോൾ അടുത്തത് ഈ സൈഡ് അളക്കാൻ നേരത്ത് എനിക്ക് കിട്ടിയത് ഒരു 3.15 ആണ് കിട്ടിയത്. അപ്പോൾ ഞാൻ ഇതിനെ VAB എന്ന് എടുക്കട്ടെ. VAB എന്ന് എടുത്തു. AB എന്ന് പറയുമ്പോൾ B2A. അപ്പം ഇതെനിക്ക് എത്രയായിരുന്നു കിട്ടിയത്? 3.25 ആണ് കിട്ടിയത്. 3.25 എന്ന് പറയുന്നത് സെൻറ്റിമീറ്റർ ആണ്. ഇൻറ്റു നമ്മൾ എന്തോന്ന് ചെയ്യണം, സ്കെയിൽ ഇൻറ്റു 0.2 ചെയ്യണം. അപ്പോൾ 3.25 ഇൻറ്റു 0.2 ചെയ്യാനായിട്ട് എത്ര വരും? 0.65 എന്ന് പറഞ്ഞ് വരും. 0.65 എന്തോന്നാണ്, മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ എനിക്ക് ഇതും കിട്ടി. നമുക്ക് ഇത് മാത്രം അറിയത്തുള്ളായിരുന്നു. വെലോസിറ്റി വെക്ടർ ഡയഗ്രാം വരച്ചപ്പോൾ നമുക്ക് ഇതും കിട്ടി. ഓക്കെ, ശരി. ഇനിയിപ്പം നമ്മൾ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? വെലോസിറ്റി ഓഫ് B ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് കിട്ടിയില്ലേ? 1.16 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അത് കിട്ടി. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത എന്തോന്നാണ്? വെലോസിറ്റി ഓഫ് ആംഗുലർ വെലോസിറ്റി ഓഫ് കണക്റ്റിംഗ് റോഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് AB. ഒമേഗ AB ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒമേഗ AB. അപ്പം VAB is equal to RAB into ഒമേഗ AB എന്ന് പറഞ്ഞ് എഴുതത്തില്ലേ? V is equal to R ഒമേഗ എന്നാണല്ലോ ഇക്വേഷൻ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ എഴുതി. അപ്പോൾ VAB നമുക്കറിയാമോ? കണ്ടറിയാം, 0.65 മീറ്റർ പെർ സെക്കൻഡ്. RAB എന്ന് പറയുന്നത് ഇത് 50 mm. അപ്പോൾ അതിനെ മീറ്ററിലാക്കുമ്പോൾ 1, 2, 3 0.050 ഇൻറ്റു ഒമേഗ AB എത്രയാണ്? അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ നേരത്ത് നമുക്ക് കിട്ടത്തില്ലേ? 0.65 ഡിവൈഡഡ് ബൈ 0.050 ചെയ്യാൻ നേരത്ത് 13 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ 13 ആണ് എന്തോന്ന്, ഒമേഗ AB. 13 എന്തോന്നാണ്, റേഡിയൻ പെർ സെക്കൻഡ്. ഓക്കെ, ഒരു കാര്യം കൂടെ. ഇപ്പോൾ ഇതിനകത്ത് ആംഗുലർ വെലോസിറ്റി ഓഫ് കണക്റ്റിംഗ് റോഡ് എന്നാണ് ഇപ്പോൾ ചോദ്യം. അപ്പം ഇതിനകത്ത് കണക്റ്റിംഗ് റോഡ് ഏതാണ്? AB എന്ന് പറഞ്ഞാൽ ഒമേഗ AB, ആംഗുലർ വെലോസിറ്റി ഒമേഗ AB. അത് നമ്മൾ കണ്ടുപിടിച്ചു. എങ്ങനെയാണ്? V is equal to R ഒമേഗ VABയുടെ എടുത്ത് വെച്ച് മൊത്തം ABയുടെ എടുത്ത് വെച്ചിട്ട് നമ്മൾ ഒമേഗ AB കണ്ടുപിടിച്ചു. ഓക്കെ, വെലോസിറ്റി ഓഫ് പിസ്റ്റണിൻ്റെ ഉത്തരം എന്തോന്നാണ് ഇതിനകത്ത്? വെലോസിറ്റി ഓഫ് പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ ഇതല്ലേ പിസ്റ്റൺ. അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തോന്നാണ്? VBO. അപ്പം ആ VBO എന്ന് പറയുന്ന 1.16 മീറ്റർ പെർ സെക്കൻഡ് ഇല്ലേ? അതാണ് വെലോസിറ്റി ഓഫ് പിസ്റ്റൺ. ഓക്കെ, അപ്പം ഗ്രാഫിക്കൽ മെത്തേഡ് സ്ലൈഡർ ക്രാങ്കിൻ്റെ ഇത്, അതുപോലെ തന്നെ 4 ബാറിൻ്റെ ഇത്. ഇത്രേ ഉള്ളൂ. സ്ലൈഡർ ക്രാങ്കിനാണ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. 4 ബാറിൻ്റെ ആണെങ്കിൽ അങ്ങനെ. സ്ലൈഡർ ക്രാങ്ക് വരാൻ നേരത്ത് ഇവിടെ ഒരു ഇതുണ്ടെന്ന് വിചാരിച്ചിട്ട് എടുക്കുക. ഇവിടുത്തെ കേസിൽ ഇതിവിടെ എന്താണെന്ന് വെച്ചാൽ ലൈൻ ഓഫ് ആക്ഷൻ ഇത് തന്നെ വരും. ഈ ഒരു ഹൊറിസോണ്ടൽ ലൈൻ തന്നെ ആയിരിക്കും എന്തോന്ന്, VBയോടെ ആ ഒരു ലൈൻ. അപ്പം ആ ഒരു രീതിയിൽ പഠിക്കുക. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇനിയിപ്പം മോഡ്യൂൾ 1 ഗ്രാഫിക്കൽ മെത്തേഡ് കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് സെൻട്രൽ മെത്തേഡ് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഇൻസ്റ്റൻറ്റേനിയസ് സെൻട്രൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇത് ആക്ച്വലി എന്നാന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളിവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. അപ്പം ഈ ലൈന് വന്നിട്ട് ആക്ച്വലി ഇതിന് ഒരു എവിടെയോ ഒരു ഇതിൽ വന്നിട്ട് ഒരു ഡോട്ടുണ്ട്. അപ്പോൾ ആ ഡോട്ടിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിയുമ്പം അതിൻ്റെ ഒരു റേഡിയസ് ആയിട്ട് വരും. അപ്പോൾ കറക്റ്റ് വരച്ച് കഴിയുമ്പം നമ്മൾ ആ പോയിന്റ് എടുത്തിട്ട് ആ പോയിന്റിൽ നിന്ന് വരച്ച് കഴിയുമ്പം ഇത് ആക്ച്വലി ഇതൊരു കർവായിട്ട് ഫോം ആകുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ഇപ്പോൾ ഭൂമിയിൽ ഇപ്പോൾ നമ്മളിവിടെ ആയിട്ട് ഇപ്പം നിൽക്കുവാണ്. ഓക്കെ, അപ്പം ഈ ഭൂമി നമ്മൾ നോക്കാൻ നേരത്ത് നമ്മളിവിടെ നിന്ന് നിരന്ന റോഡ് ഭയങ്കര ഗ്രൗണ്ടായിട്ട് അങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ നമ്മൾ ഭൂമിക്ക് നടുക്കായിട്ട് പോയി നിന്ന് നോക്കുവാണെങ്കിൽ ഇത് ആക്ച്വലി ഇത് എന്തോന്നാണ്, ഒരു സർക്കിളാണ്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റാണ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു സംഭവം. ഇപ്പം നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററിൻ്റെ 4 ബാറാണ് നോക്കാൻ പോകുന്നത്. 4 ബാർ മെക്കാനിസം. ഇതിൻ്റെ അകത്ത് എങ്ങനെ വെലോസിറ്റി ആൻഡ് ഒമേഗ കണ്ടുപിടിക്കാന്നുള്ളത്. ഓക്കെ, അപ്പം എനിക്കിപ്പോൾ ഒരു 4 ബാർ കിട്ടി. ഇതാണ് എൻ്റെ ഒരു 4 ബാർ മെക്കാനിസം. ഇതൊരു 60 mm ആണ്. ഇതൊരു 75 ഡിഗ്രിയാണ്. ഇതൊരു 30 mm, ഇതൊരു 40 mm, ഇതൊരു 50 mm. ഓക്കെ,
ഇങ്ങനെയാണ് ഇതെനിക്ക് കിട്ടിയിരിക്കുന്നത്. എന്നിട്ട് ഇവിടെയായിട്ട് എനിക്കൊരു ക്ലോക്ക് വൈസിൽ എനിക്ക് എന്തോന്നുണ്ട്, ഒരു RPM ഉണ്ട്. RPM n = 500 RPM. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്ക് തന്നിരിക്കുന്നത്. ഇത് ഫിക്സഡ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ABCD. ഓക്കെ, എങ്ങനെ പറഞ്ഞ് ഞാൻ എടുക്കും. അപ്പോൾ ഞാൻ ഇത് കിട്ടിക്കഴിയുമ്പം ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ ആണെങ്കിലും ഗ്രാഫിക്കൽ മെത്തേഡ് ആണെങ്കിലും നമ്മൾ എന്തോന്ന് ചെയ്യണം, ആദ്യം കോൺഫിഗറേഷൻ ഡയഗ്രാം വരയ്ക്കണം. അത് വരയ്ക്കണമെങ്കിൽ സ്കെയിൽ ചെയ്യണം. സ്കെയിൽ ചെയ്ത് നമ്മളിത് വരച്ച് എല്ലാം വരച്ചതിന് ശേഷം നമുക്ക് ABCD എല്ലാം മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു സംഭവം എടുത്ത് ഒമേഗ കണ്ടുപിടിച്ചൊക്കെ എഴുതും അല്ലേ. ഓക്കെ, അപ്പം ഇൻസ്റ്റന്റേനിയസ് സെൻറ്ററിൻ്റെ മെത്തേഡിൽ ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം നമ്പർ ഓഫ് ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ കണ്ടുപിടിക്കണം. അതിനുള്ള ഇക്വേഷൻ n × n-1/2 എന്നാണ്. അപ്പം ഇതിനകത്ത് 1 2 3 4 അല്ലേ. അപ്പം n = എത്രയാണ്, 4. 4 ലിങ്ക് ഉണ്ടായി. അപ്പം 4 × 4 - 1/2. 4 × 4 - 1 4 × 3/2 4 × 12/2. അപ്പോൾ എത്ര വരും, 6 എന്ന് പറഞ്ഞ് വരും അല്ലേ. അപ്പം ഇതിനകത്ത് 6 ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ കണ്ടുപിടിച്ചു. നമ്പർ ഓഫ് ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ എത്രയാണ്, 6 എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചു. n × n-1/2 അതാണ് ഇക്വേഷൻ. n × n-1/2. ഓക്കെ, ഇതിപ്പോൾ 4 ബാർ ആണെങ്കിലും സ്ലൈഡർ ആണെങ്കിലും ഇങ്ങനെയാണ്. ഇതാണ് ഇൻസ്റ്റന്റേനിയസ് സെൻറ്ററിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് എന്തോന്നാണ്, നമ്പർ ഓഫ് ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ. ഓക്കെ, അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പാണ് എന്തോന്ന്, നെയിമിംഗ് ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ. നെയിമിംഗ് ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ അതെങ്ങനെ നെയിം ചെയ്യുമെന്ന് വെച്ചാൽ മൊത്തം ഇപ്പം 4 എണ്ണം ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ എഴുതുക, 1 2 3 4 എന്ന് പറഞ്ഞ് എഴുതുക. അപ്പം 1 2 2 3 3 4. ഓക്കെ, എന്നിട്ട് തൊട്ട് താഴെ 1 3 1 4. ഓക്കെ, അല്ല 2 4. ഓക്കെ, അതിനുശേഷം 1 4. മനസ്സിലായോ? ഈ ഒരു ഫോമിൽ എഴുതുക. ഓക്കെ, ആദ്യം നമ്പർ ഓഫ് ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ, അതിനുശേഷം അതിൻ്റെ നെയിമിംഗ് ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ. ഇതാണ് സെക്കൻഡ് ഇത്. അപ്പോൾ അതിനെ 1 2 3 4 എന്ന് ഇടുക. എന്നിട്ട് 1 2 1 2 1 3 1 3 1 4 1 4. അതിനുശേഷം 2 3 2 3 2 4 2 4 3 4 3 4. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അതായത് ഈ 4 ലിങ്ക് വരുന്ന കേസിൽ എപ്പോഴാണ് എങ്ങനെയാണേലും ഈ നമ്പർ ഓഫ് ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ 6 വരും. അപ്പോൾ ഇതിനിങ്ങനെ നോക്കാൻ നേരത്തെ ഇങ്ങനെയായിരിക്കും വരുന്നത്. ഓക്കെ, ശരി. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഈ ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ ഉണ്ട്. ഫിക്സഡ് ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ, പെർമനന്റ് ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ. 3 തരം ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ ആണ് ഉള്ളത്. ഫിക്സഡ്, പെർമനന്റ്, പിന്നെ നെയ്തർ ഫിക്സഡ് നോർ പെർമനന്റ്. ഓക്കെ, 3 തരം എണ്ണം ഉള്ളത്, നെയ്തർ ഫിക്സ്ഡ് നോർ പെർമനന്റ്. ഓക്കെ, ശരി. ഇനിയിപ്പം ഈ 4 ബാർ കണ്ടോ, ഇതിൻ്റെ അകത്ത് ഇത് ഫിക്സഡ് ലിങ്ക് അല്ലേ. അപ്പം ഒരു ഫിക്സഡ് ലിങ്കും വേറെ ഒരു നോർമൽ ലിങ്കും കൂടെ കൂട്ടിമുട്ടിയാലും അതിനകത്ത് ഒരെണ്ണം ഫിക്സഡ് ആവുന്നില്ലേ. അപ്പോൾ അത് ഫിക്സഡ് ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ ആണ്. ഓക്കെ, ഇപ്പോൾ ഇത് ഫിക്സഡ് അല്ല, ഇത് നോർമലാണ്, ഇത് നോർമലാണ്. അപ്പോൾ ഇത് രണ്ടെണ്ണം കൂടെ കൂട്ടിമുട്ടുന്നത് വന്നിട്ട് പെർമനന്റ്. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ അകത്ത് ഒരു ജോയിൻറ്റിൻ്റെ അകത്ത് ഒരു ഫിക്സഡ് വരുവാണെങ്കിൽ അത് ഫിക്സഡ് ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ ആകും. ഒരെണ്ണം പോലും വന്നില്ലെങ്കിൽ അത് പെർമനന്റ് ആവും. പിന്നെ നെയ്തർ ഫിക്സഡ് നോർ പെർമനന്റ് എന്ന് പറഞ്ഞ് വേറൊരു ഐറ്റവും കൂടെ ഉണ്ട്. ഓക്കെ, ശരി. ഇപ്പം ഇത് ഞാനിപ്പം നമ്പർ ചെയ്തു. എന്തോന്നാണ് ഇത്, ഒരു ലിങ്ക്, ഇത് രണ്ടാമത്തെ ലിങ്ക്, ഇത് മൂന്നാമത്തെ ലിങ്ക്, ഇത് നാലാമത്തെ ലിങ്ക് എന്ന് പറഞ്ഞ് നമ്പർ ചെയ്തു. ഈ 1 ഉം 2 കൂടെ കൂട്ടുന്നതാണ് എന്തോന്ന്, ഈ സെൻറ്റർ, ഈ പോയിന്റ് ആണ് എന്തോന്ന്, I1 2. അതുപോലെ ഈ 2 ഉം 3 ഉം കൂടെ മുട്ടുന്നതാണ് എന്തോന്ന്, I2 3. എപ്പോഴും ചെറുത് ആദ്യം എഴുതുക, വലുത് അപ്പുറം എഴുതുക. ഓക്കെ, 3 ഉം 4 ഉം കൂടെ കൂട്ടുന്നത് എന്തോന്നാണ്, I3 4. ഇതാണ് ആ പോയിന്റ്. ഇത് 2 3 എന്ന് പറഞ്ഞ പോയിന്റ്, ഇത് 3 4 എന്ന് പറഞ്ഞ പോയിന്റ്. ഇനി ഇതും കൂടെ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് ആണ് എന്തോന്ന്, I4 1 ആണോ 1 4 ആണോ, 1 4. ചെറുത് ആദ്യം, വലുത് രണ്ടാമത്. ഓക്കെ, അങ്ങനെ പറഞ്ഞെടുത്തു. അപ്പം ഇതിൻ്റെ അകത്ത് ഈ I1 2 എന്ന് പറയുന്നത് എന്തോന്നാണ്, ഫിക്സഡ് ആണോ പെർമനന്റ് ആണോ,
അത് നെയ്തർ ഫിക്സഡ് നോർ പെർമനന്റ് ആണ്. ഇത് വന്നിട്ട് ഒരു ഫിക്സഡ് ആണ്, ഫിക്സഡ് ആയി ഇൻസ്റ്റന്റേനിയസ് സെന്റർ ആണ്. കാരണം ഇതിൻ്റെ അകത്തെ ഒരു ലിങ്ക് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്, അതുകൊണ്ട് ഇത് ഫിക്സഡ്. ഈ I23 എന്ന് പറയുന്നതോ അത് പെർമനന്റ് ആണ്, കാരണം ഇതിൻ്റെ അകത്ത് ഈ ലിങ്കിൻ്റെ അകത്ത് ഒന്നും ഫിക്സഡ് അല്ല. ഓക്കെ, അതുപോലെ ഇപ്പം 3-4 ഇതും എന്തോന്നാണ്, പെർമനന്റ് ആണ്. ഇത് പെർമനന്റ് ആണോ ഫിക്സഡ് ആണോ? ഇതിൻ്റെ അകത്ത് ഒരു ലിങ്ക് ഫിക്സഡ് ആണ്, അപ്പോൾ ഇത് ഫിക്സഡ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ ആണ്. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ആക്ച്വലി നമ്മൾ ചെയ്യാൻ നേരത്ത് നമ്മളിങ്ങനെ 1 2 3 4 എന്ന് പറഞ്ഞ് നമ്മൾ നമ്പർ ചെയ്തിട്ട് ആ പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് എഴുതും. 1ഉം 2ഉം കൂടെ ചേർന്ന് I12, 2ഉം 3ഉം കൂടെ ചേർന്ന് 2 3, 3ഉം 4ഉം കൂടെ ചേർന്ന് 3 4, 1ഉം 4ഉം കൂടെ ചേർന്ന് 1 4, അങ്ങനെ പറഞ്ഞ് എഴുതും. ഓക്കെ, ശരി. ഇപ്പം ഞാൻ ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ നമ്പർ ഓഫ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ 4 n=4 ആയിരുന്നു. അപ്പോൾ എനിക്ക് എങ്ങനെയാണെങ്കിലും 6 കിട്ടത്തുള്ളൂ, 6 കിട്ടി. അതിന് നെയിമിങ് IC. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളിങ്ങനെ എഴുതുക. ഇത് 2-3 കണക്ക് ചെയ്യാനായിട്ട് ഓട്ടോമാറ്റിക്കലി ഈ രീതിയിലൊക്കെ എഴുതാനൊക്കെ കറക്റ്റായിട്ട് വരും. അതിനുശേഷം നമ്മൾക്ക് അറിയാവുന്നതിനെല്ലാം നമ്മൾ ഇവിടെ റൗണ്ട് ചെയ്യുക, അറിയാത്തതിനെ നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് സംഭവം. ഇപ്പം ഇതിനകത്ത് നമുക്ക് 1 2 I12 ഉണ്ടോ? I12 ഉണ്ട്, തന്നെ I12 ഉണ്ട്. ഇനി അടുത്ത I23 ഉണ്ടോ? I23 ഉണ്ട്, തന്നെ. I34 ഉണ്ടോ? I34 ഉണ്ട്. I14 ഉണ്ടോ? I14 ഉണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്ത് ഇല്ലാത്തതാണ് ഈ 2 എണ്ണം. ഈ 2 എണ്ണമാണ് എന്തോന്ന്? ഇതാണ് നെയ്തർ ഫിക്സഡ് നോർ പെർമനന്റ്. മനസ്സിലായോ? I13ഉം I24ഉം ആണ് നെയ്തർ ഫിക്സഡ് നോർ പെർമനന്റ്. ഈ I12 ഏതാണ്? ഫിക്സഡ്. I23 ഏതാണ്? പെർമനന്റ്. I34 ഏതാണ്? പെർമനന്റ്. I14 ഏതാണ്? ഫിക്സഡ്. ജസ്റ്റ് അത് മനസ്സിലാവാൻ പറഞ്ഞതാണ്. അപ്പം ഇത് നമ്മൾ കണ്ടുപിടിച്ചതല്ലാതെ നമ്മൾ കണ്ടുപിടിക്കാനുള്ളതാണ്, നമുക്ക് കിട്ടിയതല്ലാതെ കണ്ടുപിടിക്കാനുള്ളതാണ് എന്തോന്ന്? 1 3 2 4. ഇതാണ് നെയ്തർ ഫിക്സഡ് നോർ പെർമനന്റ്. ശരി, ഇനി 1 3 2 4 കൂടെ കണ്ടുപിടിക്കണം നമുക്ക്. അതെങ്ങനെ കണ്ടുപിടിക്കാം? ജസ്റ്റ് കൺസിഡർ 2 സർക്കിൾസ്. അതിന് ജസ്റ്റ് നമ്മളൊരു 2 സർക്കിൾ കൺസിഡർ ചെയ്യുന്നു. ഒരു സർക്കിൾ ആദ്യം അതിൻ്റെ അകത്ത് ഒരു സ്ക്വയർ വരയ്ക്കുന്നു. സ്ക്വയർ വരച്ചു. ഓക്കെ, 1 2 3 4 എന്ന് പറഞ്ഞ് എടുക്കുന്നു. ഇപ്പം നമ്മൾ 1ഉം 3ഉം ആണ് കണ്ടുപിടിക്കേണ്ടത്, അതുകൊണ്ട് 1ഉം 3നെയും മാത്രം ജോയിൻ ചെയ്തു. ഇപ്പം 2 ട്രയാങ്കിൾ ആയില്ലേ? ഒന്ന് ഈ ഒരു ട്രയാങ്കിളും ആയി, ഇനി ഒരെണ്ണം ഈ ഒരു ട്രയാങ്കിളും ആയി. ഫസ്റ്റ് കൺസിഡർ ഏതെങ്കിലും ഒരു ട്രയാങ്കിൾ ആദ്യം കൺസിഡർ ചെയ്യുക, ഈ ഒരു ട്രയാങ്കിൾ. ഓക്കെ, അപ്പോൾ 1ഉം 2ഉം. I12 എന്ന് പറയുന്നത് ഇത്, ഈ പോയിന്റ്. ഓക്കെ, ഈ പോയിന്റാണ് I12. ഓക്കെ, ഇനി അടുത്തത് I32 അല്ലെങ്കിൽ I23 എന്ന് പറയുന്നതാണ് ഈ പോയിന്റ്. അപ്പം ഈ പോയിന്റും കൂടെ ചേർന്നിട്ട് നമ്മൾ എന്തോന്ന് ചെയ്യണം? ഇതിനെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യണം, മണ്ടയ്ക്കോട്ടും താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ജസ്റ്റ് ഞാൻ പെൻസിലും ഉണ്ട്, ജസ്റ്റ് ഒരു റഫാണ്, ഞാനത് വരച്ച് കാണിച്ചു തരാം. ഇത് ഞാനിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു. അതിനുശേഷം 1 4 എന്ന് പറയുന്നത് ഏത് പോയിന്റാണ്? ഇതാണ് 1 4. 3 4 എന്ന് പറയുന്നത് ഈ പോയിന്റ്. അപ്പോൾ ഇതും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുക. ഇതും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, ഇതും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടിയ പോയിന്റ് ഇല്ലേ, ഈ പോയിന്റാണ് എന്തോന്ന്? 1 3. അപ്പോൾ ഇതിന് ഞാൻ എന്തോന്ന് എഴുതണം? I13 എന്ന് പറഞ്ഞ് എഴുതണം. അപ്പം ഈ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ ഇത് വന്നിട്ട് ഒരു സർക്കിൾ എന്നുള്ളൊരു കൺസെപ്റ്റാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇൻസ്റ്റന്റേനിയസ് സെന്റർ. അപ്പോൾ I13 എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടി. എങ്ങനെയാണ് കിട്ടിയത്? ഒരു സർക്കിൾ എടുത്തു, എന്നിട്ട് ഒരു 1ഉം 3ഉം കൂടെ കൂട്ടിമുട്ടിച്ചു, എന്നിട്ട് 1ഉം 2ഉം 3ഉം കൂടെ. അപ്പോൾ ഇതിനെ നേരെ മണ്ടക്കോട്ടും താഴോട്ടും വരച്ചു. അടുത്തത് ഇപ്പുറത്തെ ട്രയാങ്കിൾ അടച്ചു വെച്ചിട്ട് 1 4ഉം 4 3 4. അത് നോക്കിയപ്പോഴത്തേക്കും 1 3 4 ഇത് 1 4. അപ്പോൾ ഇതും കൂടെ ഇങ്ങനെ കൂട്ടിമുട്ടിച്ചപ്പോഴത്തേക്കും ആ പോയിന്റ് കിട്ടി. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇതിനെ ഒരു റേഡിയസ് ആയിട്ട് എടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ്. ശരി, അപ്പോൾ ആ I13 കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് I13 കിട്ടിയല്ലോ. ഇനിയിപ്പോൾ 2 4 കിട്ടണം. 2 4 കിട്ടണമെങ്കിൽ എങ്ങനെയാണ്? അതുപോലെ തന്നെ ഒരു സർക്കിൾ വരയ്ക്കുക, അതിനകത്ത് എഴുതിയ പോലെ തന്നെ എഴുതുക. എന്തോന്ന്? 1 2 3 4. ഈ 1 2 3 4 എഴുതുന്നതും തിരിഞ്ഞു പോലെ 1 ഇവിടെ തുടങ്ങിയ 4 ഇങ്ങനെ തന്നെ ഒന്ന് അവസാനിക്കണം. ഇനിയിപ്പോൾ ഏതാണ്? 2 4 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 1ഉം 3ഉം ആണോ മുട്ടിക്കേണ്ടത്? 2ഉം 4ഉം ആണോ മുട്ടിക്കേണ്ടത്? 2ഉം 4ഉം ആണ് മുട്ടിക്കേണ്ടത്. 2ഉം 4ഉം മുട്ടിച്ചതിന് ശേഷം 1ഉം 2ഉം, അതേതാ ഇത്, 1ഉം 4ഉം, അതായത് ഇത്. അപ്പം ഇതിനിങ്ങനെ വെച്ചിട്ട് എന്തോന്ന് ചെയ്യുക? പെൻസിലും കൊണ്ട് നീട്ടിയേക്കുക. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് ഇതല്ലേ ഇപ്പം എടുത്തത്. ഇനിയിപ്പോൾ അടുത്ത് ഇത് മായ്ച്ചു വെച്ചിട്ട് അടുത്ത് ഇത് 2ഉം 3ഉം 3ഉം 4ഉം. 2ഉം 3ഉം എന്ന് പറയുന്നത് ഇത്, 3ഉം 4ഉം എന്ന് പറയുന്നത് ഇത്. അപ്പോൾ ഇത് തമ്മിൽ ഇങ്ങനെ കൂട്ടിമുട്ടിച്ച് കഴിയാൻ നേരത്ത് ഇത് ഇവിടെ എവിടെയും കൊണ്ടോ വരാൻ നേരത്ത് ഇതിങ്ങനെ കൂട്ടിമുട്ടും.
ഓക്കെ, ഇതിപ്പോൾ ഇവിടെ കൂട്ടി മുട്ടിയെന്നിരിക്കട്ടെ. ഇതാണ് എന്തോന്ന് I24, ഇതാണ് I24. അങ്ങനെ നമുക്ക് ഇത് കിട്ടി, I24 എന്ന് പറയുന്ന സംഭവം കിട്ടി. ഇനി എന്താണെന്നാണ്, ഇനിയിപ്പം നമ്മൾ അതിനെ ഇക്വേഷൻ ഇട്ട് ചെയ്യും. ഇക്വേഷൻ ഇട്ടെന്ന് വെച്ചാൽ നമുക്കിവിടെ n = 500 RPM എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. n = 500 RPM എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇത് ഏതാണ്? ω/AB. അപ്പം കണ്ടുപിടിക്കത്തില്ലേ? ω/AB എന്ന് പറയുന്നത് എന്തോന്നാണ്? 2πn/60. 2πn/60 ഇടാൻ നേരത്തെ എന്തോന്ന് കിട്ടും നമുക്ക്? ω/AB എത്രയാണെന്ന് കിട്ടും? 52.35 എന്ന് പറഞ്ഞ് കിട്ടുന്നത്. 52.35 radian/second എന്ന് പറഞ്ഞ് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ എനിക്ക് ω/AB കിട്ടി. ഇനിയിപ്പോൾ ω/AB കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടല്ലേ ഇതിൻ്റെ വെലോസിറ്റി ആക്ട് ചെയ്യുന്നത്. ഇങ്ങനെയും കണ്ടല്ലേ വരുന്നത്. ഇതിൻ്റെ അകത്ത് എവിടെയോ ആണ് ഇതിൻ്റെ വെലോസിറ്റി വരുന്നത്. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുമ്പോൾ V = RΩ, സെയിം മറ്റേതുപോലെ തന്നെ. അപ്പോൾ VAB = RAB × ω/AB. VAB എന്ന് പറയുന്ന അതാണ് കണ്ടുപിടിക്കേണ്ടത്. RAB അറിയാം എത്ര? RAB എന്ന് പറയുന്നത് 30 mm. അപ്പോൾ 123.03 m/s അല്ല മീറ്റർ × ω/AB. അത് 52.35 × 0.03 ചെയ്ത് കഴിഞ്ഞാൽ 1.57. അതാണ് എന്തോന്ന്? വെലോസിറ്റി ഓഫ് 0.57. പിന്നെ വേറെ ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ ഇൻസ്റ്റന്റേനിയസ് സെൻട്രൽ മെത്തേഡ് വഴി ചെയ്യാൻ നേരത്ത് നമ്മൾ ഇതിൻ്റെ അകത്ത് എടുക്കുന്ന വെലോസിറ്റിനെ VAB എന്ന് പറഞ്ഞ് എടുക്കത്തില്ല. ഗ്രാഫിക്കൽ മെത്തേഡിനാണ് VAB, വെലോസിറ്റി VCD അങ്ങനെ പറഞ്ഞ് എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇൻസ്റ്റന്റേനിയസ് സെൻട്രൽ മെത്തേഡ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ B എന്നാണ് വരയ്ക്കുന്നതെങ്കിൽ VB എന്ന് പറഞ്ഞ് എഴുതും, A എന്നാണ് വരയ്ക്കുന്നതെങ്കിൽ VA എന്ന് പറഞ്ഞ് എഴുതും. വെലോസിറ്റി ഓഫ് A വിത്ത് റെസ്പെക്ട് ടു B, വെലോസിറ്റി ഓഫ് C വിത്ത് റെസ്പെക്ട് ടു D, ആ ഒരു ഇത് ഇതിൻ്റെ അകത്തില്ല. ഓക്കെ, ഇതിൻ്റെ കോൺഫിഗറേഷൻ ഡയഗ്രാം വരയ്ക്കാം. ഞാൻ ഇതിനൊരു 20 mm ആക്കി, ഇതിനൊരു 30 mm ആക്കി, ഇതിനൊരു 45 ഡിഗ്രി ആക്കി. ഓക്കെ, കോൺഫിഗറേഷൻ ഡയഗ്രാം വരയ്ക്കാം. അതായത് നിങ്ങൾക്കൊരു ഐഡിയ ജസ്റ്റ് ഇപ്പോൾ കിട്ടിയല്ലോ എങ്ങനെയാണ് ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ വരയ്ക്കുന്നതെന്ന് പറഞ്ഞിട്ട്. ഇപ്പം നമുക്കൊരു റഫ് ഫിഗർ നമുക്ക് ക്വസ്റ്റ്യൻ തരും. അത് വെച്ച് നമ്മൾ ആദ്യം ഇതൊന്നും ചെയ്യുക. നോർമലി ഗ്രാഫിക്കലാണേലും അത് ഏതാണേലും നമ്മൾ വരയ്ക്കുന്നത് ഒരേപോലെ ആദ്യം കോൺഫിഗറേഷൻ ഡയഗ്രാം വരയ്ക്കുന്നു. അതിന് സ്കെയിൽ എടുക്കണം. ഞാനിവിടെ സ്കെയിൽ 1 cm എന്ന് പറയുന്നത് എത്രയായിട്ട് എടുത്തു? ഒരു 10 mm ആയിട്ട് എടുത്തു. അതിനുശേഷം ഞാൻ എന്തോന്ന് ചെയ്യുന്നു? ഞാനിത് സെൻറ്ററായിട്ട് തന്നെ വെച്ച് വരയ്ക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഗ്രാഫിക്കൽ മെത്തേഡ് അല്ലല്ലോ. അപ്പോൾ വേറെ വരയൊന്നും ആവശ്യമില്ല. ഈ ഒറ്റ പടം തന്നെയാണ് മെയിൻ പടം. അപ്പോൾ ഞാൻ ഇതിനെ 6 cm ആയിട്ട് എടുത്തു. കുറച്ച് ഇങ്ങോട്ട് പിടിക്കും. 6 cm എടുത്തു. എന്നിട്ട് ഇതിന് എന്തോന്ന് കൊടുത്തു? A എന്ന് കൊടുത്തു, ഇതിനെ D എന്ന് കൊടുത്തു. എന്നിട്ട് ഇത് ഫിക്സഡ് ആണെന്ന് കാണിക്കാൻ ഈ പുല്ല് വരച്ചു. അതിനുശേഷം ഇതിങ്ങനെ എടുത്ത് വെച്ചിട്ട് എത്ര ഡിഗ്രിയാണ് കൊടുക്കേണ്ടത്? 45 ഡിഗ്രി. ഓക്കെ, 45 ഡിഗ്രി എടുത്ത് ഇത് എത്രയാണ്? 30 സെൻറ്റിമീറ്റർ എടുക്കാം. ഓക്കെ, 3 സെൻറ്റിമീറ്റർ എടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ എന്തോന്നാണ്? ഇനിയിപ്പോൾ ഇത് 45 ഡിഗ്രിയാണ് കൊടുത്തല്ലോ. 45 ഡിഗ്രി ഇത് B എന്ന് പറഞ്ഞ് മനസ്സിലായി. ഇനിയിപ്പോൾ C എന്ന് പറഞ്ഞ പോയിന്റ് മാർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കോമ്പസ് എടുത്തു. ഇത് എത്രയാണ്? 30 എന്ന് പറയുമ്പോൾ 3 സെൻറ്റിമീറ്റർ. 3 സെൻറ്റിമീറ്റർ എടുത്ത് ഡിയിലൊരു ഇത്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് എത്ര? 20 എന്ന് പറയുമ്പോൾ 2 സെൻറ്റിമീറ്റർ എടുത്ത് ഇത് ഞാൻ ഓരോ എടുക്കുന്ന കോൺഫിഗറേഷനും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ സ്കെയിലുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് 30 കിടക്കുന്നതിനെ 3 ആയിട്ട് എടുത്തത്. ഓക്കെ, അതറിയാതെ. അപ്പം ഇതാണ് ആ പോയിന്റ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് എന്തോന്ന്? എന്നിട്ട് ഇത് നമ്മുടെ കൂട്ടി മുട്ടിക്കുക. അപ്പോൾ എന്തോന്ന് കിട്ടും? C എന്ന് പറഞ്ഞ സാധനം കിട്ടും. അപ്പോൾ അങ്ങനെ ABCD എന്നായി. ഇതാണ് ഒരു 4 bar മെക്കാനിസം. ഇതിൻ്റെ എവിടെയായിട്ടാണ്? ഇവിടെയായിട്ടാണ് എന്തോന്ന് പറഞ്ഞിരിക്കുന്നത്? ക്ലോക്ക് വൈസിൽ n = 500 എന്ന് പറഞ്ഞിരിക്കുന്നത്. RPM എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതെത്രയാണ്? ഇത് 30 mm. ഇതെത്രയാണ്? ഇത് 20 mm. ഇത് 30 mm. ഇതെത്രയാണ്? ഇത് 60 mm. ഓക്കെ, അപ്പോൾ അങ്ങനെ എല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് എന്തോന്ന് വേണം? ഇപ്പോൾ ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ ഉപയോഗിച്ചാണ് ഇവർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്തോന്നാണ്? നമ്പർ ഓഫ് ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ.
നമ്പർ ഓഫ് ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ എന്ന് പറയുന്നത് n ഈക്വൽ ടു എത്രയാ? ഇവിടെ എത്രയുണ്ട്? ഇവിടെ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 4 ലിങ്ക് ഉണ്ട്. അപ്പോൾ n ഈക്വൽ ടു 4. അപ്പോൾ മറ്റേതിൻ്റെ ഇക്വേഷൻ ഉണ്ട്, n ഇൻറ്റു n-1/2 ആണ് ഇക്വേഷൻ. അപ്പോൾ അത് ഇടാൻ നേരത്തെ എത്ര കിട്ടും? 6 എന്ന് പറഞ്ഞ് കിട്ടും. 4 കൊടുത്തു കഴിഞ്ഞാൽ 6 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ എനിക്ക് 6. ഇനിയിപ്പോൾ അതിൻ്റെ നെയിമിംഗ് ഓഫ് IC ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ എന്ന് പറഞ്ഞ് എഴുതുക. നെയിമിംഗ് ഓഫ് IC അതെന്തോന്നാണ്? അപ്പോൾ 1 2 3 4 എന്ന് കൊടുക്കുക. അപ്പോൾ 1 കൂടെ ചേർന്നത് 1 2, പിന്നെ 1 3 കൂടെ ചേർന്ന് 1 3, 4 കൂടെ ചേർന്ന് 1 4, എന്നിട്ട് 2 2 3, പിന്നെ അടുത്തത് 2 4, അതിനുശേഷം ഒന്നുമില്ല. ഇത് 3 4 മാത്രം. അപ്പോൾ ഇങ്ങനെയാണ് ഇത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏതൊക്കെ അറിയാം? 1 2 കൂടെ ചേരുന്നത് ഈ പോയിൻ്റാണ് എന്തോന്ന്? I12. ഈ പോയിൻ്റാണ് എന്തോന്ന്? I23. ചെറുതാദ്യം വലുത് രണ്ടാമത്. ഈ പോയിൻ്റാണ് എന്തോന്ന്? I34. ഈ പോയിൻ്റാണ് എന്തോന്ന്? I14. ഓക്കെ. അതിനുശേഷം 1 2 അറിയത്തില്ലേ? 1 2 അറിയാം. 2 3 അറിയത്തില്ലേ? 2 3 അറിയാം. 3 4 അറിയത്തില്ലേ? അറിയാം. I14 അറിയാം. മിച്ചമുള്ളത് ഏതാ? 1 3 2 4. അപ്പോൾ ഇത് രണ്ടെണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇത് വരച്ചു, റഫായിട്ട് തന്നെ ഇങ്ങനെ വരച്ചു. ഓക്കെ. 1 2 3 4 എന്ന് പറഞ്ഞ് കൊടുത്തു. 1 3 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് ഡയഗണലി ഇങ്ങനെ കണക്റ്റ് ആക്കി 1 2 കൂടെ കൂട്ടി മുട്ടിക്കുന്ന 1 2 എന്ന് പറയുന്നത് I12 ഈ പോയിന്റ്. ഓക്കെ. എന്നിട്ട് അടുത്തത് 2 3 എന്ന് പറയുന്നത് ഈ പോയിന്റ്. അപ്പോൾ ഇതും കൂടെ വെച്ച് ഞാനൊരു ലൈൻ ഓഫ് ആക്ഷൻ വരയ്ക്കണം ആദ്യം. ഓക്കെ. ഇതും കൂടെ വെച്ചിട്ട് ഒരു ലൈൻ ഓഫ് ആക്ഷൻ വരച്ചു. ഓക്കെ. ഇനിയിപ്പോൾ അടുത്തത് ഈ ഒരു ഇത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തത് 1 4 3 4. 1 4 ഏതാ? ഇത്. 3 4 ഏതാ? ഇതും കൂടെ കൂട്ടി മുട്ടിച്ചോണ്ട് വരില്ലേ? ഓക്കെ. അപ്പം ഇതും കൂടെ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റാണ് എന്തോന്ന്? ഇതാണ് I13. ഏത്? ഈ പോയിന്റ്. ഓക്കെ. I13 കിട്ടിയേ? I13 എന്ന് വന്ന് കിട്ടിയേ? ഇവിടെയാണത്. ഓക്കെ. അങ്ങനെ I13 കിട്ടി. ഇനിയിപ്പോൾ അടുത്ത എന്തുവാണ്? ഇനിയിപ്പോൾ അടുത്തത് നമുക്കപ്പോൾ ഇത് കിട്ടി. അപ്പോൾ ഇത് വെട്ടിക്കളയുക. ഇനിയിപ്പോൾ അടുത്തത് വേറെ ഒരു റഫ് സർക്കിൾ വരയ്ക്കുക, ഒരു സ്ക്വയർ വരയ്ക്കുക. അതിനുശേഷം 1 2 3 4 സെയിം അതുപോലെ തന്നെ. എന്നിട്ട് 2 4 കൂടെ കണക്ട് ചെയ്യുക. അപ്പം 1 2 1 4. 1 2 ഏതാ? ഇത് ഈ പോയിന്റ്. 1 4 ഏതാ? ഈ പോയിന്റ്. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ടും അങ്ങോട്ടേക്കും ഒരു ലൈൻ ഓഫ് ആക്ഷൻ കൊടുക്കുക. ഓക്കെ. ഇനിയിപ്പോൾ അടുത്തത് 1 2 1 4. അത് കഴിഞ്ഞു. ഇനിയിപ്പം 3 4 2 3. 3 4 ഇത്, 2 3 ഇത്. അപ്പോൾ ഇതും കൂടെ മുട്ടിച്ചുകൊണ്ട് വേണം ഒരു ലൈൻ കൊടുക്കാനായിട്ട്. ഇത് സപ്പോസ് ഇത് കുറച്ച് ചരിഞ്ഞിരിക്കാമെന്ന് വിചാരിക്കുക. അപ്പോഴത്തേക്ക് ഇത് എന്നാ പറ്റും? ഇത് ഏതാണ്ട് ഇവിടെ ഇങ്ങനെ മുട്ടുന്ന പോലെ വരും. ഓക്കെ. മനസ്സിലായോ? അതായത് ക്വസ്റ്റ്യനിൽ അത് ചെയ്യാൻ നേരത്ത് കറക്റ്റായിട്ട് ഇതിൻ്റെ അകത്ത് വരയ്ക്കുന്ന പോലെ തന്നെ വരും. അപ്പോൾ എവിടെയെങ്കിലും ടച്ച് ആകുന്ന പോലെ തന്നെ തരത്തുള്ളൂ. ടച്ചാകാതെ പോവുകയോ ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നും വരത്തില്ല. ഒന്നെങ്കിൽ ഈ ഭാഗം എവിടെയെങ്കിലും മുട്ടുന്ന പോലെ ആയിരിക്കും, അല്ലെങ്കിൽ ഈ ഭാഗം മുട്ടുന്ന പോലെ ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണെങ്കിലും മുട്ടും. അപ്പം ഇതിപ്പോൾ സപ്പോസ് ഇവിടെ മുട്ടുക എന്ന് തന്നെ വിചാരിക്കുക. അപ്പോൾ ഇതിനെ ഞാൻ എന്തോന്ന് എടുത്തു? I24 എന്ന് പറഞ്ഞെടുത്തു. I24 എന്ന് പറഞ്ഞെടുത്തു. അപ്പോൾ എനിക്ക് അതും കിട്ടിയേ? I24 കിട്ടി. അപ്പോൾ എനിക്ക് ഈ 2 ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ ഞാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഒരു ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ, ഇതാണ് ഇനിയൊരു ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ. I24 I13. ഓക്കെ. 2 ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ എനിക്ക് കിട്ടി. ഇനിയിപ്പോൾ ഞാൻ എന്തോന്ന് ചെയ്യണം? ഇനിയിപ്പോൾ ഇക്വേഷൻ വെച്ചിട്ടാണ് ബാക്കി ചെയ്യേണ്ടത്. V = R ഒമേഗ എന്ന് പറയുന്നതാണ് ഇക്വേഷൻ. ഒമേഗ കണ്ടുപിടിക്കണമെങ്കിൽ 2πn/60. ഇതിൻ്റെ അകത്ത് n അല്ലേ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അത് വെച്ച് ഒമേഗ കണ്ടുപിടിക്കാമല്ലോ. ഓക്കെ. പിന്നെ ഒരു കാര്യം കൂടെ, ഇപ്പം നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡിനകത്ത് നമ്മൾ പറഞ്ഞല്ലേ ലിങ്കിന് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും എന്തോന്ന്? അതിൻ്റെ വെലോസിറ്റി. അപ്പം ഇതിനകത്ത് അങ്ങനെ തന്നെയാണ്, ലിങ്കിന് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും വെലോസിറ്റി വരുന്നത്. ഓക്കെ. പിന്നെ ആ എഴുതുന്ന വെലോസിറ്റിക്ക് നമ്മളിങ്ങനെ ബി കൂടെ വരയ്ക്കുകയാണെങ്കിൽ B വിത്ത് റെസ്പെക്ട് ടു A അങ്ങനെ പറഞ്ഞ് എഴുതുമായിരുന്നു. പക്ഷേ ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ മെത്തേഡിനകത്ത് അങ്ങനെ എഴുതണ്ട. വെലോസിറ്റി ഓഫ് B ആണെങ്കിൽ B എന്ന് എഴുതിയാൽ മതി. വെലോസിറ്റി ഓഫ് C ആണെങ്കിൽ BC എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. ഓക്കെ. ഞാനിങ്ങനെ ലൈൻ ഓഫ് ആക്ഷൻ കൊടുത്തു. ഇതിപ്പോൾ എനിക്ക് താഴോട്ടാണെന്ന് അറിയാം. കാരണം എന്നാ?
ഇത് ക്ലോക്ക് വൈസ് ആണെന്ന് പറഞ്ഞാൽ ഇവിടെ കിടപ്പുണ്ട്, അതുകൊണ്ട് ഇതിൻ്റെ താഴോട്ടാണ്. ഓക്കെ, ഇത് 90 ഡിഗ്രി. ഇതിന് എന്തോന്ന് പേര് വിളിക്കാം? ബി എന്ന് പറഞ്ഞ് എനിക്ക് വിളിക്കാം. ബി എന്ന് പറഞ്ഞ് വിളിക്കാം. വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ അങ്ങനെ എഴുതണ്ട, അത് ഗ്രാഫിക്കൽ മെത്തേഡിലാണ് അങ്ങനെ ചെയ്യുന്നത്. ഇൻസ്റ്റന്റേനിയസ് സെൻട്രൽ മെത്തേഡിൽ അത് ബി എന്ന് ചെയ്താൽ മതി. രണ്ട് കണക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് വേർതിരിവായിക്കോളും. അടുത്തത് വരുന്നുണ്ട് എന്തോന്ന്? വെലോസിറ്റി ഓഫ് സി വരുന്നുണ്ട്, വി സി വരുന്നുണ്ട്. ഓക്കെ, വെലോസിറ്റി ഓഫ് ബി, വെലോസിറ്റി ഓഫ് സി. അപ്പോൾ ഇത് 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി. അതങ്ങനെ എടുത്ത് വരയ്ക്കണമെന്നില്ല, ജസ്റ്റ് കാണിച്ചാലും മതി. അതിനുശേഷം ഗ്രാഫിക്കൽ മെത്തേഡാണ്, നമ്മൾ അതെടുത്ത് വരച്ച് അങ്ങനെ ചെയ്ത് നമ്മൾ ഓരോ വെലോസിറ്റി കണ്ടുപിടിക്കുക, അത് വെച്ച് ഒമേഗ കണ്ടുപിടിക്കാം. ഇൻസ്റ്റന്റേനിയസ് സെൻട്രൽ മെത്തേഡിൻ്റെ അകത്ത് ഇതിങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒമേഗ അറിയാലോ, അപ്പം ഒമേഗ എ ബി ആണ്. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻ എഴുതി. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ RP അറിയാം. അപ്പം ഒമേഗ എ ബി എന്ന് പറയുന്നത് 2πn/60. എന്ന് പറയുന്നത് എത്രയാണ്? 500, 52.35 റേഡിയൻ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ് കിട്ടും. ഇതാണ് ഒമേഗ എ ബി. ഒമേഗ എ ബി കണ്ടുപിടിച്ച് എനിക്ക് വി ബി കണ്ടുപിടിക്കരുത്. അപ്പോൾ വി ബി = R ഒമേഗ. R എന്ന് പറയുന്നത് ഇതാണ് 30 mm. അപ്പോൾ 0.03 × 52.35 എന്ന് പറഞ്ഞ് വരും. 52.35 എന്ന് പറയുന്നത് എത്ര വരും? 1.57. അപ്പോൾ 1.57 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞു. അത് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വി ബി കണ്ടുപിടിച്ചു. ഇനി വി ബി കണ്ടുപിടിച്ചാൽ വി ബി ഇനിയിപ്പോൾ അടുത്തത് വി ബി R ഒമേഗ. R ഒമേഗ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഇവിടെ ഒമേഗ എ ബി എടുത്തു. വി ബി R ഒമേഗ എ ബി എന്ന് എടുത്തു. ഇനിയിപ്പോൾ അടുത്തത് വി ബി R ഒമേഗ ബി സി എന്ന് എടുത്തു. ബി സി എന്ന് പറഞ്ഞെടുത്തു. അപ്പം ഇതിനകത്ത് വി ബി നമുക്കറിയാം 1.57. റേഡിയസ് എന്ന് പറയുന്നത് I13B ആണ്. അപ്പം I13B ആണ്. മനസ്സിലായോ? അതായത് ഈ ഡിസ്റ്റൻസ് കണ്ടോ, ഈ ഡിസ്റ്റൻസ് ഇത് നമ്മൾ അളന്നെടുക്കണം. അളന്നിട്ട് ഇത് കൊണ്ട് ഇൻറ്റു ചെയ്ത് നമ്മൾ എടുക്കണം. ആക്കണമെങ്കിൽ ഇൻറ്റു ചെയ്ത് എടുക്കുക. അങ്ങനെ എടുത്ത് എഴുതിയിട്ട് ഇൻറ്റു ഒമേഗ ബി സി എന്ന് പറഞ്ഞ് കൊടുക്കും. അതിനുശേഷം നമുക്കപ്പോൾ എന്തോന്ന് കിട്ടും? ഇതിനകത്ത് ഒമേഗ ബി സിയുടെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഒമേഗ ബി സി കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് അടുത്തത് ഇവിടെ എന്തോന്നാണ്? ബി സി = ബി സി എന്ന് പറയുന്നത് I13C ഇൻറ്റു ഒമേഗ എന്തോന്ന്? ബി സി. നമുക്കിപ്പോൾ ഇതിനകത്ത് ഒമേഗ ബി സി അറിയാം, ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചു. I13C, അതായത് ഈ ഡിസ്റ്റൻസ്. അത് ചെയ്യാൻ നേരത്ത് നമുക്ക് ബി സി കിട്ടും അല്ലേ? വെലോസിറ്റി ഓഫ് സി കിട്ടും. വെലോസിറ്റി ഓഫ് സി അപ്പോൾ ഇവിടെ കിട്ടി. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് ബി സി = R ഒമേഗ. അടുത്ത ഒമേഗ ഏതാ? അടുത്ത ഒമേഗ നമുക്ക് ഒമേഗ സി ഡി ആണ്. അപ്പം അതിൻ്റെ റേഡിയസ് എത്ര വരും? I24C എന്ന് പറഞ്ഞ് വരും. I24C ഇൻറ്റു സി ഡി എന്ന് പറഞ്ഞ് വരും. ഒമേഗ സി ഡി എന്ന് പറഞ്ഞ് വരും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തോന്ന് കിട്ടും? ഒമേഗ സി ഡി കിട്ടും. ഇനിയിപ്പോൾ അടുത്തതൊന്നും കണ്ടുപിടിക്കാനില്ല, അവിടെ കൊണ്ടത് കഴിഞ്ഞു. കാരണം ഇത് എ ഡി ഫിക്സഡ് ആണ്. മനസ്സിലായോ? ഓക്കെ, ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ ഒമേഗ കിട്ടും. ആദ്യം നമുക്ക് എന്തോന്ന് കിട്ടും? ആദ്യം ഒമേഗ കിട്ടും. ഒമേഗ എ ബി. ശ്രദ്ധിച്ചോണേ, ആദ്യം നമുക്ക് ഒമേഗ എ ബി കിട്ടും. ആദ്യം ഒമേഗ എ ബി കിട്ടി. ഇനിയിപ്പോൾ ഈ ബി എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്തോന്നുണ്ട്? ബി എന്ന് പറയുന്ന സ്ഥലത്ത് വെലോസിറ്റി ബി ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തോന്ന് കിട്ടും? വി ബി നമ്മൾ കണ്ടുപിടിക്കും. എങ്ങനെ? ബി = R ഒമേഗ അല്ലേ? ഒമേഗ നമുക്കറിയാം, അത് ഇട്ട് കൊടുക്കുമ്പോൾ എന്തോന്ന് പറ്റും? R നമുക്കറിയാം, ഇവിടുത്തെ ഈ ദൂരം കിട്ടാൻ എന്തോന്ന് കിട്ടും? വെലോസിറ്റി. അപ്പോൾ വി ബി കിട്ടും. അപ്പോൾ വി ബി കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ വി ബി കഴിഞ്ഞിട്ട് അടുത്തത് ഇനി എങ്ങോട്ട് എന്തോന്നാണ് ഉള്ളത്? ബി സി എന്ന് പറയുന്നത് അടുത്തത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തോന്ന് കിട്ടും? ഒമേഗ ബി സി കിട്ടും. ഒമേഗ ബി സി കഴിഞ്ഞിട്ട് അടുത്തത് ഇവിടെ എന്തോന്നുണ്ട്? അടുത്ത വെലോസിറ്റി ഉണ്ട്. വെലോസിറ്റി സി. ഓക്കെ, അതായത് ബി സി എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഉണ്ട്. അതിനുശേഷം ഇങ്ങോട്ട് താഴേക്ക് എന്തോന്നാണ്? അതിനുശേഷം പിന്നെയും എന്തോന്നാണ്? ഒമേഗ സി ഡി. ഓക്കെ, അതിനുശേഷം ഇതും കൂടെ ഫിക്സഡ് ആയതുകൊണ്ട്
ഇനിയിപ്പോൾ ബാലൻസ് ഒന്നും കാണത്തില്ല, ഇത്ര തന്നെ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പം അങ്ങനെയാണ് ഇത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇതെടുക്കുവാണെങ്കിൽ ഇതിൽ എന്തോന്നുണ്ട്, ആദ്യം നമുക്ക് ഈ സൈഡിൻ്റെ അകത്ത് ഒമേഗ എ ബി കിട്ടും. ഇതിൻ്റെ അകത്തുനിന്ന് ഒമേഗ എ ബി കിട്ടും. ഒമേഗ എ ബി നമുക്ക് ആദ്യം കിട്ടും. ഓക്കെ, ഒമേഗ എ ബി ആദ്യം കിട്ടും. അതിനുശേഷം നമ്മൾ ഒമേഗ എ ബി വെച്ചിട്ട് എന്തോന്ന് കണ്ടുപിടിക്കും, ബി എന്ന് പറയുന്ന സാധനം കണ്ടുപിടിക്കും. ഇനി ബി കണ്ടുപിടിച്ചതിന് ശേഷം ബി വെച്ചിട്ട് എന്തോന്ന് കണ്ടുപിടിക്കും, അടുത്തത് ഒമേഗ ബി സി കണ്ടുപിടിക്കും. ഒമേഗ ബി സി കണ്ടുപിടിച്ചതിന് ശേഷം അടുത്ത എന്തോന്ന് കണ്ടുപിടിക്കും, നാലാമത്തത് ബി സി കണ്ടുപിടിക്കും. ബി സി കണ്ടുപിടിച്ചതിന് ശേഷം അടുത്ത എന്തോന്ന് കണ്ടുപിടിക്കും, ഒമേഗ സി ഡി കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ ഇവിടം വരെ കഴിഞ്ഞില്ലേ? ഇനിയിപ്പോൾ അടുത്തതാണെങ്കിൽ എന്തോന്ന്, ബി ഡി വന്നേനെ, ഡി കഴിഞ്ഞിട്ട് എ ഡി വന്നേനെ, അങ്ങനെ പറഞ്ഞു പോകാൻ. ഇതിപ്പോൾ ഇത് എ ഡി ഫിക്സഡ് ആയതുകൊണ്ട് വെലോസിറ്റി ഓഫ് എ ഇല്ല, അല്ല ഇവിടെ നിന്നാണെങ്കിൽ ഇപ്പോൾ എന്തോന്ന്, ആദ്യം വെലോസിറ്റി ഓഫ് ഡി വന്നേനെ, ഇതിൻ്റെ ബാക്കി വെലോസിറ്റി ഓഫ് ഡി വന്നേനെ. അപ്പോൾ നമ്മൾ ഡി അപ്പോൾ അങ്ങനെ പറ്റത്തില്ല. അതിനുശേഷം ഒമേഗ എ ഡി ആയേനെ, എ ഡി വന്നേനെ. അപ്പോൾ എ ഡി ഇല്ല. പിന്നെ അതിനുശേഷം വി എ ആയേനെ, വി എ അതും ഇല്ല. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് സംഭവം. ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങും, ഒരു ലിങ്കിൽ നിന്ന് തുടങ്ങും. ആ ലിങ്കിൽ നിന്ന് തുടങ്ങി തൊട്ടപ്പുറത്തുള്ള പോയിന്റിലുള്ള വെലോസിറ്റി ബി, അതിനുശേഷം അടുത്ത ലിങ്ക് ആയിട്ടുള്ള ഒമേഗ, പിന്നെ ബി, പിന്നെ ഒമേഗ, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അതാണ് ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം ആദ്യം നമുക്ക് ഒമേഗ കിട്ടി. ഒമേഗ കിട്ടിയത് വെച്ചിട്ട് നമ്മൾ ബി കണ്ടുപിടിച്ചു. ബി കണ്ടുപിടിച്ചത് വെച്ചിട്ട് ബി = R ഒമേഗ ബി സി എന്ന് എഴുതി. അതിൻ്റെ അകത്ത് I13B എന്ന് വെച്ചാൽ ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്തു. I13B എങ്ങനെ എഴുതും, ഈ ഒരു ഡിസ്റ്റൻസ് ഞാൻ മെഷർ ചെയ്തപ്പോൾ എനിക്ക് ഒരു 5.6 കിട്ടിയെന്നിരിക്കുക. I13B എന്ന് പറയുന്നത് കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് 5.6 സെൻറ്റിമീറ്റർ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിനെ ഞാൻ എന്തോന്ന് ചെയ്യണം, സ്കെയിൽ ചെയ്യണം. സ്കെയിൽ ചെയ്യാൻ നേരത്തെ ×10 എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇത് എത്രയായി, 5.6 × 10 എന്ന് പറയുമ്പോൾ 5.6 × 10 എന്ന് പറയുമ്പോൾ എന്തോന്നായി, 56 mm എന്നായി. ഇനി ഇത് ഞാൻ വെലോസിറ്റി എന്ന് പറയുന്നത് മീറ്റർ/സെക്കൻഡ് അല്ലേ, അപ്പോൾ MM-ലിട്ട് ചെയ്യണോ, ഞാൻ മീറ്ററിലിട്ട് ചെയ്യണം. അപ്പം /1000, അപ്പം 1, 2, 3, അപ്പം 0.056 മീറ്റർ × ഒമേഗ ബി സി. ഒമേഗ ബി സി എത്രയാണ്, അല്ല ഒമേഗ ബി സി ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഒമേഗ ബി സി അപ്പോൾ 1.57 = 0.056 മീറ്റർ × ഒമേഗ ബി സി എന്ന് പറഞ്ഞ് വരും. അതിൻ്റെ അകത്ത് നമുക്ക് ഒമേഗ ബി സി കണ്ടുപിടിക്കാം. എങ്ങനെ, 1.57 / 0.056 എന്ന് പറഞ്ഞ് വരും. അപ്പോൾ എത്ര കിട്ടി, 28.03 ആണ് എന്തോന്ന്, റേഡിയൻ/സെക്കൻഡ് ആണ് എന്തോന്ന്, ഒമേഗ ബി സി. ഇപ്പം എനിക്ക് ഒമേഗ ബി സി കിട്ടി. അപ്പോൾ ഞാൻ അടുത്തതിൻ്റെ അകത്ത് 28.03 ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് ബി സി കണ്ടുപിടിക്കണം. I13C എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഞാൻ മെഷർ ചെയ്തു. ചെയ്തപ്പോൾ എനിക്ക് ഏതാണ്ട് 1.4 എന്ന് പറഞ്ഞ് കിട്ടി. 1.4 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പം 1.4നെ ഞാൻ എന്ത് ചെയ്യണം, ×10 ചെയ്യണം. അപ്പോൾ എനിക്ക് 14 എന്ന് പറഞ്ഞ് കിട്ടും. അതിനെ ഞാൻ 14 എന്ന് പറയുന്നത് MM അല്ലേ, അതിന് ഇനി തിരിച്ച് എനിക്ക് മീറ്ററിലേക്ക് ആക്കണ്ടേ. അപ്പോൾ 1, 2, 3, അപ്പം 0.014 മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. അതിനെ ഞാൻ 28.03 ഒമേഗ ബി സി കൊണ്ട് ചെയ്തു. അപ്പം എത്ര വരും, 0.014. അപ്പോൾ എത്ര വരും, 0.3925. ബി സി എന്ന് പറയുന്ന സാധനം 0.3925 എന്ന് പറഞ്ഞു വന്നു. ബി സി എന്ന് പറയുന്ന സാധനം 0.3925 മീറ്റർ/സെക്കൻഡ് എന്ന് പറഞ്ഞ് എനിക്ക് കിട്ടി. ഇനിയിപ്പോൾ ബി സി കിട്ടി. അപ്പോൾ ബി സി എന്ന് പറയുന്നത് 0.3925 മീറ്റർ/സെക്കൻഡ്. ഇനിയിപ്പോൾ I24C എന്ന് പറഞ്ഞാൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ഇത് എടുത്ത് അളക്കുക. സപ്പോസ് ഇപ്പം ഇത് ഞാൻ സത്യം പറഞ്ഞാൽ തെറ്റായിട്ടുള്ളൊരു വാല്യൂ ആണ്, കാരണം ഫിഗർ ഇത് കറക്റ്റാകാത്തതുകൊണ്ട് ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടി പെട്ടെന്ന് എടുത്തതാണ്. അപ്പം ഇതിനകത്ത് എനിക്കിപ്പോൾ ഒരു 10.5 കിട്ടിയെന്ന് ഇരിക്കട്ടെ. അപ്പം 10.5 × എന്തോന്ന് ചെയ്യണം, സ്കെയിൽ ചെയ്യണം.
10.5 ഇൻറ്റു ഈ സ്കെയിൽ ചെയ്യണം 10 mm. അപ്പോൾ 10 ചെയ്തു. അപ്പോൾ എത്ര കിട്ടും? 105 mm എന്ന് പറഞ്ഞ് കിട്ടും. 105 mm ഇൻറ്റു ഒമേഗ സി ഡി ആണ്. 105 mm എന്ന് പറയുമ്പോൾ അതിന് മീറ്ററിലാക്കണം. അപ്പം 0.105 ഇൻറ്റു ഒമേഗ സി ഡി. അതിൽ നിന്ന് നമുക്ക് ഒമേഗ സി ഡി കിട്ടൂലേ? അപ്പം ഇവിടെ 0.105 ചെയ്യാൻ നേരത്തെ എന്തെന്ന് കിട്ടും? 3.73 റേഡിയൻ പെർ സെക്കൻഡ്. ഇതാണ് എന്തോന്ന്? ഒമേഗ സി ഡി. ഇങ്ങനെ ഒമേഗ സി ഡിയും കിട്ടി. ഇനി നമുക്ക് ചോദ്യത്തിൽ ഇവർ ചോദിച്ചിരിക്കുന്ന ഒമേഗ സി ഡി ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒമേഗ സി ഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി വെലോസിറ്റി ഓഫ് സി ആണ് അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത്. വെലോസിറ്റി ഓഫ് സി നമ്മൾ ഇവിടെയേ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് സ്റ്റെപ്പ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. മോഡ്യൂൾ 1 ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ. എന്തിൻ്റെ? സ്ലൈഡർ ക്രാങ്ക്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ബിയും ഒമേഗ എങ്ങനെ ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ മെത്തേഡ് ഉപയോഗിച്ച് സ്ലൈഡർ ക്രാങ്കിനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം നമുക്കൊരു റഫ് ഫിഗർ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെന്ന് എടുക്കുക. ഓക്കെ, ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു 45 ഡിഗ്രി ആയിട്ട് എടുക്കുക. ഇതൊരു 40 mm ആയിട്ടും ഇതൊരു 60 mm ആയിട്ടും എടുക്കുക. ഇത് ഒ എ ബി അങ്ങനെ എടുക്കുക. ഓക്കെ, ഇനിയിപ്പോൾ ഇത് ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ മെത്തേഡ് അത് വേറെ നമ്മൾ പടമൊന്നും വരയ്ക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വരയ്ക്കുന്നതിനെ പെർഫെക്റ്റ് ആയിട്ട് ലാർജ് ക്യാൻവാസിൽ തന്നെ വരയ്ക്കാം. അപ്പം ഞാനിവിടെ ഇതിനൊരു പോയിന്റ് എടുത്തു. ഇതിനെ ഞാൻ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വരച്ചു. ഓക്കെ, എന്നിട്ട് ഇവിടെ നിന്ന് ഞാൻ 45 ഡിഗ്രി എടുക്കണം. ഈ ഇന്നർ ഡെഡ് സെൻറ്ററിനെ വന്നിട്ട് 45 ഡിഗ്രി എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ നിന്ന് 45 ഡിഗ്രി എടുത്തു. എന്നിട്ട് എന്താ ചെയ്തു? ഇത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 40 mm, അതായത് 4 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കോൺഫിഗറേഷൻ ഡയഗ്രാമാണ് ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഫിഗറേഷൻ ഡയഗ്രാം വരയ്ക്കാൻ നേരത്തെ എന്തെന്ന് വേണം? ഇവിടെ കോൺഫിഗറേഷൻ ഡയഗ്രാം എന്ന് എഴുതണം. സ്കെയിൽ എത്ര കൊടുക്കണം? 1 സെൻറ്റിമീറ്റർ = 10 mm എന്ന് പറഞ്ഞ് കൊടുക്കണം. ഞാനിവിടെ അത്രയാണ് എടുത്തിരിക്കുന്നതുകൊണ്ട് അങ്ങനെ കൊടുക്കും. അപ്പം ഇതെനിക്കിവിടെ കിട്ടി പോയിന്റ്. ഇതാണ് എന്തോന്ന്? ഓ. ഇതാണ് എന്തോന്ന്? എ. ഇത് എത്രയാണ്? ഇത് 40 mm. ഇത് എത്ര ഡിഗ്രിയാണ്? 45 ഡിഗ്രി. ഇനി എന്തോന്നാണ്? ഇത് 60 mm എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 60 / സ്കെയിൽ ചെയ്യുമ്പോൾ എത്ര വരും? 60/10 ചെയ്യുമ്പോൾ 6 സെൻറ്റിമീറ്റർ സ്കെയിലെടുത്തു, ഇവിടെ വെച്ചു, വരച്ചു. അപ്പം ഈ കിട്ടിയ പോയിൻ്റാണ് എന്തോന്ന്? ബി. ഇത് എന്തോന്നാണ്? ക്രാങ്ക്. ഒ എ എന്ന് പറയുന്നത് ക്രാങ്കാണ്. ഇതെന്തോന്നാണ്? എ ബി എന്ന് പറയുന്നത് എന്തോന്നാണ്? കണക്റ്റിംഗ് റോഡ്. ഇത് എത്രയായിരുന്നു? 60 mm. ഇനി ഈ വരച്ചതിന് നമ്മൾ എന്തോന്നാണ്? ഒരു ബോക്സ് പോലെ വരയ്ക്കണം. ഇതാണ് എന്തോന്ന്? പിസ്റ്റൺ അല്ലെങ്കിൽ സ്ലൈഡർ. ഓക്കെ, എന്നിട്ട് ഇവിടെ ഇങ്ങനെ പുല്ല്. എൻ്റെ അർത്ഥം അത് ഫിക്സഡ് ആണെന്നാണ്. ഇനി ഇവിടെയും കൂടെ ഇതിങ്ങനെ വരച്ചിട്ട് ഇതിങ്ങനെ ഇത് വരയ്ക്കുക. എന്നിട്ട് ഈ താഴെ ഇതിന് ഓ കൊടുക്കുക. ഇവിടെ ഓ ബി. ഇതാണ് ഇത് വരയ്ക്കേണ്ട രീതി. എന്നിട്ട് ഇവിടെ എന്തോന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്? ഇവിടെ ക്ലോക്ക് വൈസിൽ ഇതിനെ ഒരു 300 RPM എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുക. 300 RPM ക്ലോക്ക് വൈസിൽ കറങ്ങുമെന്ന് പറഞ്ഞ് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഇനിയിപ്പം ഇവർ പറഞ്ഞിരിക്കുന്നത് യൂസിങ് ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ മെത്തേഡ് ഫൈൻഡ് വെലോസിറ്റി ഓഫ് പിസ്റ്റണിൻ്റെ വെലോസിറ്റി. അതുപോലെ തന്നെ വെലോസിറ്റി ഓഫ് പിസ്റ്റണും പിന്നെ ഒമേഗ ഓഫ് കണക്റ്റിംഗ് റോഡുമാണ് അവർ ചോദിച്ചിരിക്കുന്നത്. വെലോസിറ്റി ഓഫ് പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? വി ബി അല്ലേ? പിന്നെ ആംഗുലാർ വെലോസിറ്റി ഓഫ് കണക്റ്റിംഗ് റോഡ് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ഒമേഗ എ ബി. അപ്പോൾ ഇത് രണ്ടെണ്ണമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ശരി, ഇനി ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ മെത്തേഡ് ഇപ്പോൾ എല്ലാം നമ്മൾ വരച്ച് കഴിഞ്ഞല്ലേ? അതാണ്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യം എന്താണ്? നമ്പർ ഓഫ് ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ എത്ര വരും? n × n - 1/2. ഇതിനകത്ത് n എന്ന് പറയുന്ന സംഭവം എത്രയാണ്? 1, 2, 3,
എന്നിട്ട് ഇതിനെ നമ്മൾ എന്തോന്നായിട്ട് എടുക്കും, 4 ആയിട്ട് എടുക്കും. അപ്പം 4 അപ്പം n 4 ആണെങ്കിൽ ഇത് എത്ര വരും, 6 വരുമെന്ന് നമുക്കറിയാമല്ലോ. അപ്പം 6. ഇനിയിപ്പം നെയിമിങ്, അതാണ് അടുത്ത് കൊടുക്കേണ്ടത്. നെയിമിങ് ഈസ് എൻ ഇനിയർ സെൻറ്റർ. ഓക്കെ, അപ്പം 1 2 3 4 4 അപ്പം 1 2 2 3 പിന്നെ 3 4 എന്നിട്ട് അടുത്തത് 1 3 എന്നിട്ട് 2 4 എന്നിട്ട് അടുത്തത് 1 4. ഓക്കെ, അങ്ങനെ പറഞ്ഞു കൊടുത്തു. ഇനി ഇൻസനേഴ്സിനെ നമ്മളിവിടെ മാർക്ക് ചെയ്യണ്ടേ. 1 2 കൂടെ ചേർന്നത് ഇതെന്തോന്നാണ്, I12. ഇതും കൂടെ ചേർന്നത് ഇത് I23. ഇതെന്തോന്നാണ്, I34. അതുപോലെ തന്നെ ഇവിടെ I14. ഓക്കെ, I34 I14. ഓക്കെ, ഇനിയിപ്പോൾ എന്തോന്നാണ് നമുക്കറിയാമെന്നൊക്കെ മാർക്ക് ചെയ്യുക. 1 2 ഉണ്ട്, മാർക്ക് ചെയ്തു. 2 3 ഉണ്ട്. ഓക്കെ, 3 4 ഉണ്ട്. ഓക്കെ, 1 4 ഉണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ അറിയാത്തത് 1 3 2 4. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ എന്തോന്ന് ചെയ്യുക, സർക്കിൾ വരയ്ക്കുക. കാണാമോ, കാണത്തില്ല. സർക്കിൾ വരയ്ക്കുക. സർക്കിൾ വരച്ചു, അതിനകത്തൊരു സ്ക്വയർ വരച്ചു. 1 2 3 4 എന്ന് കൊടുത്തു. എന്നിട്ട് 1 3 ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 1 3 കൂടെ കൂട്ടിമുട്ടിച്ചു. 1 2 2 3 ആദ്യം എടുക്കേണ്ടത്. 1 2 ഏതാ, ഇത്. 2 3 ഏതാ, ഇത്. അപ്പോൾ ഇതിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യണം. നമ്മളതിനെ എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി അടുത്തത് 1 4 3 4. 1 4 എന്ന് പറയുന്നത് ഏതാ, ഇത്. ഈ 1 4 എന്ന് പറയുന്നത് എപ്പോഴും ഇൻഫിനിറ്റിയാണ്. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഇതിന് പെർപെൻഡിക്കുലറായിട്ട് ഇത് എവിടെയോ ഇങ്ങനെ എവിടെയോ കിടപ്പുണ്ട്, എവിടെയോ ഇങ്ങനെ കിടപ്പുണ്ട്. ഇൻഫിനിറ്റിയാണിത്. 1 4 എപ്പോഴും ഓർക്കുക, ഈ താഴത്തെ സാധനം എന്തോന്നാണ്, ഇൻഫിനിറ്റിയിലാണ്. ഈ താഴത്തെ സാധനം എപ്പോഴും ഒരു സൈഡർ ട്രാങ്ക് എടുക്കുമ്പോൾ അതിൻ്റെ താഴത്തെ സാധനം എപ്പോഴും നമ്മൾ അതിൻ്റെ ഇത് വരയ്ക്കാൻ നേരത്ത് ഇത് ഇൻഫിനിറ്റിയിലാണ്. ഓക്കെ, ഇത് വരയ്ക്കുമ്പോൾ എപ്പോഴും നമ്മളിതിപ്പോൾ വരയ്ക്കാൻ നേരത്തെ എപ്പോഴും ഇതിപ്പോൾ ഇങ്ങനെ ആയിരിക്കും, ഈ ബോക്സ് വരച്ചായിരിക്കും വരയ്ക്കുന്നത്. അപ്പോൾ ഈ ബോക്സിൽ നമ്മളൊരു ലിങ്ക് പോലെ നമ്മളിങ്ങനെ എടുത്തത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ അവർ സിമ്പിളായിട്ട് പറയാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ ഇതിൻ്റെ അടിയിലുള്ളതിന് I14 എന്നും മണ്ടയ്ക്കുള്ളതിന് I34 എന്നും എടുക്കുക. അതിനകത്ത് ഈ I14 എന്ന് പറയുന്നത് ഫിക്സഡ് ആയതുകൊണ്ട് തന്നെ ഇത് ഇൻഫിനിറ്റി ആണെന്നുള്ള രീതിയിൽ എടുക്കുക. ഓക്കെ, അങ്ങനെ എടുക്കുക. അപ്പം നിങ്ങൾക്ക് നെക്സ്റ്റ് വേറെ കണക്ക് വരാനൊക്കെ ഇതാവും. ഓക്കെ, അപ്പോൾ I14 എന്നുള്ളത് ഇൻഫിനിറ്റിയിലാണ്. ഇനിയിപ്പോൾ അതായത് ഇതിൻ്റെ അകത്ത് എവിടെയോ അതുകൊണ്ട് ഈ ഒരു ഡയറക്ഷനിൽ ഇതിങ്ങനെ മണ്ടക്കോട്ട് എങ്ങോട്ടോ കിടക്കുവാണ്. ഇനിയിപ്പോൾ 3 4 എന്ന് പറയുമ്പോൾ എവിടെയാണ്, അതിവിടെ തന്നെ. ഓക്കെ, ഇവിടെ ഇതല്ല കേട്ടോ, ഈ പോയിന്റാണ്. ഞാൻ ആ ഒരു ബോക്സ് വെക്കാൻ വേണ്ടി തോന്നുന്നതാണ്. ഇവിടെ നിന്ന് 90 ഡിഗ്രി. അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ വെക്കുക, 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഈ 90 ഡിഗ്രിയിലാണ് ഇതിങ്ങനെ കിടക്കുന്നത്. 90 ഡിഗ്രിയിൽ ഇൻഫിനിറ്റി ഇത് എങ്ങോട്ടോ പൊക്കോണ്ടിരിക്കുക. എന്തോന്ന്, I14. ഏതാണ്, I14 ആണ് ഇൻഫിനിറ്റി കിടക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത 3 4 എന്ന് പറയുമ്പോൾ അത് ഏത് പോയിന്റില്ല, അതും ഈ പോയിന്റിലുണ്ട്. ഓക്കെ, അപ്പം I14 ഇൻഫിനിറ്റിയിലാണ്, I34 ഈ പോയിന്റിലുണ്ട്. മനസ്സിലായോ? ഇപ്പോൾ ഇതിൻ്റെ അകത്ത് 14 34 എടുക്കാൻ പറഞ്ഞിരിക്കുന്നു. 14 ഇതാണ്, ഇതിൻ്റെ അകത്താണ്. അത് ഇൻഫിനിറ്റിയിലാണ്, എവിടെയോ കിടപ്പുണ്ട്. I34 അത് ഈ പോയിന്റിൻ്റെ അകത്തുണ്ട്. ഓക്കെ, അത്ര മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ലൈൻ. ഇവിടെ നിന്ന് 90 ഡിഗ്രി വെർട്ടിക്കലി വരയ്ക്കുക, അതാണ് നമ്മുടെ ലൈൻ. ഇതിൻ്റെ അകത്ത് എന്തോന്നുണ്ട്, അപ്പം ഇതും കൂടെ കൂട്ടിമുട്ടിയ ഈ പോയിന്റാണ് എന്ത്, ആ പോയിന്റാണ് എന്ത്, I13 നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്ത എന്തോന്ന്, 2 4. അതിന് വേണ്ടിയിട്ട് അടുത്ത വരയ്ക്കാം. 1 2 3 4 കൊടുക്കുക. 2 4 മുട്ടിച്ചു. ഇതിനെ 1 2 1 4. 1 2 ഇത് 1 4 എന്ന് പറയുന്നത് ഓയിലുള്ളതാണ്. ഇത് ഇവിടെ ഇൻഫിനിറ്റി ഉള്ളതുപോലെ ഇവിടെയും ഇൻഫിനിറ്റിയിൽ വരും. ഓക്കെ, അതങ്ങനെ ഇവിടെ
ഇതിപ്പം O എന്ന് പറയുന്ന സംഭവമാണ്, ഈ I14 എന്ന് പറയുന്നത് താഴെയുള്ള സംഭവം. അപ്പോൾ ഇതും O ആണ് ഇതും O ആണ് എന്നുള്ള രീതിയിൽ എടുക്കാം. അപ്പം ഇത് മണ്ടേക്കോട്ട് ഇൻഫിനിറ്റി ഈ ഒരു ഡയറക്ഷനിലാണ് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അത് ഇവിടെ പോകുന്ന പോലെ തന്നെയാണ് ആ ഒരു 14 എന്ന് പറയുന്ന സാധനം ഇവിടെയും പോകും. അപ്പം I12 എന്ന് പറയുന്ന പോയിന്റ് ഏതാ? ഇതാണ്. ഓക്കെ, I12 എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. എന്നാൽ I14 ഇതിൻ്റെ അകത്ത് ഇവിടെ നിന്ന് മണ്ടേക്കോട്ട് ഇൻഫിനിറ്റി പോകും. ശരി, അപ്പോൾ ആദ്യം നമുക്ക് ആദ്യം I12 എടുക്കാം. 12 എന്ന് പറഞ്ഞ പോയിന്റ് ഇത്. ഓക്കെ, I14 എന്ന് പറഞ്ഞ പോയിന്റ് ഏതാണ്? അല്ല, ഈ ലൈനിലുണ്ട്. I14 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി, അതായത് ഇവിടെ നിന്ന് 90 ഡിഗ്രി എടുക്കുക, പെർപെൻഡിക്കുലർ ആയിരിക്കും. നമുക്ക് ഇൻഫിനിറ്റി കാണാൻ പറ്റാത്ത സാധനം ആ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് മണ്ടയ്ക്കോട്ട് പോകുന്നതാണ് ഒരു ഇത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പെർപെൻഡിക്കുലർ എടുക്കുന്നത്. ഓക്കെ, അപ്പം ഇത് മണ്ടയ്ക്ക് ഇത് എങ്ങനെയോ പോകുന്നുണ്ട്. അപ്പം ഈ ലൈനിൽ എന്തോന്നുണ്ട്? I14 ഉണ്ട്, I34 ഉണ്ട്. അങ്ങനെയാണ് ഇത് മുട്ടിയത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്? ഇതിൻ്റെ അകത്ത് I12 ഉണ്ട്, അതുപോലെ തന്നെ I14 ഉണ്ട്. ഓക്കെ, ശരി, അപ്പോൾ ഇതിങ്ങനെ പോയി. ഇനി അടുത്തത് ഇത് മാറി. ഇനി 2, 3, 3, 4. 2, 3 ഏതാ? ഇത്. 3, 4 ഏതാ? ഇത്. അപ്പോൾ ഇതും കൂടെ കൂട്ടിമുട്ടുന്നതല്ലേ അത്. ഇതിങ്ങനെ കൂട്ടിമുട്ടിച്ചു. അപ്പോൾ ഇതെന്തോന്ന് കിട്ടി? ഇതെന്തോന്ന് കിട്ടി? ഇതാണ് കിട്ടിയ പോയിന്റാണ് എന്തോന്ന്? I24. അപ്പം നമുക്ക് ഇൻസ്റ്റന്റേനിയസ് സെന്റർ 2 എണ്ണം കിട്ടിയില്ലേ? അപ്പം ഈ എടുക്കുന്നതാണ് നമ്മളിവിടെ പഠിക്കേണ്ട കാര്യം. ഓക്കെ, 1, 2 ഇത്, 2, 3 ഇത് നീട്ടി വരച്ചു. ഓക്കെ, എന്നിട്ട് 1, 4 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി കിടക്കുന്ന സാധനം ഈ പോയിന്റിൽ നിന്ന് പെർപെൻഡിക്കുലറിൽ എവിടെയോ കിടക്കുക. ഈ പോയിന്റിൽ നിന്ന് പെർപെൻഡിക്കുലറിൽ എവിടെയോ കിടക്കുക, അതാണ് ഇൻഫിനിറ്റി. ഓക്കെ, ഇനിയിപ്പം 3, 4 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്താണ് കിടക്കുന്നത്. അപ്പോൾ ഈ ലൈനിൽ കിടപ്പുണ്ട്. I14 എന്ന് പറഞ്ഞത് ഇത് ഈ ലൈനിൽ ഇൻഫിനിറ്റി കിടപ്പുണ്ട്. അപ്പോൾ ഇതും കൂടെ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റാണ് I13. ഇനി ഇപ്പുറത്തെ സൈഡിൽ I12 ഈ പോയിന്റ്, I14 എന്ന് പറഞ്ഞാൽ ഇവിടെ ഇൻഫിനിറ്റി കിടക്കുന്ന പോലെ അത് ഇപ്പുറം വരാൻ നേരത്ത് ഇവിടെ നിന്നും പെർപെൻഡിക്കുലർ ആയിട്ട് ഇൻഫിനിറ്റിയിൽ എവിടെയോ കിടപ്പുണ്ട്. അപ്പം ഇതും കൂടെ പോകുന്നത് ഇതിൻ്റെ അകത്താണ് എന്തോന്നുള്ളത്? I12ഉം I14ഉം ഉള്ളത്. ഓക്കെ, ഇനിയിപ്പം അടുത്തത് 3, 4ഉം 2, 3. 3, 4 ഇത്, 2, 3 ഇത്. അപ്പോൾ ഇതും കൂടെ ഇങ്ങനെ കൂട്ടിമുട്ടുന്ന ഇതിലാണ് എന്തോന്നുള്ളത്? I24 ഉള്ളത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ 2 പോയിന്റും കിട്ടിയില്ലേ? I13 കിട്ടി, I24ഉം കിട്ടി. ഇനി എന്താണ്? ഇനി ഒന്നുമില്ല. ഇനി ഇക്വേഷൻ എടുക്കുക, ഇടുക, വെറുതെ ചെയ്യുക. ശരി, ആദ്യം നമുക്ക് എവിടെ നിന്ന് തുടങ്ങാം? എവിടെയാണോ നമുക്ക് തന്നിരിക്കുന്നത് RPM അല്ലെങ്കിൽ ഒമേഗ തന്നിരിക്കുന്നത് അവിടെ നിന്ന് തുടങ്ങാം. ഇവിടെ OA എന്നാണ് തുടങ്ങിയിരിക്കുന്നത്. അതായത് ഇനിയിപ്പോൾ ഞാൻ എന്താ എഴുതാവേ, N = 300 RPM ക്ലോക്ക് വൈസിൽ. ഓക്കെ, അപ്പം ഇതിൻ്റെ ഒമേഗ കണ്ടുപിടിക്കാൻ പറ്റും. ഒമേഗ OA-യിലല്ലേ ഇത് തന്നിരിക്കുന്നത്. അപ്പോൾ OA ആണ് നമ്മൾ എടുക്കുന്നത്. = 2πN/60. എന്നിൻ്റെ അവിടെ 300 ഇട്ട് കൊടുക്കുക. അപ്പം 2 × 50π N എത്രയാണ്? 300 / 60 ചെയ്യുമ്പോൾ എത്ര വരും? 31.41 radian/second എന്ന് പറഞ്ഞ് വരും. ഒമേഗ OA കിട്ടി. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിപ്പോൾ ഇങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒന്നെങ്കിൽ ഇവിടെ തുടങ്ങുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ വരണം, ഇവിടെ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ വരണം, അത്രേ ഉള്ളൂ. അപ്പം ഇത് നമ്മൾ ഇവിടെ വരയ്ക്കാം. ഇത് നമ്മൾ കണ്ടുപിടിച്ചു. ഇതിപ്പോൾ ഫിക്സഡ് ആയതുകൊണ്ട് ഇത് നമ്മൾ എടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ അടുത്ത എന്തോന്നാണ്? ഇത് കണ്ടുപിടിച്ചു. ഇനിയിപ്പം ഇതിൻ്റെ ഇവിടെ ഒരു വെലോസിറ്റി വരും അല്ലേ? ഇവിടെ ഒരു വെലോസിറ്റി വരും. അപ്പം അതാണ് എന്തോന്ന്? A. ഇവിടെയല്ലേ വരുന്നത്? A എന്ന് പറഞ്ഞ പോയിന്റ് അല്ലേ? അപ്പോൾ A. അപ്പം VA = അതായത് V = R⍵ ആണ്. അപ്പോൾ VA = റേഡിയസ് × ഒമേഗ OA. ഇതിനകത്ത് R എന്ന് പറഞ്ഞ് നമ്മളിവിടെ എടുക്കുന്നത് എല്ലാ കേസിലും ഫസ്റ്റ് എടുക്കുന്ന ഈ ഒരു സംഭവം കണ്ടുപിടിക്കാൻ വേണ്ടി എടുക്കുന്ന ഇതിൻ്റെ ഒരു ലെങ്ത് തന്നെ ആയിരിക്കും. അത് 40 mm എന്ന് പറഞ്ഞാണ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത്. അപ്പോൾ എന്തോന്ന് ചെയ്യുക? 40 mm × ഒമേഗ OA എന്ന് പറയുന്നത് 31.41. ഇനി 40 mm നമ്മൾ എന്തോന്ന് ചെയ്യണം?
മീറ്ററിലേക്കായിട്ട് മാറ്റണം. അപ്പം 123 ഡിവൈഡഡ് ബൈ 1000 ആണ്. അപ്പം 0.04 ഇൻറ്റു 31.41 എന്ന് പറഞ്ഞ് വരും. അപ്പോൾ BA = എത്ര കിട്ടും ഇത് ചെയ്ത് കഴിയുമ്പോൾ? 1.256 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ് BA നമുക്ക് കിട്ടി. OA എന്നിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് BA കിട്ടി. ഇനിയിപ്പോൾ അടുത്ത എന്തോന്നാണ് ഉള്ളത്? ഇനിയിപ്പോൾ അടുത്തൊരു ലിങ്ക് ഇല്ലേ? ഈ ഒരു ലിങ്ക് ഇല്ലേ? ഈ ലിങ്കിൻ്റെ അകത്ത് എന്തോന്നുണ്ട്? ഇത് B അല്ലേ? അപ്പം AB. അപ്പം BA വെച്ചുകൊണ്ട് അടുത്തത് കണ്ടുപിടിക്കണം. അപ്പം BA = R ഒമേഗ. OA കഴിഞ്ഞല്ലോ, ഇനി അടുത്തത് AB എന്ന് പറഞ്ഞ് എഴുതുക. BA നമുക്കറിയാം 1.256. R എന്ന് പറയുന്നത് എന്തോന്നായിട്ട് എടുക്കും? നമ്മൾ ഏതിൻ്റെ ഇപ്പം എടുക്കുന്നത്? ഇതിൻ്റെ എന്ന് പറയുമ്പം I13A ആണ്. I13A ഇൻറ്റു ഒമേഗ AB ആണ് കണ്ടുപിടിക്കേണ്ടത്. അതങ്ങനെ ഇട്ടേക്കാം. ഇനി I13A എന്ന് പറഞ്ഞത് ഇത് മെഷർ ചെയ്താൽ പോരെ. ഇത് മെഷർ ചെയ്താൽ എനിക്ക് എത്ര കിട്ടും? 7.3 ആണ് കിട്ടുന്നതെന്ന് ഇരിക്കട്ടെ. എനിക്കിപ്പോൾ ഇത് മെഷർ ചെയ്തപ്പോൾ കിട്ടിയത് 7.3 ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? 7.3 സെൻറ്റിമീറ്റർ ആണ് എനിക്കപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇൻറ്റു ഞാൻ ഇതിൻ്റെ യൂണിറ്റ് ചെയ്യണം. അപ്പോൾ 10 ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? 73 mm എന്ന് പറഞ്ഞ് കിട്ടും. ഇനി 73 mm കിടക്കുന്നത്, അതിന് മീറ്ററിലാക്കണ്ടേ? അതിന് വേണ്ടി ഡിവൈഡഡ് ബൈ 1000. അപ്പം 2 ഡിവൈഡ് ബൈ 1000 ചെയ്യുമ്പോൾ 0.073 മീറ്റർ എന്ന് പറഞ്ഞ് എനിക്ക് I13 കിട്ടും. അപ്പം ആ 0.073 ഇൻറ്റു ഒമേഗ AB അതാണ് അറിയാത്തത്. അതങ്ങനെ കിട്ടും 1.25. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തോന്ന് കിട്ടും? ഒമേഗ AB കിട്ടത്തില്ലേ? ഒമേഗ AB എന്ന് പറയുന്നത് 1.256 ഡിവൈഡഡ് ബൈ 0.073. അപ്പോൾ 17.205 റേഡിയൻ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ് ഒമേഗ AB കിട്ടി. അപ്പോൾ ഒമേഗ AB കിട്ടി. ഇനിയിപ്പോൾ അടുത്ത് എന്തോന്ന് കണ്ടുപിടിക്കാം നമുക്ക്? അടുത്ത് ഈ ബീൻ്റെ വെലോസിറ്റി കണ്ടുപിടിച്ചൂടെ? ഇനിയിപ്പോൾ ഈ ബീൻ്റെ വെലോസിറ്റി കണ്ടുപിടിച്ചൂടെ? ഇത് വെച്ചിട്ട് ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇനിയിപ്പം ഇത് കണ്ടുപിടിച്ചൂടെ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തോന്ന് ചെയ്യണം? BB എടുക്കണം. അടുത്തതാണ് BB. അപ്പോൾ BB = എന്തോന്നാണ്? R ഒമേഗ. അതേ സെയിം ലിങ്ക് തന്നെ AB. എന്നത് BB ആണ് അറിയാത്തത്. R എന്ന് പറയുന്നത് എത്ര എടുക്കും? I13 എന്തോന്ന് എടുക്കും? I13B എന്ന് പറഞ്ഞെടുക്കും. I13B ഇൻറ്റു ഒമേഗ AB. അത് നമുക്കറിയാം. ഓക്കെ. ഇനി I13B എങ്ങനെ എടുക്കാം? I13B ഇങ്ങനെ എടുക്കുക, അളക്കുക. എനിക്ക് ഏതാണ്ട് 8 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ കിട്ടിയേ. അപ്പോൾ 8 സെൻറ്റിമീറ്റർ അതിനെ ഞാൻ എന്തോ ചെയ്യണം? ഇൻറ്റു യൂണിറ്റ്. അപ്പം 80 mm. ഇനി അതിനെ മീറ്ററിലേക്ക്. അപ്പം 0.08 ഇൻറ്റു 17.205 എന്ന് പറയുന്നതാണ് എന്തോന്ന്? വെലോസിറ്റി B. 205 ഇൻറ്റു 0.08 ചെയ്യാൻ നേരത്തെ എന്തോന്ന് വരും? 1.37 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് B കിട്ടും. ഇപ്പം അപ്പം അങ്ങനെ നമ്മളങ്ങനെ കണ്ടുപിടിച്ച് വെച്ചു. ഇനിയിപ്പോൾ നമ്മുടെ ചോദ്യം എന്താണ്? ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് പിസ്റ്റൺ. ഇതല്ലേ പിസ്റ്റൺ. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കുക. അതായത് വെലോസിറ്റി ഓഫ് B അതാണ് എത്ര കണ്ടുപിടിച്ചു. BB എത്രയാണെന്ന് കണ്ടുപിടിച്ചു. ഇനി കണക്റ്റിംഗ് റോഡിൻ്റെ ആംഗുലാർ വെലോസിറ്റി ഒമേഗ AB അത് നമ്മളിവിടെ കണ്ടുപിടിച്ചു. ഓക്കെ. അപ്പം അങ്ങനെ ഉത്തരവായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തോന്ന്? സ്ലൈഡർ ക്രാങ്ക് ഇൻസിനേനിയസ് സെൻറ്ററായിട്ട് ചെയ്യുന്നത്. മോഡ്യൂൾ 1 4 ബാർ ഗ്രാഫിക്കൽ മെത്തേഡ്, അതുപോലെ തന്നെ സ്ലൈഡർ ക്രാങ്ക് ഗ്രാഫിക്കൽ മെത്തേഡ്, പിന്നെ ഇൻസ്റ്റന്റേനിയസ് സെൻറ്ററിൻ്റെ 4 ബാറിൻ്റെ ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ,
സ്ലൈഡർ ക്രാങ്കിന്റെ ഇൻസുലേനിയസ് സെന്റർ. ഈ 4 എണ്ണവും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷുവറായിട്ടും മൊഡ്യൂൾ 1 എന്നുള്ള പാർട്ട് ബി ഓറൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും.